നമസ്കാരം. മാർക്ക് ഫെല്ലർ ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്ക് ലേലം നടക്കുന്ന സ്ഥലത്ത് നിന്ന് അതിവേഗം യാത്ര ചെയ്തു തുടങ്ങി. ഹണ്ടിങ് ഓർഗനൈസേഷനിലേക്ക് അധികം ദൂരമില്ല ആ കാസിൽ നിന്നും. അതുകൊണ്ട് തന്നെ മാർക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ മുന്നിലെത്തി. അവിടെ പതുപോലെ വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നത് മുകളിൽ വെച്ച് മാർക്ക് ഫെല്ലർ കണ്ടു. മാർക്ക് ഫെല്ലർ ആ ബ്ലാക്ക് ഹോക്ക് ഒന്ന് താഴ്ത്തി താഴോട്ട് ചാടി. ആ ബ്ലാക്ക് ഹോക്കിനെ ഒളിപ്പിച്ചതിന് ശേഷം മാർക്ക് ആ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ കൗണ്ടറിന്റെ മുന്നിലേക്ക് നടക്കുമ്പോൾ അനവധി ഹണ്ടേഴ്സ് മാർക്കിനെ കണ്ട് ഓടി വന്നു. മാർക്ക് കണ്ടിട്ട് എത്ര നാളായി? മാർക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളാ കേൾക്കുന്നത്. ശരിക്കും മാർക്കിനെ കണ്ടപ്പോൾ അവർക്കുള്ള സന്തോഷം അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ്. അവരെല്ലാവരും യഥാർത്ഥത്തിൽ മാർക്കിന്റെ ആരാധകരായി മാറി എന്നതാണ് സത്യം. മാർക്ക് അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് കൗണ്ടറിലെത്തി. കൗണ്ടറിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരനും മാർക്കിനെ കണ്ടപ്പോൾ ഭയങ്കര അതിശയം. അയാൾ സന്തോഷത്തോടെ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് വീണ്ടും നമ്മുടെ പരിപാടിയുടെ ഭാഗമാകാൻ വന്നതാണോ? ഞാൻ അതൊന്നും വന്നതല്ല. എനിക്ക് ആ ജിൻസനെയും ഗെവിനെയും ഒന്ന് കാണണം. അവരെവിടെ? മാർക്കിന്റെ ചോദ്യം കേട്ടതും ആ ചെറുപ്പക്കാരന്റെ മുഖം ഒന്ന് മങ്ങി. എന്തു പറ്റി? മാർക്ക്, അവര് തടങ്കലിലാണ്. തടങ്കലിലോ? ആരവരെ തടങ്കലാക്കിയത്? മാർക്ക്, പുതിയ ടീം ലീഡർ സഹീറാണ് അവരെ തടങ്കലിട്ടത്. ആ വാർത്ത കേട്ട മാർക്കിന് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടാവുകയാണ്. മാർക്ക് ദേഷ്യത്തോടെ ആ ചെറുപ്പക്കാരോട് ചോദിച്ചു, എവിടെയാ അവർ തടങ്കലിട്ടിരിക്കുന്നത്? മാർക്ക്, നിലവറയില അവർ തടങ്കലിട്ടിരിക്കുന്നത്. നിലവറയിലോ? വേഗം തുറക്ക്. മാർക്ക്, അത് തുറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് തുറക്കാൻ ടീം ലീഡർക്ക് മാത്രമേ പറ്റൂ. ടീം ലീഡറുടെ കയ്യിലിരിക്കുന്ന ആ വെളുത്ത എല്ല് കൊണ്ടുള്ള ആ വടി ഉപയോഗിച്ച് മാത്രമേ ആ നിലവറ തുറക്കാൻ പറ്റൂ. ആ ചെറുപ്പക്കാരൻ കാര്യം വിശദമാക്കിയപ്പോൾ മാർക്കിന് അത് ഏകദേശം മനസ്സിലായി. പക്ഷെ മാർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ആ ചെറുപ്പക്കാരനോട് ആ നിലവറ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. മാർക്ക് നിർബന്ധ ബുദ്ധി പിടിച്ചതും ആ ചെറുപ്പക്കാരൻ മാർക്കിനെ ആ നിലവറ ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അവൻ ആ നിലവറ കാണിച്ചു കൊടുത്തിട്ട് മാർക്കോട് പറഞ്ഞു, മാർക്ക്, ഞാൻ കൗണ്ടറിലേക്ക് പോവാം. ആരെങ്കിലും എന്നെ ഇവിടെ വെച്ച് കണ്ടാൽ ഞാനാണ് നിലവറ കാണിച്ചു തന്നെന്ന് അവരെങ്ങാനും പറഞ്ഞ് സഹീർ അറിഞ്ഞാൽ അത് വലിയ വിഷയമാവും. സഹീറിനെ അവിടെയുള്ള സകലർക്കും ഭയമാണെന്ന് അവന്റെ ആ വാക്കുകൾ കേട്ടതും മാർക്കിന് മനസ്സിലായി. സഹീർ ആ ഹണ്ടർ ഓർഗനൈസേഷനെ അടക്കി ഭരിക്കുകയാണ്. മാർക്ക് ആ ചെറുപ്പക്കാരൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വഴിയിലൂടെ നടന്നപ്പോൾ തൊട്ടു മുന്നിലായി ഒരു ഗ്രില്ല് കണ്ടു. ആ ഗ്രില്ലിന്റെ അടുത്തേക്ക് മാർക്ക് എത്തപ്പോൾ തന്നെ മാർക്കിന് അതിശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ആ ഗ്രില്ലിൽ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ആ ഗ്രില്ലിലേക്ക് അല്പനേരം ഒന്ന് നോക്കി നിന്നിട്ട് മുഷ്ടി ചുരുട്ടി ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ എൻറ്റയർ പവറും മാർക്ക് ആ മുഷ്ടിയിലേക്ക് കൊണ്ടുവന്നുവെന്ന് ആ ഇടി ആ ഗ്രില്ലിൽ പതിച്ച നിമിഷത്തിൽ ആ നിമിഷമുണ്ടായ ശബ്ദം വിളിച്ചു പറയുകയാണ്. ശരിക്കും ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ മുഴുവൻ ആ ശബ്ദം പ്രതിഫലിച്ചു എന്ന് പറയാം. ഒരുപാട് ഹണ്ടേഴ്സ് കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ അവരെല്ലാവരും അവിടേക്ക് ഓടിയെത്തിയേ. മാർക്ക് ഫെല്ലറുടെ അതിശക്തമായ ആ ഇടി സ്വാഭാവികമായിട്ടും നിലവറയ്ക്കുള്ളിലുള്ള ജിൻസനും അതുപോലെ ഗെവിനും കേട്ടു. ജിൻസൺ ഉറക്കെ പുറത്തേക്ക് വിളിച്ചുദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? ശരിക്കും ആ തറ ഒന്ന് കുലുങ്ങിയിരുന്നു. തറ എങ്ങാനും പൊട്ടിപ്പിളരാൻ പോവുകയാണോ? അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ജിൻസൺ ഉറക്കെ വിളിച്ചു ചോദിച്ചത്. ജിൻസന്റെ ശബ്ദം കേട്ടതും മാർക്ക് ഉറക്കെ നിലവറയ്ക്കുള്ളിലേക്ക് വിളിച്ചു പറഞ്ഞു, ജിൻസൺ, ഇത് ഞാനാണ് മാർക്ക് ഫെല്ലർ. കമാൻഡർ ഗെവിൻ അവിടെ ഉണ്ടോ? മാർക്കിന്റെ ശബ്ദം കേട്ടതും കമാൻഡർ ഗെവിൻ ഉറക്കെ വിളിച്ചു, മാർക്ക്, ഞാൻ ഇവിടെ ഉണ്ട്. മാർക്ക്, എന്താ ശബ്ദം? കമാൻഡർ, ഞാൻ ഈ വാതിൽ പൊളിക്കാൻ പോവുകയാണ്. മാർക്ക്, വേണ്ട, അത് പൊളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഗെവിൻ വിളിച്ചു പറഞ്ഞതും മാർക്ക് ഫെല്ലർ മുഷ്ടി വീണ്ടും ചുരുട്ടി ഒരൊറ്റ ഇടി. നേരത്തേക്കാൾ ശക്തിയിലാണ് മാർക്ക് ഫെല്ലർ ആ ഗ്രില്ലിലേക്ക് വീണ്ടും ഇടിച്ചത്. അതിശക്തമായ ഫോർമേഷനാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കിന്റെ ആ ഇടി ആ ഫോർമേഷനിൽ പതിച്ചിട്ടും അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല. കാതടപ്പിക്കുന്ന ശബ്ദവും ഒരു കുലുക്കവും പക്ഷേ താഴെ നിലവറയിൽ അനുഭവപ്പെടുകയും ചെയ്തു. ജിൻസൺ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക്, വേണ്ട കേട്ടോ, അത് അങ്ങനെ പൊളിക്കാൻ പറ്റില്ല. അത് ശക്തമായ ഫോർമേഷനാണ്, വെറുതെ സമയം കളയണ്ട. അങ്ങനെ ജിൻസൺ വിളിച്ചു പറഞ്ഞപ്പോ ഗെവിനും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പ്ലീസ്, വേണ്ട കേട്ടോ. അവർ രണ്ടുപേരും ആവർത്തിച്ച് മാർക്കിനെ വിലക്കിയെങ്കിലും മാർക്ക് വീണ്ടും മുഷ്ടി ഒന്ന് ചുരുട്ടി ഒരൊറ്റ ഇടി. ശരിക്കും മാർക്കിന്റെ എൻറ്റയർ പവറും മാർക്ക് ആ ഇടിയിലേക്ക് കൊടുത്തു എന്ന് പറയാം. പക്ഷെ എന്നിട്ടും ആ ഫോർമേഷൻ തകർന്നില്ല. ആ ഫോർമേഷൻ അകത്തുള്ള ഗ്രില്ല് അതുപോലെ തന്നെ നിൽക്കുകയാണ്. മാർക്ക് വീണ്ടും കൈ ചുരുട്ടിയതും ഒരു പ്രായമുള്ള മനുഷ്യൻ മാർക്കിന്റെ അടുത്തേക്ക് ഓടി വന്നു. ഹലോ മാർക്ക്, പ്ലീസ് ഒന്ന് നിർത്താവോ? ആരാ നിങ്ങൾ? മാർക്ക്, പ്ലീസ്, വെറുതെ ആ ഗ്രില്ലിലോട്ട് ഇടിച്ചുകൊണ്ട് കാര്യമില്ല. അത് ഒരു ഡിവൈൻ ലെവൽ
ഫോർമേഷനാണ്. മാർക്ക്, നിങ്ങൾ വിചാരിച്ചാൽ അത് പൊളിക്കാൻ പറ്റില്ല. മാർക്കിനിപ്പോ ഈ നിലവറ തുറക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ടീം ലീഡർ സഹീർ വരുമ്പോൾ താങ്കൾക്ക് സഹീറിനോട് സംസാരിച്ച് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ്. ആ പ്രായമുള്ള മനുഷ്യൻ അങ്ങനെ മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്ക് ഒന്ന് അടങ്ങി. മാർക്ക് അയാളോട് ചോദിച്ചു, സഹീർ എവിടെ? മാർക്ക്, ടീം ലീഡർ സഹീർ ഒരു ആവശ്യമായി പുറത്തു പോയിരിക്കുകയാണ്. 2 ദിവസം കഴിയുമ്പോൾ സഹീർ തിരിച്ചു വരും. മാർക്കിന് അത്രയും സമയം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായും സഹീർ വരുമ്പോൾ കാണാൻ കഴിയും. ടീം ലീഡർ സഹീർ വന്നാലേ ഇനി ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനോട് തീർത്തു പറയുകയാണ്. അത് കേട്ടതും മാർക്ക് നിശബ്ദനായി അവിടെ നിൽക്കണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ മാർക്കിന് റൂം അറേഞ്ച് ചെയ്യും, മാർക്ക് റെസ്റ്റ് എടുക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മാർക്കിനെ വിളിച്ചുകൊണ്ട് ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ അകത്തേക്ക് നടന്നു. അവിടെ ഹണ്ടേഴ്സിന് വേണ്ടി ഇഷ്ടംപോലെ മുറികളുണ്ട്. മാർക്കിന് ഒരു നല്ല മുറി അയാൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ മുറിയിൽ മാർക്കിനെ ആക്കിയതിനു ശേഷം അയാൾ അതിവേഗം നടന്നെത്തിയത് ആ നിലവറയുടെ അടുത്തേക്കാണ്. നിലവറയുടെ അടുത്ത് വന്ന അയാൾ കുനിഞ്ഞ് ആ ഗ്രില്ലിന്റെ ഭാഗത്തേക്ക് സസൂക്ഷ്മം ഒന്ന് നോക്കി. അയാൾക്കൊരു സംശയം നേരത്തെ തന്നെ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഓടി വന്ന് ആ ഗ്രില്ല് പരിശോധിച്ചത്. ആ ഗ്രില്ലിൽ പരിശോധന നടത്തിയ ആ മനുഷ്യന്റെ മുഖം ശരിക്കും വിളറി. അവിടെ വളരെ നേർത്ത അളവിൽ ഒരു പൊട്ടൽ വീണിരിക്കുകയാണ്. ഓയിൽ ലെവലിലെ ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ മാർക്ക് അവിടെ നേടിയിരിക്കുന്നത്. റിട്ടേൺ ടു ഓൾഡ് സ്റ്റേജിലെ ആളുകൾ അവരുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് പഞ്ച് ചെയ്താൽ ആ ഫോർമേഷൻ തകരും. മാർക്ക് ഇത് ആ ഫോർമേഷൻ ഇടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. 4ാമത് ഒരു തവണ കൂടി മാർക്ക് ഇടിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആ ഫോർമേഷൻ തകർന്നനെ, ആ ഗ്രില്ല് ചിതറിയനെ. ആ പ്രായമുള്ള മനുഷ്യന് അത് ഉറപ്പാണ്. അയാൾക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് അയാൾ യഥാർത്ഥത്തിൽ മാർക്കിനെ അവിടെ നിന്ന് വിളിച്ചു മാറ്റിയത്. ആ പൊട്ടലിൽ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ ഒരു വിറയൽ അയാൾ പോലും അറിയാതെ അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ കടന്നു വരികയാണ്. മാർക്കിന്റെ ശക്തി അയാളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. 2 ദിവസം കഴിഞ്ഞ് സഹീർ എത്തു. 2 ദിവസം ആ ഹണ്ടിങ് ഓർഗനൈസേഷനകത്ത് തങ്ങാൻ നിർബന്ധിതനായ മാർക്ക് ഫെല്ലർ ആ സമയം ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നു. മാർക്ക് നിലവറയിൽ നിന്ന് ലേലത്തിൽ പിടിച്ച ആ ശവപ്പെട്ടി എടുത്ത് പുറത്തേക്ക് വെച്ചു. മാർക്ക് ആ ശവപ്പെട്ടിയുടെ മൂടി തുറന്നു. ഒരു ആചാര ബാഹു ആ ശവപ്പെട്ടിക്കകത്ത് അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. ആ ബോഡി ലേലം നടക്കുന്ന സമയത്ത് മാർക്ക് സ്ക്രീനിൽ വ്യക്തമായി കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ മാർക്ക് കാണുന്നത് കൺമുന്നിലാണ്. സ്വന്തം നേത്രങ്ങളിലൂടെയാണ് മാർക്ക് ആ കാഴ്ച ഇപ്പൊ കാണുന്നത്. മാർക്ക് ആ ബോഡിയിൽ പതുക്കെ ഒന്ന് സ്പർശിച്ചു. നല്ല തണുത്തുറഞ്ഞ ബോഡിയാണ് അതിനകത്ത് കിടക്കുന്നത്. ആ ബോഡിയിലേക്ക് സ്പർശിച്ച മാർക്കിന്റെ കൈ ആ ഷോൾഡറിൽ തൊട്ടിട്ടും താഴോട്ട് താഴുന്നില്ല. ഉരുക്കിനേക്കാൾ ബലം ആ കൈക്കുണ്ട്. മാർക്ക് ഒന്ന് പ്രസ് ചെയ്തു. ശരിക്കും ബലം കൊടുത്ത് പ്രസ് ചെയ്തിട്ടും മാർക്കിന്റെ കൈക്ക് ആ ഷോൾഡറിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റിയില്ല. മാർക്ക് കൈ അയാളുടെ വയറിന്റെ ഭാഗത്തേക്ക് വെച്ചു. അവിടെ ഒന്ന് താഴ്ത്തി. ഒരു അനക്കവുമില്ല. മാർക്ക് ആ ബോഡിയിൽ പല ഭാഗത്തും പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഉരുക്ക് പോലെ ആ ബോഡി ഇങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഉരുക്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രൂപം എന്നേ ആ ബോഡിയെ ഇപ്പൊ വിളിക്കാൻ പറ്റും. അത്ര ബലം ആ ബോഡിക്കുണ്ട്. ആ ബോഡിയുടെ ആ ഉറപ്പ് ബോധ്യപ്പെട്ട മാർക്ക് ഫെല്ലർ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ബുദ്ധൂസിന് ഈ ബോഡി കിട്ടുമ്പോൾ ശരിക്കും സന്തോഷമാവും. ഏയ് ബുദ്ധൂസ്, നീ എപ്പോഴാ ഉറക്കം ഉണരുക? മാർക്ക് ഫെല്ലറുടെ ഡിവൈൻ സെൻസിനകത്ത് കുടിയേറിയിരിക്കുന്ന ബുദ്ധൂസ് കുറെ നാളുകളായി ഉറക്കത്തിലാണ്. ആ ഡിവൈൻ സിറ്റിയിൽ ആ ഫോർമേഷൻ സൃഷ്ടിക്കാൻ മാർക്കിനെ സഹായിച്ച ബുദ്ധൂസ് ശരിക്കും തളർന്നു പോയിരുന്നു. അയാൾ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ അയാൾക്ക് ഒരു ബോഡി കൊടുക്കണം. അങ്ങനെ മാർക്ക് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇപ്പോ ഇതാ അനുയോജ്യമായ ഒരു ബോഡി കിട്ടിയിരിക്കുകയാണ്. ബുദ്ധൂസ് ഉറക്കമണിയിക്കുമ്പോൾ ആ ബോഡി കൊടുക്കാമെന്ന് കരുതി മാർക്ക് ആ ബോഡി ആ ശവപ്പെട്ടിയുടെ കവർ അടച്ച് അതിനെ വീണ്ടും നിലവറയിലേക്ക് മാറ്റി. ശവപ്പെട്ടി നിലവറയിലേക്ക് മാറ്റിയ മാർക്ക് ഫെല്ലർ നിലവറയ്ക്കുള്ളിൽ നിന്ന് ജൂ മാർക്കിന് കൊടുത്ത ആ ചെറി പോലുള്ള വലിയ പഴം ഒരെണ്ണം എടുത്ത് പുറത്തേക്ക് വെച്ചു. അതോടൊപ്പം മാർക്ക് ആ ഹുവാൻചി മൗണ്ടനിലെ ഫ്ലെയിമും എടുത്ത് പുറത്തേക്ക് വെച്ചു. അത് രണ്ടും മാർക്കിന്റെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാൻ ശേഷിയുള്ള 2 സാധനങ്ങളാണ്. മാർക്കിന്റെ നിലവറയിൽ ഇഷ്ടംപോലെ പഴങ്ങൾ ഇരിപ്പുണ്ട്. ആ പഴം മാർക്ക് അങ്ങനെ സൂക്ഷിക്കുകയാണ്. മാർക്കിന്റെ കൺമുന്നിൽ ആ കാഴ്ച കണ്ടിട്ടുണ്ട്. ജൂ ആ പഴം കഴിച്ചപ്പോ ജൂവിന്റെ ബോഡിയിലേക്ക് ഊർജ്ജുവിനെ ഇടിച്ചു കയറി വരുന്നത്. ഒരാളെ അടുത്ത തലത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഉപയോഗമുള്ള ഒരു ഊർജ്ജ സോഴ്സാണ് ആ പഴമെന്ന് അന്നേ ജൂ മാർക്കിനോട് പറഞ്ഞതാണ്. മാർക്കിന് ആ പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയമായിട്ടില്ല എന്നൊരു തോന്നലുമുണ്ട്. അങ്ങനെ തോന്നിയതും മാർക്ക് ആ പഴം അങ്ങ് തിരിച്ചു വെച്ചു. അതുപോലെ തന്നെ ആ ഫ്ലെയിം മാർക്കിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ 18 ഡെഡ്ലി ഗോഡുകളും ഒന്നിച്ച് മാർക്കിനെ ആക്രമിച്ചപ്പോൾ
മാർക്കിനെ രക്ഷിച്ച ആ ഫ്ലെയിം അതൊരു സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയാം. ആ ഫ്ലെയിം കയ്യിലുള്ളതിന്റെ ഒരു അഹങ്കാരം മാർക്കിനുണ്ടെന്ന് കൂട്ടിക്കും. പക്ഷെ ആ ഫ്ലെയിം മാർക്കിന്റെ ബോഡി സംരക്ഷിക്കാൻ മാത്രമല്ല, മാർക്കിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് മാർക്കിന് അറിയാം. അതിനെ മാർക്ക് വിഴുങ്ങിയാൽ മതി. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് അതും തിരിച്ചു വെച്ചതിന് ശേഷം നിലവറയ്ക്കുള്ളിൽ നിന്ന് ആ അയൺ റോഡ് പുറത്തെടുത്തു. ആ അയൺ റോഡ് മാർക്കിനെ ആ ട്രിബുലേഷൻ സമയത്ത് വല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചത്. ശരിക്കും ആ 4ാമത്തെ ട്രിബുലേഷൻ മാർക്കിന് ജീവൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളതായിരുന്നു. ആ ട്രിബുലേഷനിൽ നിന്ന് മാർക്ക് രക്ഷപ്പെട്ടത് ആ അയൺ റോഡിന്റെ സഹായത്താലാണ്. അതുപോലെ 5ഉം 6ഉം 7ഉം 8ഉം ട്രിബുലേഷനുകൾ ഒന്നിച്ച് വീണപ്പോൾ മാർക്കിനെ രക്ഷിച്ചത് ആ മാർക്ക് വെച്ച സ്ത്രീയുടെ ആ ശവപ്പെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ ആ ചിത്രമാണ്. ആ ചിത്രം മാർക്കിനെ രക്ഷിച്ചതിന് ശേഷം ചിതറിയ ട്രിബുലേഷൻ മാർക്കിന്റെ പുറത്ത് വീഴാൻ പോയപ്പോൾ മാർക്ക് ആ അയൺ റോഡ് ഉപയോഗിച്ച സ്വന്തം തടി രക്ഷിച്ചത്. അതിനെക്കുറിച്ച് ആലോചിച്ച മാർക്ക് ആ അയൺ റോഡിൽ പതുക്കെ തടവി നോക്കുകയാണ്. ആ ഇരുമ്പ് പാരയ്ക്ക് ഒരു പ്രത്യേകതയും മാർക്ക് കാണുന്നില്ല. പക്ഷേ അതിനെന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. ആ അയൺ റോഡ് തിരിച്ചു വെച്ച മാർക്കിന്റെ നിലവറയ്ക്കുള്ളിൽ നിന്ന് ഓരോ സാധനങ്ങളായി ഇങ്ങനെ എടുത്തെടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ സതേൺ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. യോങ്ജി അവസാനം ആ തീരുമാനമെടുത്തു. സതേൺ മേഖലയിൽ നിന്ന് നോർത്തേൺ മേഖലയിലേക്ക് കുടിയേറാനുള്ള തീരുമാനമാണ് യോങ്ജി എടുത്തത്. യോങ്ജി സതേൺ മേഖലയിൽ നിന്ന് നോർത്തേൺ മേഖലയിലേക്ക് പോയ വിവരം പല സ്ഥലത്തും അറിഞ്ഞപ്പോൾ ആളുകളൊക്കെ അമ്പരന്ന് പോവുകയാണ്. യോങ്ജി സതേൺ മേഖലയിലെ ശക്തരായ ഏതെങ്കിലും ആളുകളിൽ ഒരാളാണ്. 4 വട്ടന്മാരുടെ കഥ പറയുമ്പോൾ അതിലൊരാള് യോങ്ജിയാണ്. ആ യോങ്ജിയാണ് ഇതാ സതേൺ പ്രൊവിൻസ് വിട്ട് നോർത്തേൺ പ്രൊവിൻസിലേക്ക് പോയിരിക്കുന്നു. ആ വാർത്ത സ്പ്രെഡായി വരുമ്പോൾ ഒരു വാർത്ത കൂടി ആളുകൾ തേടിയെത്തി. മറ്റു 2 വട്ടന്മാരായ ബാരോയും ഹാരിസ് ഫെങ്ങും കൂടി സതേൺ പ്രൊവിൻസിൽ നിന്ന് നോർത്തിലേക്ക് കുടിയേറിയെന്നുള്ള കഥയാണ് ഇപ്പൊ ആളുകൾ കേൾക്കുന്നത്. യോങ്ജിക്കൊപ്പം യോങ്ജിയുടെ ആ വളർത്തു മക്കളിൽ ബാലൻസ് ഉള്ള മുഴുവൻ ആളുകളും ഒന്നടങ്കം നോർത്തിലേക്ക് പോയിരിക്കുകയാണ്. ബാരോയുടെയും അതുപോലെ ഹാരിസ് ഫെങ്ങിന്റെയും ശിഷ്യന്മാരും അവർക്കൊപ്പം നോർത്തിലേക്ക് പോയിട്ടുണ്ട്. സതേൺ റീജിയനിലെ പ്രമുഖർ നോർത്തിലേക്ക് അങ്ങനെ ഒഴുകുന്ന വാർത്ത സതേൺ മേഖലയിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. ഒരു ഭയം എല്ലാ ആളുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സാക്ഷാൽ സഹീർ ഹണ്ടിങ് ഓർഗനൈസേഷനിൽ മടങ്ങിയെത്തുന്നത്. ഹണ്ടിങ് ഓർഗനൈസേഷനിൽ മടങ്ങിയെത്തിയ സഹീർ അയാളുടെ ഓഫീസിന് നേരെ നടക്കുമ്പോഴേക്കും ആ പ്രായമുള്ള മനുഷ്യൻ ഓടി സഹീറിന്റെ അടുത്തെത്തി. ടീം ലീഡർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ആ മാർക്ക് ഫെല്ലർ ഇവിടെ വന്നിട്ടുണ്ട്. മാർക്ക് എന്ന് കേട്ടപ്പോ ശരിക്കും ഒരു ഞെട്ടൽ സഹീറിനുണ്ടായി. പക്ഷെ അടുത്ത നിമിഷം തന്നെ അയാളൊന്ന് പുഞ്ചിരിച്ചു. അവൻ വന്നല്ലേ, അവനെ ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ആ വെളുത്ത നിറത്തിലുള്ള എല്ലുകൊണ്ടുണ്ടാക്കിയ വടിയിൽ അയാളൊന്ന് പിടിക്കുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ സഹീറിനോട് പറഞ്ഞു, സഹീർ ഭായ് എന്നോടൊപ്പം ഒന്ന് വരാവോ? എങ്ങോട്ട്? സഹീർ ഭായ് അത്യാവശ്യമാണ്, എന്നോടൊപ്പം വാ. അങ്ങനെ ആ പ്രായമുള്ള മനുഷ്യൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോ ടീം ലീഡർ സഹീർ അയാൾക്കൊപ്പം മുന്നോട്ട് നടന്നു. അവര് നടന്നെത്തിയത് ആ നിലവറയ്ക്ക് മുന്നിലാണ്. നിലവറയുടെ മുന്നിലെ ഗ്രില്ലിന് സമീപമെത്തിയ ആ പ്രായമുള്ള മനുഷ്യൻ സഹീറിനോട് പറഞ്ഞു, ടീം ലീഡർ സഹീർ ഭായ് ദാ ഇത് കണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ഗ്രില്ലില് ഒന്ന് തൊട്ടപ്പോ സഹീർ കൗതുകത്തോടെ ആ ഗ്രില്ലിലേക്ക് നോക്കി. സഹീർ ആ ഗ്രില്ലിൽ സൂക്ഷിച്ചു നോക്കിയിട്ടും അവിടെ ഒന്നും കാണുന്നില്ല. സഹീർ ദേഷ്യത്തോടെ ആ പ്രായമുള്ള മനുഷ്യനോട് ചോദിച്ചു, നീ എന്താ കാണിക്കുന്നത്? നീ എന്താ പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? തുരുതുര സഹീർ ചോദ്യം ചോദിച്ചതും ആ പ്രായമുള്ള മനുഷ്യൻ സഹീറിനോട് പറഞ്ഞു, ടീം ലീഡർ സഹീർ ഭായ്, ഈ ഗ്രില്ലിൽ മാർക്ക് ഫെല്ലർ അവന്റെ മുട്ടുപയോഗിച്ച് ആഞ്ഞിടിച്ചിരുന്നു. അത് കേട്ടപ്പോൾ സഹീർ അങ്ങ് ചിരിച്ചു. മണ്ടൻ, ഈ ഫോർമേഷൻ തകർക്കാൻ അവന് പറ്റില്ലെന്ന് അവൻ അറിയത്തില്ലേ? അവന്റെ കൈ ഒടിഞ്ഞു കാണും അല്ലേ? സഹീർ ഭായ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്, ദാ ഇതൊന്ന് നോക്കി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ മുട്ടുകുത്തി അവിടെ ഇരുന്നതും സഹീറും അയാൾക്കൊപ്പം അവിടെ മുട്ടുകുത്തി. അയാൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നോക്കിയ സഹീറിന്റെ കണ്ണ് പുറത്തേക്കിങ്ങനെ തള്ളി വരികയാണ്. ശരിക്കും ഒരു പൊട്ടൽ ആ വാതിലിൽ പൂർണ്ണമായും അങ്ങോട്ടും ഇങ്ങോട്ടും വീണിട്ടുണ്ട്. അടുത്ത് വന്ന് നോക്കിയാലേ ആ പൊട്ടൽ കാണാവൂന്ന് മാത്രം. കറുത്ത നിറത്തിലുള്ള ഗ്രില്ലായതുകൊണ്ട് അതിനിടയിലുള്ള പൊട്ടൽ അല്പം ദൂരെ നിന്ന് നോക്കുന്ന ഒരാളുടെയും ശ്രദ്ധയപ്പെടത്തില്ല. ശരിക്കും ആ ഗ്രില്ല് 2ആയി പിളർന്നിരിക്കുകയാണ്. ആ പിളർപ്പ് കണ്ട സഹീർ അറിയാതെ ആ ഗ്രില്ലിൽ പിടിച്ചു പോവുകയാണ്. ശരിക്കും ഒരു ഭയം പെട്ടെന്ന് അയാളുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആ ഗ്രിൽ ഇടിച്ച് പൊളിക്കാൻ മാർക്ക് ഫെല്ലർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവന്റെ കയ്യിലിരിക്കുന്ന ആ വെളുത്ത എല്ലുകൊണ്ടുള്ള വടി ഇനി മാർക്കിന് മുന്നിൽ ഉപയോഗപ്പെടില്ല. അങ്ങനെ ഒരു തോന്നലാണ് ആ നിമിഷത്തിൽ സഹീറിന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. സഹീർ ഗ്രില്ലിൽ പിടിച്ച് പതുക്കെ എണീറ്റു. ഒരു നിമിഷം എന്തോ ആലോചിച്ച് സഹീർ തിരിഞ്ഞ് കൈ ഉയർത്തി ഒരൊറ്റയാടി. ആ ഗ്രില്ല്
പരിശോധിച്ചുകൊണ്ട് എണീക്കുകയായിരുന്ന ആ പ്രായമുള്ള മനുഷ്യന്റെ തലയിലാണ് സഹീറിന്റെ കൈ പതിച്ചത്. ആ നിമിഷത്തിൽ തന്നെ ആ പ്രായമുള്ള മനുഷ്യൻ നേരെ താഴേക്ക് വീണു. അവന്റെ തല അടിച്ച് ചിതറിക്കാനൊന്നും സഹീർ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ആ ഒറ്റ അടിയിൽ ആ പ്രായമുള്ള മനുഷ്യന്റെ ബോധം കെടുത്താൻ സഹീറിന് പറ്റി. ആ മനുഷ്യൻ ബോധം കെട്ട് താഴെ വീണതും സഹീർ അവനെ വലിച്ചെടുത്തുകൊണ്ട് താഴേക്ക് നടന്നു തുടങ്ങി. സഹീർ അവിടെ എത്തിയതും ആ പ്രായമുള്ള മനുഷ്യനുമായി സംസാരിച്ചതും അവർ രണ്ടും കൂടി ആ നിലവറയുടെ ഭാഗത്തേക്ക് പോയതും ആരുടെയും ശ്രദ്ധയപ്പെട്ടിട്ടില്ല. സഹീർ വരുന്ന വഴി തന്നെ ആ പ്രായമുള്ള മനുഷ്യൻ കാത്തു നിന്നതുകൊണ്ടാണ് അയാൾക്ക് മറ്റാരുടെയും ശ്രദ്ധയപ്പെടുന്നതിന് മുന്നേ സഹീറിനോട് കാര്യം പറയാൻ പറ്റിയത്. സഹീർ ടീം ലീഡറാണ്. ടീം ലീഡർ ഒരാളെയും വലിച്ചിഴച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന കാഴ്ച കണ്ട ഹണ്ടിങ് ഓർഗനൈസേഷൻ ആളുകൾ ഓടി സഹീറിന്റെ അടുത്തേക്ക് എത്തി. ടീം ലീഡർ, എന്താ ഇത്? അങ്ങനെ ആളുകൾ ചോദിച്ചതും സഹീർ അവരോട് ചോദിച്ചു, എവിടെ മാർക്ക് ഫെല്ലർ? മാർക്ക് ഫെല്ലർ വന്ന കാര്യം സഹീർ അറിഞ്ഞിരിക്കുന്നു. ആ ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. ടീം ലീഡർ മാർക്ക് അകത്ത മുറിയിലുണ്ട്. ടീം ലീഡർ സഹീറിന് മാർക്കിനോടുള്ള ദേഷ്യം അവർക്ക് എല്ലാവർക്കും അറിയാം. സഹീറിന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇപ്പോ വിഷയമാണെന്നും അവർക്കറിയാം. സഹീറിന്റെ കയ്യിലിരിക്കുന്ന ആ വെളുത്ത എല്ലുകൊണ്ടുള്ള ആ വടി, അത് അവരെല്ലാം ഭയപ്പെടുത്തുന്ന ഒരു ആയുധമാണ്. ആ ആയുധം സഹീറിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം സഹീർ അജയ്യനാണ്. അക്കാര്യം അറിയാവുന്ന ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ ആളുകൾ മാർക്ക് കിടന്ന മുറിയിലേക്ക് സഹീറിനെ നയിച്ചു. അല്പസമയത്തിനകം ഒരു ആൾക്കൂട്ടമായി സഹീർ മാർക്ക് ഫെല്ലറുടെ മുറിയുടെ മുന്നിലെത്തി. അയാൾ ഉറക്കെ വാതിൽ തട്ടി. ശബ്ദം കേട്ട് മാർക്ക് വാതിൽ തുറക്കുമ്പോൾ മാർക്ക് കാണുന്നത് ഒരു ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സഹീറിനെയാണ്. സഹീറിനെ കണ്ടതും മാർക്ക് സഹീറിനോട് ചോദിച്ചു, ഏയ് നീ എത്തിയല്ലേ? മാർക്ക് ശരിക്കും ദേഷ്യത്തിലാണ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും സഹീർ അയാളുടെ കയ്യിൽ തൂക്കിയിരുന്ന ആ പ്രായമുള്ള മനുഷ്യനെ മാർക്കിന്റെ മുന്നിലേക്ക് വലിച്ചൊരേറി. മാർക്ക്, നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചത് ഇയാളാണ്. തന്റെ മുന്നിലേക്ക് ബോധരഹിതനായി വീണ ആ പ്രായമുള്ള മനുഷ്യനെ കണ്ട മാർക്ക് കൗതുകപൂർവ്വം ആ പ്രായമുള്ള മനുഷ്യനെ ഒന്ന് നോക്കി. സഹീറിന്റെ ആ പ്രവൃത്തി സഹീറിന്റെ പുറകെ അവിടെ എത്തിയ ആളുകളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഹണ്ടേഴ്സിന് സഹീറും മാർക്കും തമ്മിലുള്ള വിഷയം നന്നായി അറിയാം. ആ സഹീർ ഇതാ മാർക്കിനോട് വളരെ സൗമ്യതയിൽ സംസാരിച്ചിരിക്കുകയാണ്. മാർക്ക് അത്ഭുതത്തോടെ സഹീർ നോക്കുമ്പോൾ സഹീർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ തമ്മിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാലങ്ങൾക്ക് മുന്നെയാണ്. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. മാർക്ക്, നമുക്ക് ഈ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നിച്ച് നിൽക്കാം. അതല്ലേ നല്ലത്. സഹീർ എന്തോ പ്ലാൻ ചെയ്യുകയാണെന്ന് അത് കേട്ടപ്പോ മാർക്കിന് മനസ്സിലായി. മാർക്ക് ചിരിച്ചുകൊണ്ട് സഹീറിനോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിൽ ഞാനായിട്ട് എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, എനിക്ക് ആ ജിൻസിനെയും ഗെവിനെയും എന്റെ മുന്നിൽ കിട്ടണം. മാർക്ക്, അതാണോ വിഷയം? അതിനുള്ള നടപടികൾ ഞാൻ എടുക്കാം. സഹീർ, അത് പറ്റില്ല. എനിക്ക് ഇപ്പോ ഈ നിമിഷത്തിൽ അവരെ എന്റെ മുന്നിൽ കിട്ടണം. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും സഹീർ അയാളുടെ കൈ ഒന്ന് അനക്കി. ആ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ സീല് പോലെ ഒരു സംഭവം പുറത്തേക്ക് വന്നു. ഒരു ചതുരാകൃതിയിലുള്ള ഏകദേശം ഒരു 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു സീലാണ് അയാളുടെ കയ്യിലേക്ക് വന്നത്. ആ സീല് കയ്യിലെടുത്ത സഹീർ ആ സീലിലേക്ക് അയാളുടെ വലത്ത് കയ്യിലിരിക്കുന്ന ആ വെളുത്ത എല്ല് കൊണ്ടുള്ള വടി ഒന്ന് ചേർത്ത് പിടിച്ചു. ആ നിമിഷത്തിൽ ഒരു വെളുത്ത പ്രകാശം അതിശക്തമായി ആ പേപ്പർ പോലെ ഇരിക്കുന്ന മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ആ സീലിലേക്ക് ഒന്ന് ഇടിച്ചു കയറി. തൽഫലമായി ആ സീൽ ഒന്ന് തിളങ്ങി. ആ സീല് നന്നായിട്ടൊന്ന് തിളങ്ങിയതും സഹീർ ആ സീല് അടുത്ത് നിൽക്കുന്ന രജിസ്ട്രേഷൻ ചുമതലയുള്ള ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തു. നീ ഈ സീൽ ഉപയോഗിച്ച് നിലവറ തുറന്ന് അവർ രണ്ടുപേരും പുറത്തിറക്കുക. കേൾക്കേണ്ട താമസം കൗണ്ടറിലെ ചുമതലയുള്ള ചെറുപ്പക്കാരൻ ആ സീലുമായി നിലവറയുടെ ഭാഗത്തേക്ക് ഓടി. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജിൻസനും ഗെവിനുമായി ആ ചെറുപ്പക്കാരൻ മടങ്ങിയെത്തി. ഗെവിനും ജിൻസനും മുന്നിലുള്ള ആൾക്കൂട്ടത്തെ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. നിലവറയ്ക്കുള്ളിൽ കിടന്ന് മരണം വരിക്കേണ്ടി വരുമെന്ന് അവർ രണ്ടുപേരും കരുതിയിരിക്കുമ്പോഴാണ് നേരത്തെ മാർക്ക് ഫെല്ലർ അവിടെ എത്തുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതും. ഇപ്പൊ ഇത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരെ നിലവറയിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഒരു പിടിയുമില്ലാത്ത അവർ രണ്ടുപേരും ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, കണ്ടിട്ട് എത്ര നാളായി? ശരിക്കും സന്തോഷത്തോടെ ഗെവിനും ജിൻസനും മാർക്കിന്റെ അടുത്ത് ചേർന്ന് നിന്നപ്പോ സഹീർ അവരോട് പറഞ്ഞു, കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. മാർക്ക്, നിന്നോട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് സത്യമാണ്. ശരിക്കും അക്കാര്യത്തിൽ എനിക്കിപ്പോ വിഷമമുണ്ട്. പലതും ഞാൻ പോലും അറിയാതെ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഈ വ്യക്തിയാണ് എന്നെ പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചത്. തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന ആ പ്രായമുള്ള മനുഷ്യനെ ചൂണ്ടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. സഹീർ പറഞ്ഞു കേട്ടപ്പോ സകല ആളുകളും തറയിൽ കിടക്കുന്ന ആ പ്രായമുള്ള മനുഷ്യൻ നോക്കുകയാണ്. ആ ഹണ്ടിങ് ഓർഗനൈസേഷനിൽ എല്ലാവരും അയാളെ അറിയും. അയാൾ ഹണ്ടിങ് ഓർഗനൈസേഷനിൽ പണ്ടേ ഉള്ള കഥാപാത്രമാണ്. അധികം ആരുടെയും ശ്രദ്ധയപ്പെടാതെ അയാളുടെ ആക്ടിവിറ്റിയുമായി പതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ പ്രായമുള്ള മനുഷ്യൻ. അയാളെയാണ് സഹീർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ആളുകൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവിക്കുന്നത്. സഹീറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മനമാറ്റം
അവരാരും പ്രതീക്ഷിച്ചതുമില്ല. പെട്ടെന്ന് സഹീർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാന് മാർക്കിനെ കണ്ട സന്തോഷം ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിക്കുകയാണ്. മാർക്ക്, ദയവായി എന്റെ മുറിയിലേക്ക് ഒന്ന് വരാവൂ, നമുക്ക് ചായ കുടിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അങ്ങനെ സഹീർ മാർക്കിനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ മാർക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് സമ്മതിച്ചു. മാർക്കിനോട് യാത്ര പറഞ്ഞ് സഹീറിന്റെ മുറിയിലേക്ക് നടന്നു. ടീം ലീഡറുടെ മുറി വളരെ വിശാലമായ മുറിയാണ്. സഹീർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആളുകളൊക്കെ നടന്നു വന്ന് സഹീറിനെയും അവിടെ നിൽക്കുന്ന മാർക്കിനെയും മാറി മാറി നോക്കുകയാണ്. അവർ തമ്മിലുള്ള ആ ഉടക്ക് ഇത്ര രമ്യതയിൽ അവസാനിക്കുമെന്ന് അവരാരും കരുതിയിരുന്നില്ല. ആളുകൾ മാർക്കിനെയും സഹീറിനെയും മാറി മാറി നോക്കിയിട്ട് അവരവരുടെ ജോലിയിലേക്ക് പിരിഞ്ഞു. ഇപ്പൊ മാർക്കും ജിൻസനും ഗെവിനും മാത്രമാണ് മാർക്കിന്റെ മുറിയുടെ മുന്നിലുള്ളത്. തറയിൽ കിടന്ന ആ പ്രായമുള്ള ആളെ മറ്റാളുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ്. സകലരും പോയി കഴിഞ്ഞു ഉറപ്പായതും ജിൻസൺ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്തൊക്കെ ഈ സംഭവിക്കുന്നത്? ഏയ് ജിൻസൺ, ഇതൊക്കെ ആ സഹീറിന്റെ ഒരു അടവല്ലേ? അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് കേട്ടതും ഗെവിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശ്രദ്ധിക്കണം, എനിക്കറിയാവുന്ന കാര്യം വെച്ച് ഞാൻ പറയാം, അവൻ തികഞ്ഞ അപകടകാരിയാണ്. ഗെവിൻ അത് പറഞ്ഞതും ജിൻസൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ചതിയിൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല, അതുകൊണ്ട് ഒരു ശ്രദ്ധ വേണേ. മാർക്കിനെ സഹീറിന്റെ മുറിയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. ആ മുറിയിലേക്ക് സഹീർ മാർക്കിനെ ഇൻവൈറ്റ് ചെയ്തത് മാർക്കിനെ ചതിക്കാനായിരിക്കുമെന്നൊരു തോന്നൽ ഗെവിനും അതുപോലെ ജിൻസനും ഉണ്ട്. അവർ രണ്ടുപേരും അവരുടെ ഭയം മാർക്കുമായി പങ്കുവെച്ചതും മാർക്ക് അവരോട് പറഞ്ഞു, നോക്കാം, ഏതുവരെ പോകും നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ സഹീറിന്റെ മുറിക്ക് നേരെ നടന്നു. മാർക്ക് സഹീറിന്റെ മുറിയിൽ എത്തുമ്പോ സഹീർ ചായ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മാർക്കിനെ കണ്ടതും ചിരിച്ചുകൊണ്ട് സഹീർ പറഞ്ഞു, ബാ മാർക്ക്, ഇരിക്കെ, ഞാനേ ഒരു ചായ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സഹീർ 2 കപ്പിലേക്ക് മുന്നിലിരിക്കുന്ന ഫ്ലാസ്കിൽ നിന്ന് ചായ ഒഴിച്ചു വെച്ചു. അതിൽ ഒരു കപ്പ് സഹീർ മാർക്കിന് മുന്നിലേക്ക് നീക്കി വെച്ചു. അതിനുശേഷം അയാള് മാർക്കിനെതിരെയുള്ള കസേരയിരുന്നു. മറ്റേ കപ്പ് അയാളും കയ്യിലെടുത്തു. ചായ കയ്യിലെടുത്ത സഹീർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. സത്യത്തിൽ മാർക്ക്, എനിക്ക് നിന്നോട് ഒരു തരത്തിലുള്ള വിരോധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് അതൊക്കെ സംഭവിച്ചു പോയതാണ്. അന്ന് എന്നെ ടീം ലീഡർക്ക് എതിരായി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ ആ ഹെവൻലി ക്ലൗഡ് സെഷൻകാരും നേരത്തെ ഞാൻ കാണിച്ച ആ പ്രായമുള്ള മനുഷ്യൻ ചേർന്നാണ്. അവരുടെ ആ കെണിയിൽ ഞാൻ പെട്ടുപോയതാണ്. സഹീർ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെന്ന് അത് കേൾക്കുന്ന മാർക്കിനും അറിയാം. മാർക്ക് സഹീർ പറഞ്ഞത് കേട്ടതും ചായക്കപ്പ് കയ്യിലെടുത്തു. സഹീറും മാർക്കും ചായ കുടിച്ചു തുടങ്ങി. മാർക്ക് ആ ചായക്കപ്പിൽ നിന്ന് ഏകദേശം പകുതി കുടിച്ചതും സഹീർ ഒന്ന് ചിരിച്ചു. ഹേ മാർക്ക്, നീ ശരിക്കും ഒരു വിഡ്ഢിയാണല്ലേ? സഹീർ, നീ എന്താ അങ്ങനെ ചോദിച്ചത്? മാർക്ക്, നിനക്ക് എന്നെ ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ? ഞാൻ നിന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തത് നിന്നെ അപകടപ്പെടുത്താനായിരിക്കുമെന്ന് നീ എന്താ കരുതാത്തത്? ആ ചോദ്യം കേട്ടപ്പോ മാർക്ക് സഹീറിനോട് ചോദിച്ചു, സഹീർ, നീ എന്താ ഈ പറയുന്നത്? മാർക്ക്, സോറി, നീ ഇപ്പൊ കുടിച്ചത് ശരിക്കും വിഷമാണ്. അത് കേട്ടതും മാർക്ക് അവനോട് ചോദിച്ചു, അല്ല, നീ അതേ ഫ്ലാസ്കിൽ നിന്നല്ലേ നിന്റെ കപ്പിലേക്കും ചായ ഒഴിച്ചത്? അപ്പൊ നീ വിഷമാണോ കുടിച്ചത്? മാർക്ക്, ഞാൻ യഥാർത്ഥത്തിൽ ഈ ചായ മുഴുവൻ അങ്ങ് കുടിച്ചില്ല. എന്റെ കവിളിൽ ഇതാ ഈ ചായ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചായ അവൻ ആ കപ്പിലേക്ക് അങ്ങ് തുപ്പി. അവൻ കുടിച്ച മുഴുവൻ ചായയും അതുപോലെ ആ കപ്പിലേക്ക് വന്ന് വീഴുകയാണ്. ആ കപ്പിലേക്ക് ആ ചായ മുഴുവൻ വീണതും മാർക്ക് ഫെല്ലർ അറിയാതെ കസേരയിൽ പുറകോട്ട് ചാരിപ്പോവുകയാണ്. ആ ചായ കുടിച്ച മാർക്ക് ഇതാ വീണ് കഴിഞ്ഞു. ആ കാഴ്ച കണ്ടതും സഹീറിന് ആ കാര്യം ഉറപ്പായി. ആ കാഴ്ച കണ്ടതും സഹീർ ശരിക്കും ചിരിച്ചു പോവുകയാണ്. മാർക്ക് ഫെല്ലർ, നീ വലിയ സംഭവമാണെന്നൊക്കെ ഈ സദൻ മേഖലയിൽ പലരും പറയുന്നത് ഞാനും കേട്ടായിരുന്നു. എന്ത് സംഭവം? ഒരു ചായയിൽ അല്പം വിഷം കലർത്തിയപ്പോ അവസാനിച്ച് നിന്നെയാണോടാ ഇവിടെ സംഭവം എന്ന് പറയുന്നത്? കൊള്ളാം. മാർക്ക്, നിനക്കറിയുമോ, ഞാൻ ആദ്യമായിട്ടൊന്നും അല്ല ഇതുപോലെ ഒരാളെ ചതിക്കുന്നത്. നമ്മുടെ ടീം ലീഡർ ഉണ്ടല്ലോ, ടീം ലീഡറെ ഞാൻ ചതിച്ചതും ഇതുപോലെ ചായയിൽ വിഷം കലർത്തി കൊടുത്തിട്ടാണ്. ആ എന്നോടാണ് നീ കളിക്കുന്നത്. ഇടാ, ചതിയിൽ എന്നെ മറികടക്കാൻ ഈ ഹെവൻലി റീജിയനിൽ ആരും ഉണ്ടാവില്ല. അതാണ് ഞാൻ ചതിയിലൂടെയാണ് ഞാൻ അധികാരം പിടിച്ചത്. ആ അധികാരം നിലനിർത്താൻ ഞാൻ ചതി തന്നെയാണ് ഉപയോഗിക്കുക. അങ്ങനെ സഹീർ പറഞ്ഞതും പുറത്തെ വാതിൽ ആളുകൾ തള്ളി തുറന്നതും ഒരേ നിമിഷത്തിലാണ്. വാതിൽ തള്ളി തുറന്നത് സാക്ഷാൽ ഗെവിനും ജിൻസനും ചേർന്നാണ്. അവർ രണ്ടുപേരും ആ മുറിയിലേക്ക് ഓടിക്കേറുമ്പോൾ അവരെ കാണുന്നത് കസേരയിൽ ചാരിയിരിക്കുന്ന മാർക്ക് ഫെല്ലറെയാണ്. മാർക്കിന്റെ കണ്ണുകൾ ഏതാണ്ട് മയങ്ങി തുടങ്ങിയാണ്. മാർക്കിനെതിരെയുള്ള കസേരയിൽ ഇരിക്കുന്ന സഹീർ അവരോട് പറഞ്ഞു, ജിൻസൺ, നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു നിന്നെ മാർക്ക് ഫെല്ലർ രക്ഷിക്കുമെന്ന്. കണ്ടില്ലേ അവന്റെ അവസ്ഥ? ഇത്രയേ ഉള്ളൂടാ മാർക്ക് ഫെല്ലർ. അങ്ങനെ ജിൻസൺ പറയുമ്പോ ഗെവിൻ സഹീറിനോട് തട്ടിക്കേറാണ്. സഹീർ, നീ ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്തത്.
ഗെവിൻ അടങ്ങ്. ആ നിലവറ ഇപ്പോഴും അവിടെ ഉണ്ട്. ആ നിലവറയെക്കുറിച്ച് പറഞ്ഞ് ഗെവിനെയും ജിൻസിനെയും ഭയപ്പെടുത്താൻ സഹീറിന് എളുപ്പം പറ്റും. ശബ്ദം കേട്ട് ഒത്തിരിയേറെ ആളുകൾ അവിടെ വന്ന് നിൽപ്പുണ്ട്. അവരൊക്കെ അകത്ത് ആ കാഴ്ചയിലേക്ക് നോക്കി അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. സാക്ഷാൽ മാർക്ക് ഫെല്ലർ ആ കസേരയിൽ അങ്ങനെ ചാരി കിടക്കുകയാണ്. മാർക്കിന്റെ കണ്ണുകൾ ഏതാണ്ട് അടഞ്ഞു വരികയാണ്. ഈ നിമിഷത്തിൽ കസേരയിൽ നിന്ന് ചാടി എണീറ്റ സഹീർ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, ഏയ്, നിങ്ങൾക്കൊക്കെ ഈ ഹണ്ടിങ് ഓർഗനൈസേഷനിൽ മാർക്ക് പ്രശ്നമുണ്ടാക്കും എന്നൊരു പേടി ഉണ്ടായിരുന്നല്ലേ? ഇനി ഭയക്കേണ്ട കാര്യമില്ല, ഇതാ മാർക്ക് അവസാനിച്ചു കഴിഞ്ഞു. അങ്ങനെ സഹീർ പറഞ്ഞതും ഒരു ചിരി സഹീർ കേട്ടു. ആ ചിരി മറ്റാരുടേതുമല്ല, സാക്ഷാൽ മാർക്ക് ഫെല്ലറുടേതാണ്. കസേരയിൽ ചാരിയിരുന്ന മാർക്ക് ഇപ്പോ നേരെ ഇരിക്കുകയാണ്. ചിരിക്കുന്ന മാർക്കിനെ കണ്ടതും സഹീർ മാർക്കിനോട് ചോദിച്ചു, ഏയ്, നീ എന്താ ഇങ്ങനെ? അങ്ങനെ സഹീർ ചോദിച്ചതും മാർക്ക് ഫെല്ലർ തൊട്ടു മുന്നിലിരിക്കുന്ന കപ്പിലേക്ക് മാർക്കിനെ വാ കൊണ്ടുവന്നതും വാക്കകത്ത് നിന്ന് മാർക്ക് കുടിച്ച ചായ എല്ലാം കൂടി കപ്പിനകത്തേക്ക് വീണു. മാർക്ക് ആ ചായ ഇറക്കിയിട്ടില്ല എന്ന് വ്യക്തം. സഹീർ ഉപയോഗിച്ച അതേ ടെക്നിക്ക് മാർക്കും ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പകൽ പോലെ സ്പഷ്ടമാണ്. ആ കാഴ്ച കണ്ട സഹീർ ശരിക്കും ഒന്ന് കിടുങ്ങി. മാർക്ക്, നീ ആ വിഷം കുടിച്ചില്ലായിരുന്നു? സഹീർ, നിന്റെ ഈ നാടകം മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല എന്ന് നീ എങ്ങ് ധരിച്ചു അല്ലേ? സഹീർ, നീ ചതിയനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടെന്നാണോ നീ കരുതിയത്? എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു നിനക്ക്. നിന്റെ ഈ വിഷം പരിപാടി മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ലെന്നാണോ നീ കരുതിയത്? അങ്ങനെ മാർക്ക് ചോദിക്കുമ്പോഴേക്കും സഹീർ ശരിക്കും വിറച്ചു തുടങ്ങി. അവൻ പോലും അറിയാതെ അവന്റെ ആ വെളുത്ത എല്ലുകൊണ്ടുള്ള വടിയിൽ പിടിമുറുക്കുകയും ചെയ്തു. അവൻ ആ പിടി രണ്ട് കൈ കൊണ്ടും മുന്നിലേക്ക് പിടിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ സഹീറിനോട് പറഞ്ഞു, സഹീർ, നീ പറഞ്ഞത് മുഴുവൻ ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം കേട്ടു. നീ ടീം ലീഡറെ ചതിച്ചു വന്ന കാര്യം ഇപ്പോ എല്ലാവർക്കും അറിയാം. സഹീറാണ് ടീം ലീഡറെ ചതിച്ചു വന്നെന്ന് സഹീർ തന്നെയാണ് പറഞ്ഞത്. സഹീർ അത് പറയുന്ന സമയത്ത് ശരിക്കും ആ മുറിയുടെ പുറത്ത് ഗെവിനും ജിൻസനും മാത്രമല്ല ഉണ്ടായിരുന്നത്, മുഴുവൻ ഹണ്ടേഴ്സും അവിടെ നിൽക്കുകയായിരുന്നു. അവരവിടെ വരുത്തിയത് യഥാർത്ഥത്തിൽ ജിൻസനും ഗെവിനും ചേർന്നാണ്. മാർക്കിനെ അപകടപ്പെടുത്താൻ സഹീർ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ജിൻസനും ഗെവിനും ചേർന്ന് ആളുകളേക്ക് അവിടെ വിളിച്ചു വരുത്തിയത്. സകലരും താൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു എന്ന് മനസ്സിലായതും സഹീർ അവരോട് പറഞ്ഞു, ഏയ്, ഞാൻ അത് വെറുതെ പറഞ്ഞതാണ്. സഹീർ, നിങ്ങൾ വെറുതെ പറഞ്ഞതല്ല എന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പുറത്തു നിൽക്കുന്ന ഹണ്ടർമാരിൽ ഒരാൾ ഉറക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞതും ഹണ്ടേഴ്സിൽ പലരും സംസാരിച്ചു തുടങ്ങി. സകല ആളുകളും ഉറക്കെ സഹീറിനോട് സംസാരിച്ചു തുടങ്ങിയതും സഹീർ ആ വെളുത്ത എല്ലുകൊണ്ടുള്ള വടി മുന്നിലേക്കെടുത്ത് ഒന്ന് അനക്കിയതും ശക്തമായൊരു പ്രകാശം പുറത്തേക്ക് അടിച്ചു. അയാള് ആ പ്രകാശം പുറപ്പെടുവിക്കുന്ന ആ വടിയുമായി അതിവേഗമാണ് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയത്. സഹീറിന് എന്തൊരു ഭയം. മാർക്കിന്റെ അടുത്തുനിന്ന് ഓടി മാറാനാണ് അയാളുടെ ശ്രമം. ആ വെളുത്ത എല്ലിൻ വടിയുമായി സഹീർ പുറത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ മാർക്ക് തൊട്ടുപുറകിൽ ഓടി ഇറങ്ങുകയാണ്. മാർക്ക് സഹീറിനോട് പറഞ്ഞു, സഹീർ, ആ ബോൺ ക്ലബ് ഇവിടെ ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് ലഭിക്കുന്ന ശിക്ഷ ഒന്ന് കുറയും. മാർക്ക്, അത് വേണ്ട, എനിക്കറിയാം ഈ ബോൺ ക്ലബ് പിടിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ അവസാനിപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സഹീർ ആ മലയുടെ മുകളിലേക്ക് ഓടിക്കേറുമ്പോൾ മാർക്ക് ഫെല്ലറും അവനെ ഫോളോ ചെയ്ത് സഹീറിന്റെ തൊട്ടുമുന്നിലെത്തി. സഹീറിന്റെ തൊട്ടുമുന്നിലേക്ക് മാർക്ക് ഓടിക്കേറുമ്പോൾ സഹീർ ആ വൈറ്റ് ബോൺ ക്ലബ് അതിശക്തമായി ഒന്ന് വീശിയതും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്നു. ആ നിമിഷത്തിന് മാർക്കിന്റെ കൈയൊന്നനക്കി. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഇതിനിടയിൽ ഒരു സുവർണ പ്രകാശം വന്നു കഴിഞ്ഞു. ആ സെയിൻലി ബോഡിക്കൊപ്പം മാർക്കിന്റെ ബോഡിയിൽ ഒരു പച്ച കളറോട് വന്നു തുടങ്ങി. മാർക്ക് വജ്ര ബോഡിയും ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ആ വൈറ്റ് ബോൺ ക്ലബ് അതിശക്തമായ ഒരു ഓയിൽ ലെവൽ ആയുധമാണെന്ന് ജൂ മാർക്കിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഓർമ്മയുള്ളത് കൊണ്ടാണ് മാർക്ക് അതിവേഗം ബോഡി പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്തത്. മാർക്കിന്റെ ആ പ്രൊട്ടക്റ്റഡ് ബോഡിയുടെ അടുത്തേക്ക് ആ പ്രകാശം പാഞ്ഞു വരുമ്പോഴാണ് മാർക്കിന്റെ അബ്സല്യൂട്ട് ബിഗിനിങ് സെക്കൻഡ് ഫിസ്റ്റ് മാർക്ക് ആ പ്രകാശത്തിന് നേരെ കൊടുത്തത്. ആ പ്രകാശത്തിൽ മാർക്കിന്റെ ആ പഞ്ച് പതിച്ചതും ആ പ്രകാശം ഒന്ന് ചിതറി. ഈ കാഴ്ച സഹീറിനെ ശരിക്കും ഞെട്ടിച്ചു. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയം ഉണ്ട്. മാർക്ക് ആ നിലവറയുടെ ഗേറ്റ് ഇടിച്ച് തകർത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സഹീർ അവന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തന്റെ കയ്യിലുള്ള ആ വൈറ്റ് ബോൺ ക്ലബിന്റെ കപ്പാസിറ്റിയെ മാർക്ക് ഫെല്ലർ മറികടക്കുമെന്ന് ഒരു തോന്നൽ സഹീറിന് ഉണ്ടായതുകൊണ്ടാണ് സഹീർ ഓടി മാറിയത്. ഇപ്പോ ആ തോന്നൽ ഇതാ യാഥാർത്ഥ്യമാവുകയാണ്. ഭയന്നുപോയ സഹീർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. ഞാൻ വേണമെങ്കിൽ
ഈ വൈറ്റ് ബോൺ ക്ലബ്ബ് തരാം. സഹീർ, ആ വൈറ്റ് ബോൺ ക്ലബ്ബ് നീ തന്നേ പറ്റൂ. അതിന് വേറെ എക്സ്ക്യൂസസ് ഒന്നുമില്ല. നീ ആ വൈറ്റ് ബോൺ ക്ലബ്ബ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ നിനക്കുള്ള ശിക്ഷ പരമാവധി ലഘൂകരിക്കും. അങ്ങനെ മാർക്ക് പറഞ്ഞതും സഹീറിന് ചുറ്റും ഒരു കറുത്ത പുക വന്നതും ഒരേ നിമിഷത്തിലാണ്. ആ കറുത്ത പുക സഹീറിനെ അങ്ങ് വിഴുങ്ങിയായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്ക് ഫെല്ലർക്കോ താഴ്ന്ന് ഈ രംഗങ്ങൾ വീക്ഷിക്കുന്ന ഹണ്ടേഴ്സിനോ മനസ്സിലായില്ല. പെട്ടെന്ന് മാർക്ക് ആ ശബ്ദം കേട്ടു. മാർക്ക്, താങ്ക് യു. ശബ്ദം കേട്ട മാർക്ക് ഒരു നിമിഷം അങ്ങനെ സ്തംഭിച്ചു പോയി. അടുത്ത നിമിഷത്തിൽ മാർക്ക് ഉറക്കെ വിളിച്ചു, ഹെക്ടർ, നീ ഇത് ചെയ്യാൻ പാടില്ല. നീ ആ വൈറ്റ് ബോൺ ക്ലബ്ബ് മടക്കി നൽകണം. അത് കേട്ടതും അങ്ങ് വിദൂരതയിൽ ആ ശബ്ദം മാർക്ക് കേൾക്കുകയാണ്. മാർക്ക്, ഈ വൈറ്റ് ബോൺ ക്ലബ്ബ് എന്റെ കയ്യിലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. മാർക്ക് ലൈൻ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഒന്ന് പാഞ്ഞെങ്കിലും സഹീറും കറുത്ത പുകയും അവിടെ നിന്ന് അങ്ങ് അപ്രത്യക്ഷമായി. സഹീറിനെ കൊണ്ട് ആ കറുത്ത പുക ദൂരേക്ക് പാഞ്ഞു പോയിരിക്കുകയാണ്. ശരിക്കും സഹീറുമായിട്ട് മാർക്കിന് ഒന്ന് ഫൈറ്റ് ചെയ്യാനുള്ള അവസരം പോലും കിട്ടിയില്ല. അതിനു മുമ്പേ സഹീറിനെ ഹെക്ടർ ടെങ് പൊക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഒരു പിടിയും താഴെ നിൽക്കുന്ന ആളുകൾക്കില്ല. അവർ പലരും മാർക്കിനടുത്തേക്ക് ഓടിക്കയറുകയാണ്. മാർക്കിന്റെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തിയത് സാക്ഷാൽ ജിൻസനാണ്. ജിൻസൺ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ സംഭവിച്ചത്? ആരാ സഹീറിനെ കൊണ്ടുപോയത്? ജിൻസന്റെ ചോദ്യം അവസാനിക്കുന്നതിന് മുന്നേ അടുത്ത ആളുകളുടെ ചോദ്യം വരികയാണ്. മാർക്ക്, എന്താ ഇത്? ആരാ കൊണ്ടുപോയത്? എന്താ സംഭവിച്ചത്? നമ്മുടെ വൈറ്റ് ബോൺ ക്ലബ്ബ് നമുക്ക് നഷ്ടമാവൂ. തുരുതുരാ ചോദ്യങ്ങൾ വരികയാണ്. ഹണ്ടിങ് ഓർഗനൈസേഷന്റെ ആത്മാവാണ് ആ വെളുത്ത നിറത്തിലുള്ള എല്ല് കൊണ്ടുള്ള വടി. അത് ഒരു അധികാര ചിഹ്നം മാത്രമല്ല, ഒരു പവർഫുൾ ആയുധവുമാണ്. ആ ആയുധം കയ്യിലുള്ളത് കൊണ്ടാണ് ഹണ്ടിങ് ഓർഗനൈസേഷനെ തൊടാൻ ബാക്കിയുള്ള സംഘടനകൾ മടിക്കുന്നത്. ഇപ്പോ അതാണ് നഷ്ടമായിരിക്കുന്നത്. സകലരുടെയും ചോദ്യങ്ങൾ തുരുതുരാ മാർക്കിന് നേരെ വന്നതും മാർക്ക് അവരോട് പറഞ്ഞു, നമുക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. പക്ഷേ അതിനേക്കാൾ ഏറെ പ്രശ്നം ആ വൈറ്റ് ബോൺ ക്ലബിനെ കൊണ്ടുപോയ വ്യക്തിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. മാർക്ക് എന്താ പറയുന്നത്? മാർക്കിന് ആ വ്യക്തി അറിയോ? എനിക്കറിയാം. അയാള് സഹീറിനേക്കാൾ 1000 മടങ്ങ് അപകടകാരിയാണ്. മാർക്ക് ഫെല്ലർ ആ വാചകം പറയുമ്പോഴേക്കും സഹീറിനെ കൊണ്ട് ഹെക്ടർ ടെങ് ഒരുപാട് ദൂരം കവർ ചെയ്ത് കഴിഞ്ഞു. മാർക്ക് ഫെല്ലറിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ഓടി മാറിയ ഹെക്ടർ ടെങ് ആളുകൾ ആരുമില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തെത്തിയതും സഹീറിനെ അവിടെ തറയിലേക്ക് ഇട്ടു. തറയിലേക്ക് വീണ സഹീർ അല്പം സമയമെടുത്തു ഒന്ന് നേരെ നിൽക്കാൻ. അവൻ ശരിക്കും കിതയ്ക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അവനൊരു പിടിയില്ല. അവന്റെ ചുറ്റുമുള്ള കറുത്ത പുകയ്ക്ക് മാറിയപ്പോൾ അവൻ നല്ല നീളമുള്ള ഒരു മനുഷ്യനെ തൊട്ടു മുന്നിൽ കാണുകയാണ്. സാക്ഷാൽ ഹെക്ടർ ടെങ്ങാണ് അവന് മുന്നിൽ നിൽക്കുന്നത്. ആ ആളെ കണ്ടതും സഹീർ ആ ഹെക്ടർ ടെങ്ങിനോട് ചോദിച്ചു, ആരാ നിങ്ങൾ? നിങ്ങളും മാർക്ക് തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചത്? അനവധി ചോദ്യങ്ങൾ തുരുതുര സഹീറിന്റെ വായിന്ന് പുറത്തേക്ക് വന്നതും ഹെക്ടർ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒന്ന് മുന്നോട്ട് നീങ്ങി സഹീറിന്റെ കയ്യിലിരുന്ന ആ വടി ഇങ്ങ് പിടിച്ചെടുത്തു. സഹീർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് സഹീറിന്റെ കയ്യിൽ നിന്ന് ആ വടി ഹെക്ടർ ടെങ് പിടിച്ചെടുക്കുന്നത്. ആ വടി ഹെക്ടർ കൈക്കലാക്കിയതും സഹീർ ഹെക്ടറോട് പറഞ്ഞു, അതെടുക്കരുത്, അത് എന്റേതാണ്. നിങ്ങൾ ആരാ? കൂടെ ആ ചോദ്യം കൂടെ വന്നതും ഹെക്ടർ കൈ നിവർത്തി സഹീറിന്റെ തലയിലൊന്ന് പിടിച്ചു. അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ട് ഹെക്ടർ പെട്ടെന്നാണ് ആ തലയിൽ ഒന്ന് വിരലമർത്തുന്നത്. ഹെക്ടർ സഹീറിന്റെ തലയിൽ വിരൽ അമർത്തിയതും ആ തല തവിട് പൊടിയായി താഴേക്ക് വീണതും ഒരേ നിമിഷത്തിലാണ്. വിശ്വസിക്കാനാവാത്ത അത്രയും പവർ ഹെക്ടർ ആ തലയിൽ കൊടുത്തു എന്ന് അർത്ഥം. ഒരു ചെറിയ മൺകൂനയിൽ നമ്മളൊന്ന് പിടിച്ചെന്ന് അമർത്തിയാൽ ആ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴും പോലെ സഹീർ എല്ലും ചതയും രക്തമൊക്കെ ആയിട്ട് താഴേക്ക് അങ്ങനെ പൊഴിഞ്ഞു വീഴുകയാണ്. താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന സഹീറിനെ നോക്കുപോലും ചെയ്യാതെ തൻ്റെ കയ്യിലിരിക്കുന്ന ആ വൈറ്റ് ബോൺ ക്ലബിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഹെക്ടർ ടെങ് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. ഈ വടി എനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെക്ടർ ടെങ് ഉറക്കെ ചിരിക്കുകയാണ്. ആ ചിരി ശരിക്കും ഉറക്കെയായതും ഹെക്ടർ ഒരു ശബ്ദം കേട്ടു. ഹെക്ടർ, നിനക്ക് ഇപ്പോഴും മാർക്കിനെ നേരിടാൻ വലിയ പേടിയുണ്ടല്ലേ? ഹെക്ടറുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ സെൻസ് ആണ് ഹെക്ടറോട് അങ്ങനെ ചോദിച്ചത്. എനിക്കെന്ത് പേടി? ഹെക്ടർ, എന്നോട് കളവ് പറയണ്ട. എനിക്കറിയാം നിനക്കിപ്പോഴും മാർക്കിനെ ഭയമാണെന്ന്. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും ഹെക്ടർ അയാളോട് പറഞ്ഞു, അതിനെന്താ,
നീ വലിയ ശക്തനല്ലേ, എന്നിട്ട് നിന്നെ ഞാനങ്ങ് അബ്സോർവ് ചെയ്തത് നിനക്ക് ഓർമ്മയുള്ളതല്ലേ? ഹെക്ടറേക്കാൾ ശക്തിയുള്ള അയാളെ ഹെക്ടർ ഒരു സൂത്രത്തെ പെടുത്തിയാണ് അബ്സോർവ് ചെയ്തത്. അതിനുശേഷം ഹെക്ടറുടെ ശക്തി ഒരുപാട് വർദ്ധിച്ചിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചതും ആ ശബ്ദിക്കുന്ന ആള് പതുക്കെ വാടച്ചു. അയാൾക്ക് ഒന്നും പറയാനില്ല. ഈ സംഭവ വികാസങ്ങൾ ഇവിടെ ഇങ്ങനെ അരങ്ങേറുമ്പോൾ മാർക്ക് ഫെല്ലർക്ക് ചുറ്റുമായി ആ ഹണ്ടിങ് ഓർഗനൈസേഷനിലെ ആളുകളെല്ലാം കൂടി വളഞ്ഞിരിക്കുകയാണ്. അവര് ശരിക്കും പെട്ടിരിക്കുക. അവരിൽ പലരും പ്രബലരായ പല ആളുകളെയും വെല്ലുവിളിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഹണ്ടിങ് ഓർഗനൈസേഷനിൽ അഭയം പ്രാപിച്ചവരാണ്. ഹണ്ടിങ് ഓർഗനൈസേഷനിൽ ആ വെളുത്ത എല്ല് കൊണ്ടുള്ള വടി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്രയും നാൾ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയത്. ആരും അവരെ ആക്രമിക്കാനായി അവിടെ വരാത്തതും ആ എല്ലിനെ പേടിച്ചാണ്. അതാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ആ വൈറ്റ് ബോൺ ക്ലബ്ബ് അവിടെ നിന്ന് മിസ്സായ കാര്യം പുറത്തറിഞ്ഞാൽ സകല ആളുകളും അവിടേക്ക് ഓടിയെത്തും. അക്കാര്യത്തിൽ അവർക്കാർക്കും ഒരു സംശയവുമില്ല. എത്ര നാളാണ് അവർക്ക് ഈ വൈറ്റ് ബോൺ ക്ലബ്ബ് മിസ്സായ കാര്യം മറച്ചു വയ്ക്കാൻ പറ്റുക? ആളുകൾ അവരുടെ ഉള്ളിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യും, ഇതിന് ഞാനായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാം. അതിനുശേഷം മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഈ കാര്യം ആരോടും പറയണ്ട, 2 ദിവസത്തിനകം നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് ഫെല്ലർ ഗൂസ് സിറ്റിയിലേക്ക് തിരിച്ചു. മാർക്ക് ഒരു ഫോർമേഷൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ ഫോർമേഷൻ ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഹണ്ടിങ് ഓർഗനൈസേഷനിൽ നിന്ന് മാർക്ക് ഗൂസ് സിറ്റിയിൽ എത്തിയത്. ഗൂസ് സിറ്റി വളരെ വലിയൊരു സിറ്റിയാണ്. അവിടെ ആ ഫോർമേഷൻ ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന പല കടകളുമുണ്ട്. മാർക്ക് ആ കടകളിൽ നിന്നൊക്കെ ആ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ആ വാർത്ത മാർക്കിനെ തേടി വരുന്നത്. എറ്റേണൽ സിറ്റിയിലെ യോങ്ജിയും അയാളുടെ വളർത്തുമക്കളും അതുപോലെ ബാരോയും ഹാരിസ് ഫെങ്ങും നോർത്തിലേക്ക് കൂറുമാറിയ കഥയാണ് മാർക്ക് അറിയുന്നത്. മാർക്ക് ഫെല്ലർ സതേൺ റീജിയനിന്റെ ആളെ അല്ല. തികച്ചും യാദൃശ്യവശാൽ മാർക്ക് സതേൺ റീജിയനിൽ പെട്ടുപോയതാണ്. പക്ഷേ ആ കൂറുമാറിയ ആളുകളൊക്കെ ഇവിടെ ഉള്ളവരാണ്. സ്വന്തം ജന്മസ്ഥലം ഉപേക്ഷിച്ച് നോർത്തിലേക്ക് അവർ കുടിയേറിയിരിക്കുകയാണ്. അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആളുകൾ പറയുന്ന കാര്യം കേട്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. മാർക്കിനെ തിരിച്ചറിഞ്ഞ പലരും പെട്ടെന്ന് മാർക്കിന് അടുത്തേക്ക് വന്നു. അവരെല്ലാവരും മാർക്കിനെ എന്നിട്ട് വളഞ്ഞു നിൽക്കുകയാണ്. മാർക്ക്, ദയവായി നിങ്ങൾ ഞങ്ങളെ വിട്ടുപോകരുത്. അവരവരുടെ ആ വിഷമസന്ധിയിൽ മാർക്കിനോട് അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അതിശക്തരായ ആളുകളായി ഈ സതേൺ മേഖലയിലുള്ളത് സെക്ഷൻ മാസ്റ്ററും ശ്രീഹരിയും ജൂവും ഷൂ മേക്കറും പിന്നെ ആ കൂറുമാറിയ ആളുകളുമാണ്. കൂറുമാറിയ ആളുകൾക്ക് പുറമെ ഇപ്പോൾ ശരിക്കും സതേൺ റീജിയനകത്തുള്ളത് മാർക്ക് ഫെല്ലർ മാത്രമാണ്. സെക്ഷൻ മാസ്റ്റർ സെക്രൂഷ്യലാണ്. ജൂ അവരുടെ അറിവിൽ ശ്രീഹരിക്കൊപ്പം ആ നോർത്തേൺ അതിർത്തിയിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ഷൂ മേക്കർ ആണെങ്കിൽ ഈ ശൈലിയിലുള്ള ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്ന ആളല്ല. പിന്നെയുള്ളത് ആ മലയിൽ താമസിക്കുന്ന സന്യാസിയാണ്. അദ്ദേഹം ഈ നഗരങ്ങൾ സംരക്ഷിക്കാനായി ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരേ ഒരാളെ അവർക്ക് ആശ്രയിക്കാനുള്ളൂ, അത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. അവരുടെ ആ അവസ്ഥ മാർക്കിനും മനസ്സിലാവും. നോർത്തേൺ ലാൻഡുകാർ ഇപ്പോൾ ഒരു വലിയ ന്യൂസൻസായി മാറിയിരിക്കുകയാണ്. നോർത്തേൺ ലാൻഡുകാർ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സതേൺ ലാൻഡുകാരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്നത്. നോർത്തേൺ ലാൻഡുകാർക്ക് സതേൺ മേഖലയിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്താം. അവരുടെ ആ ഓൾഡ് ഗേറ്റ് സംവിധാനത്തിലൂടെ ശരിക്കും ഒരു ടണലിലൂടെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വന്നിറങ്ങിയാണ്. അവിടെ കൊള്ളവെപ്പും കൊലപാതകങ്ങളൊക്കെ നടത്തിയതിനു ശേഷം ആ ടണലിലൂടെ നിമിഷ നേരം കൊണ്ട് അവർ അപ്രത്യക്ഷമാവുകയും ചെയ്യും. വിവരം പറഞ്ഞ ആളുകൾ എത്തുമ്പോൾ അവിടെ ആരും കാണത്തില്ല. ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് സതേൺ മേഖലയിൽ പലയിടത്തും ടണലുകൾ വഴി വന്നിറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് സതേൺ മേഖല എത്തിയിരിക്കുകയാണ്. ആളുകൾ അവർ കേട്ട കാര്യങ്ങളൊക്കെ മാർക്കിനോട് പങ്കുവച്ചപ്പോൾ മാർക്കും ശരിക്കും അമ്പരന്നുപോയി. ഇത്രയും തീവ്രമാണ് അവസ്ഥയെന്ന് മാർക്ക് ഇതുവരെ കരുതിയിരുന്നില്ല. കാര്യങ്ങൾ കേട്ടതും മാർക്ക് ഫെല്ലർ അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ എന്തായാലും ഈ സതേൺ മേഖലയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ സാധനങ്ങളുമായി ഹണ്ടിങ് ഓർഗനൈസേഷനിൽ മടങ്ങിയെത്തി. ഹണ്ടിങ് ഓർഗനൈസേഷനിൽ മടങ്ങിയെത്തിയ മാർക്ക് അതിവേഗം അവിടെ ഫോർമേഷൻ സെറ്റ് ചെയ്ത് തുടങ്ങി. ഏകദേശം 2 ദിവസം പൂർത്തിയാകാറായതും ആ ഫോർമേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് ഉള്ളത് ആ ഫോർമേഷന്റെ നടുക്ക് വെക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും ശക്തിയുള്ള എന്തെങ്കിലും വേണം നടുക്ക് വെക്കാൻ. അവിടെ വെക്കേണ്ട സാധ്യതയെക്കുറിച്ച് ഇപ്പോൾ മാർക്കിന് സംശയമൊന്നുമില്ല. മാർക്കിന്റെ നിലവറയിൽ നിന്ന് ആ ഇരുമ്പ് വടിയെടുത്ത് ആ ഫോർമേഷന്റെ സിമ്പിൾ അതിനെ അങ്ങ് പ്രതീക്ഷിച്ചു.
പല സമയത്തും മാർക്കിന്റെ ജീവൻ രക്ഷിച്ചത് ആ ഇരുമ്പ് പടിയാണ്. പക്ഷെ മാർക്ക് കാരണമാണ് ആ വൈറ്റ് ബോൺ ക്ലബ്ബ് ഹണ്ടിങ് ഓർഗനൈസേഷനിൽ നിന്ന് മിസ്സായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കിന് ആ ഹണ്ടിങ് ഓർഗനൈസേഷന് വേണ്ടി അത്രയെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ആ ഇരുമ്പ് വടി ഉപയോഗിച്ച് ഫോർമേഷൻ മാർക്ക് പൂർത്തീകരിച്ചത്. ഫോർമേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞതും മാർക്ക് ജിൻസിനെയും അതുപോലെ ഗെവിനെയും അടുത്തേക്ക് വിളിച്ചു. അവർക്ക് രണ്ടുപേർക്കുമായിട്ട് മാർക്ക് ചില ചുമതലകൾ കൊടുത്തു. നോക്ക്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മാത്രമേ ഈ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ ഫോർമേഷൻ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ ഈ ഹണ്ടിങ് ഓർഗനൈസേഷൻ പൂർണ്ണമായും ഫോർമേഷന്റെ പരിധിയിലാവും. അത് കേട്ടതും ജിൻസൺ മാർക്കോട് ചോദിച്ചു, മാർക്ക്, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് മാർക്കിന് അറിയാമല്ലോ, ഒരു ഓൾഡ് ലെവൽ ആയുധമാണ്. അതിന് പകരമായിട്ട് ഈ ഫോർമേഷന് നിലനിൽക്കാൻ പറ്റുമോ? അത് കേട്ടതും മാർക്ക് പറഞ്ഞു, നമുക്ക് നോക്കാം. അങ്ങനെ മാർക്ക് പറയുമ്പോഴേക്കും ആകാശത്ത് ചില ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി. ഹണ്ടിങ് ഓർഗനൈസേഷനിലെ ടീം ലീഡറായിരുന്ന സഹീർ കൊല്ലപ്പെട്ട വാർത്ത എങ്ങനെയോ പുറത്ത് സ്പ്രെഡായിരിക്കുകയാണ്. ശരിക്കും ഹണ്ടിങ് ഓർഗനൈസേഷനകത്തുള്ള ആരും ആ വാർത്ത അറിഞ്ഞിട്ടില്ല. ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഒരാൾ ഉറക്കെ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ഏയ് ഹണ്ടേഴ്സ്, നിങ്ങളുടെ അന്ത്യം ഇതാ അടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ടീം ലീഡർ സഹീർ കൊല്ലപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സഹീറിനെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുപോയ ഹെക്ടർ സഹീറിനെ കൊന്നുവെന്ന് അത് കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. താഴെയുള്ള ഹണ്ടേഴ്സ് കേട്ട വാർത്തയോട് പ്രതികരിക്കുന്നത് എങ്ങനെയെന്നറിയാതെ അമ്പരപ്പോടെ ആകാശത്ത് നോക്കുമ്പോൾ അവർക്ക് ആകാശത്ത് അനവധി പക്ഷികളെ കാണാൻ പറ്റും. സകല പക്ഷികളുടെ പുറത്തും ആളുകളുണ്ട്. ഒരു വൻ സേന ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ ആക്രമിക്കാനായി എത്തിയിരിക്കുകയാണ്. അതിന്റെ ടീം ലീഡർ ഒരു കൂറ്റൻ പക്ഷിയുടെ പുറത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. അയാൾ താഴെയുള്ള ആളുകളേക്ക് ഒന്ന് അങ്ങനെ നോക്കുമ്പോൾ താഴെയുള്ള ഹണ്ടിങ് ഓർഗനൈസേഷൻ ആളുകൾ ശരിക്കും ഭയന്നിരിക്കുകയാണ്. മാർക്ക് ജിൻസിനോടും ഗെവിനോടായി പറഞ്ഞു, ആവശ്യമെന്ന് തോന്നിയാൽ ആ നിമിഷം നിങ്ങളുടെ ഫോർമേഷൻ ആക്ടിവേറ്റ് ചെയ്യണം. മാർക്ക് അത് പറഞ്ഞ ആ നിമിഷത്ത് തന്നെ ആകാശത്ത് നിന്ന് ശക്തമായ ഒരു അറ്റാക്ക് ഹണ്ടിങ് ഓർഗനൈസേഷൻ നേരെ ഉണ്ടായി. അത് കണ്ടതും ജിൻസനും ഗെവിനും ഒരുമിച്ച് അവരുടെ ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്യാനായി മാർക്ക് വളരെ സിമ്പിളായ ചില മാർഗങ്ങളാണ് അവർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആക്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നടന്നത്. അവർ ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തതും മാർക്ക് സമീപത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ നീണ്ട് നിവർന്നങ്ങി കിടക്കുകയാണ്. ആകാശത്ത് ഇപ്പം നടക്കുന്ന ആ യുദ്ധം കണ്ടുകൊണ്ട് ആ മരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കിടക്കാൻ നല്ല രസമാണ്. മാർക്ക് കൂളായിട്ട് അങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ള ഹണ്ടേഴ്സ് ഒക്കെ അക്ഷരാർത്ഥത്തിൽ എന്തു പറയണമെന്നറിയാതെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ഒരു ശക്തമായ ടീമാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അവര് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹണ്ടിങ് ഓർഗനൈസേഷനെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിന്റെ ഭാഗമായി പ്രകാശവും അമ്പുകളും എന്ന് വേണ്ട വിവിധ തരത്തിലുള്ള ആയുധങ്ങളിൽ നിന്നുള്ള സംഭവങ്ങൾ ആ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ മുകളിൽ എത്താറായതും പെട്ടെന്ന് ആ ആയുധങ്ങൾ ഒന്ന് വിറച്ചു. ഹണ്ടിങ് ഓർഗനൈസേഷന്റെ എൻറ്റയർ മേഖലയും ആ നിമിഷത്തിൽ ഒന്ന് ജ്വലിക്കുകയും ചെയ്തു. ജിൻസിന്റെയും ഗെവിന്റെയും ആക്ടിവേഷൻ ആ സമയത്താണ് ശരിക്കും ചുറ്റും ഒന്ന് പ്രതിഫലിച്ചത്. മാർക്ക് ഉണ്ടാക്കിയ ആ ഫോർമേഷൻ തട്ടി ആകാശത്ത് നിന്ന് ഹണ്ടിങ് ഓർഗനൈസേഷനെ ആക്രമിച്ച ആളുകളുടെ ആയുധങ്ങൾ ഒന്നൊന്നായി തകർന്നു. ഹണ്ടിങ് ഓർഗനൈസേഷൻ ഒരു ഫോർമേഷൻ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് സ്വാഭാവികമായും മുകളിൽ നിന്ന് ആക്രമിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. അവരുടെ ടീം ലീഡർ പെട്ടെന്നാണ് ഒരു ബെല്ല് കയ്യിലെടുത്തത്. ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ ഫസ്റ്റ് എൽഡറുടെ കയ്യിലിരുന്നത് പോലുള്ള ഒരു ബെല്ല്. താഴെ മരത്തിന് ചുവടി കിടക്കുന്ന മാർക്ക് ഫെല്ലർക്ക് ആ കാഴ്ച കാണാം. മാർക്ക് കൗതുകത്തോടെ മുകളിലേക്ക് അങ്ങനെ നോക്കി കിടക്കുമ്പോൾ ആ ബെല്ല് കയ്യിലുള്ള ലീഡർ ആ ബെല്ലൊന്ന് അടിച്ചു. ആ ബെല്ലൊന്ന് അടിച്ചതും ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദമാണ് ആ ബെല്ലുണ്ടാക്കിയത്. പക്ഷെ അതേ നിമിഷത്തിൽ ആ ബെല്ലിൽ നിന്ന് അതിശക്തമായ മിന്നലുകൾ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ ഓഫീസിന് നേരെ പാഞ്ഞു വന്നു. ആ ബെല്ലിൽ നിന്ന് അതിശക്തമായ മിന്നൽ ആ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ നേരെ പാഞ്ഞു വരുന്നത് കണ്ടതും മരത്തിന്റെ ചുവട്ടിൽ എണീറ്റിരിക്കുകയായിരുന്ന മാർക്ക് ഫെല്ലർ ആകാശത്തെ കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ മിന്നലിനേക്കാൾ വേഗതയിൽ മാർക്ക് ഫെല്ലർ ഹണ്ടിങ് ഓർഗനൈസേഷന്റെ മുകളിലെത്തി. അവിടെ എത്തിയ മാർക്ക് മുന്നോട്ട് കുതിക്കുകയാണ്. മാർക്കിന്റെ ലക്ഷ്യം ഹണ്ടിങ് ഓർഗനൈസേഷന് നേരെ പാഞ്ഞു വരുന്ന മിന്നലാണ്. മുകളിൽ നിന്ന് താഴേക്ക് ആയുധങ്ങൾ ഉപയോഗിച്ച് ഹണ്ടിങ് ഓർഗനൈസേഷൻ ആക്രമിക്കുന്ന ആളുകളും ആ കാഴ്ച കണ്ടു. താഴെന്ന് ഒരു മനുഷ്യൻ മുകളിലേക്ക് കുതിക്കുന്നതും അയാൾ ആ മിന്നൽ നേരെ പാഞ്ഞു വരുന്നതുമാണ് അവർ കണ്ടത്. താഴെ നിൽക്കുന്ന ജിൻസനും ഗെവിനും ഒക്കെ അറിയാതെ അലറി വിളിച്ചു പോവുകയാണ്. മാർക്ക് ഇത് എന്താ കാണിക്കുന്നത്? ശക്തമായ മിന്നലാണ്
ആ ഹണ്ടിങ് ഓർഗനൈസേഷൻ നേരെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മിന്നലിലേക്ക് മാർക്ക് പെട്ടെന്ന് കയറിയതും മാർക്കിനെ ആ മിന്നൽ ഏതാണ്ട് പൂർണ്ണമായി അങ്ങ് വിഴുങ്ങി. മാർക്കിന്റെ പുറത്ത് ആ മിന്നൽ അടിച്ചപ്പോൾ ശരിക്കും ഒരു തിളക്കം ആ മാർക്ക് നിന്നിരുന്ന പ്രദേശത്ത് മുഴുവൻ അനുഭവപ്പെടുകയാണ്. ആകാശത്താണ് രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത്. താഴെ നിൽക്കുന്ന ഹണ്ടേഴ്സിന്റെ കണ്ണ് മങ്ങിപ്പോകുന്ന ശൈലിയിൽ ശക്തമായ പ്രകാശമാണ് ആകാശത്ത്. ആ പ്രകാശം കണ്ട ജിൻസനും ഗെവിനും അലറി വിളിക്കുകയാണ്, മാർക്ക്! അവർക്ക് വേണ്ടി മാർക്ക് സ്വന്തം ജീവൻ ബലി കൊടുക്കുകയാണെന്നുള്ള ഒരു തോന്നൽ പെട്ടെന്നാണ് ഗെവിനും ജിൻസനും ഉണ്ടായത്. അങ്ങനെ തോന്നിയത് രണ്ടുപേരും മുകളിലേക്ക് കുതിക്കാൻ ശ്രമിക്കുമ്പോൾ അവര് ഒരു കാഴ്ച കൂടി കണ്ടു. ആ പ്രകാശം സാവധാനം ഒന്ന് മങ്ങുന്നത്. ആ പ്രകാശം മങ്ങുമ്പോൾ അവർ മറ്റൊരു കാഴ്ച കൂടി കാണുകയാണ്. ആ എൻ്റെ പ്രകാശവും മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ലയിച്ചു ചേരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ആ എൻറ്റിയർ മിന്നലും മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് കയറി അപ്രത്യക്ഷമായി. ആ കാഴ്ച കണ്ട ഹണ്ടേഴ്സ് ശരിക്കും വാ പൊളിച്ചങ്ങനെ നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അടുത്ത നിമിഷത്തിൽ ആ ബെല്ല് കയ്യിലുള്ള ലീഡറുടെ മുന്നിലെത്തി. മാർക്ക് ഫെല്ലർ തന്റെ മുന്നിലേക്ക് വരുമ്പോൾ ആ മനുഷ്യൻ ശരിക്കും സ്തംഭിച്ച് ആ പക്ഷിയുടെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ അങ്ങനെ തുറന്നിരിക്കുകയാണ്. താൻ കണ്ട കാഴ്ച വിശ്വസിക്കണമോ വേണ്ടിയോ എന്നുള്ള സംശയം ശരിക്കും ആ ലീഡർക്ക് ഉണ്ടെന്ന അർത്ഥം. അയാളുടെ കണ്ണുകൾ അങ്ങനെ തുറച്ചു നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ ബെല്ലിങ് കയ്യിൽ നിന്നെടുത്തു. ആ ബെല്ല് മാർക്ക് വലിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും ആ ലീഡർ സ്വബോധത്തിലേക്ക് വന്നത്. അയാൾ അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോൾ മാർക്ക് അയാളോട് ചോദിച്ചു, ഏഹേ ഇതുപയോഗിച്ച് മിന്നൽ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? മാർക്കിന്റെ ചോദ്യം കേട്ടപ്പോ കണ്ണു വഴിച്ച് അമ്പരം നിൽക്കുന്ന അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഞാൻ അറിഞ്ഞില്ല അങ്ങ് ഉള്ള കാര്യം. ഏയ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, ഇതുപയോഗിച്ച് മിന്നൽ ഉണ്ടാക്കാൻ പറ്റുമല്ലേ? മാർക്ക് ഉറപ്പായും പറ്റും. മാർക്ക് ഫെല്ലറെ കണ്ടതിന് ഞെട്ടലിൽ നിൽക്കുകയാണ് അയാൾ. അയാളെപ്പോലെ തന്നെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ബാക്കിയുള്ള ആളുകളും. മാർക്ക് അവർ മുഴുവൻ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഇനി ഇതുപോലെ ഒരു ശ്രമം നടത്തിയാൽ പിന്നെ ജീവനോടെ നിങ്ങൾക്കാർക്കും മടങ്ങിപ്പോകാനാവില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയാണ്. സന്തോഷത്തോടെ മാർക്കിനെ വണങ്ങിയിട്ട് ആ ടീം അതിവേഗം അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അവര് മടങ്ങിയതും മാർക്ക് ഫെല്ലർ താഴെ എത്തി. മാർക്ക് താഴെ എത്തിയതും സകല ഹണ്ടേഴ്സും മാർക്കിനടുത്തേക്ക് ഓടിയെത്തി. മാർക്ക് എന്താ സംഭവിച്ചത്? മാർക്ക് ആ മിന്നൽ എങ്ങനെയാ തടുത്തത്? മിന്നൽ മാർക്ക് എന്താ ചെയ്തത്? ഹേയ് ഞാൻ വേറൊന്നുമല്ല ചെയ്തത്. എൻ്റെ ബോഡി ഒന്ന് പരുവപ്പെടുത്താനായിട്ട് ഞാൻ മിന്നലിനെ ഉപയോഗിച്ചതാണ്. മാർക്ക് പറഞ്ഞ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു അർത്ഥമുണ്ട്. ആ ആളുകൾ ശരിക്കും ആ അർത്ഥം മനസ്സിലാക്കാൻ പറ്റാതെ അമ്പരന്ന് മാർക്കിനെ തന്നെ നോക്കുകയാണ്. മിന്നലിനെ ഉപയോഗിച്ച് സ്വന്തം ബോഡിയെ ടെമ്പർ ചെയ്യുന്ന ആളെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. മാർക്ക് ഇതിനു മുന്നേ മിന്നൽ ഉപയോഗിച്ച് സ്വന്തം ബോഡി ടെമ്പർ ചെയ്ത വ്യക്തിയാണ്. ആ ആക്ടിവിറ്റി മാർക്ക് ഒരിക്കൽ കൂടി ചെയ്തു നോക്കിയതാണ്. ആ ബെല്ല് മാർക്കിന് വലിയൊരു അസറ്റ് ആകാൻ പോവുകയാണ്. ആവശ്യമുള്ള സമയത്തൊക്കെ മിന്നലുണ്ടാക്കാൻ മാർക്കിന് പറ്റും. ആ മിന്നൽ ഉപയോഗിച്ച് ബോഡി ടെമ്പർ ചെയ്യാം. മാർക്കിന്റെ ബോഡിയെ കൂടുതൽ ദൃഢമാക്കാൻ മാർക്കിന് അതുവഴി പറ്റും. വെല്ലി മാർക്കിനെ അങ്ങനെ ടെമ്പർ ചെയ്യിക്കാൻ ശ്രമിച്ച ആളാണ്. ആ തീ കുണ്ടത്തിനകത്തേക്ക് മാർക്കിനെ ഇറക്കി വിട്ട വെല്ലി ആഗ്രഹിച്ചതും അതാണ്. റിവേർഷൻ ടു ഓയിൽ സ്റ്റേജിലുള്ള ഒരാളുടെ ബോഡിയുടെ ആ കടുപ്പം മാർക്കിന്റെ ബോഡിക്ക് ഉണ്ടാക്കണം. മാർക്കിന്റെ നിലവറയിലുള്ള ആ ഡെഡ് ബോഡി ഒരു റിവേർഷൻ ടു ഓയിൽ സ്റ്റേജിലുള്ള ഡെഡ് ബോഡിയാണ്. ആ ബോഡിയുടെ ശക്തി മാർക്ക് തന്നെ സ്വയം അനുഭവിച്ചറിഞ്ഞതാണ്. ആ ബോഡിയുടെ അതേ കപ്പാസിറ്റിയിലേക്ക് മാർക്കിന് തന്റെ ബോഡിയെ ഉയർത്തണം. അങ്ങനെ മാർക്കിനെ ഉയർത്താൻ പറ്റിയാൽ റിവേർഷൻ ടു ഓയിൽ സ്റ്റേജിന് താഴെയുള്ള ഒരാൾക്കും മാർക്കിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെല്ലിക്ക് അക്കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് മാർക്കിന്റെ ബോഡിയെ ടെമ്പർ ചെയ്യിക്കാനായി അയാൾ ആ തീക്കുണ്ടത്തിലേക്ക് അയച്ചത്. മാർക്ക് ആളുകളോട് തൻ്റെ ബോഡി ടെമ്പർ ചെയ്യാനാണ് മിന്നൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. മാർക്ക് അവരോട് പറഞ്ഞു, അതൊക്കെ വിട്ടേക്ക്, ഈ ഫോർമേഷൻ വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. മാർക്ക് അത് ബോധ്യമായി. അത് കേട്ടതും മാർക്ക് ജിൻസിനോടും ഗെവിനോടായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഇവിടെ ഉണ്ടാകണം. ഞാൻ ആ വൈറ്റ് ബോൺ ക്ലബ്ബ് തിരിച്ച് പിടിക്കാനൊരു ശ്രമം നടത്താം. അതുവരെ ഈ ഫോർമേഷൻ ഇവിടെ ഇതുപോലെ നിൽക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരു കാരണവശാലും ഇവിടെ വിട്ടുപോകരുത്. നിങ്ങൾ രണ്ടുപേരും ഉണ്ടെങ്കിലേ ആക്ടിവേഷൻ നടക്കും. ആ കാര്യം ജിൻസനും ഗെവിനും അറിയാം. മാർക്ക് ഒരാളിലേക്ക് അത് കൊടുക്കാത്തത് മനഃപൂർവ്വമാണ്. ഒറ്റ ആളിലേക്ക് കൊടുത്താൽ അയാൾ സാവധാനം ഒരു പവർഫുൾ ആളായി മാറിയാൽ അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ഹണ്ടിങ് ഓർഗനൈസേഷന്റെ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലായതും മാർക്ക്
അവരോട് യാത്ര പറഞ്ഞിട്ട് നേരെ നോർത്തേൺ ബോർഡറിലേക്ക് യാത്ര ആരംഭിച്ചു. ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനും ഹണ്ടിങ് ഓർഗനൈസേഷനും ഗൂസ് സിറ്റിയും ഒക്കെ സതേൺ പ്രൊവിൻസിന്റെ ഏറ്റവും തെക്ക് ഭാഗത്താണ്. വടക്കേ അറ്റത്താണ് നോർത്തേൺ അതിർത്തി. ഒരുപാട് ദൂരം യാത്ര ചെയ്താലേ അവിടെ എത്തത്തുള്ളൂ. മാർക്കിന്റെ ബ്ലാക്ക് ഈഗിളിന്റെ പുറത്തു കയറി ആ നോർത്തേൺ അതിർത്തി ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അനവധി ദിവസങ്ങളുടെ യാത്രയ്ക്കൊടുവിൽ മാത്രമേ മാർക്കിന് നോർത്തേൺ ലാൻഡിൽ എത്താൻ പറ്റൂ. മാർക്കിന്റെ ആ യാത്ര ആകാശത്തോട് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ തറയിൽ പലതും സംഭവിക്കുകയാണ്. വൈറ്റ് ബോൺ ക്ലബ്ബ് സ്വന്തമാക്കിയ ഹെക്ടർ ടെങ് അതിവേഗം ഒരു ചെറിയ സെക്ഷൻ രൂപീകരിച്ചു. അയാള് കുറെ ആളുകളെ ഒപ്പം കൂട്ടുകയായിരുന്നു. ആ ആളുകൾ ഒരു ടീമായി മാറിയതും ഹെക്ടർ ടെങ്ങിന്റെ നേതൃത്വത്തിൽ ആ ടീം സമീപത്തുള്ള ഒരു സെക്ഷനെ ആക്രമിച്ചു. ഹെക്ടർ ടെങ്ങിന്റെ അതിശക്തമായ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ അവര് ഹെക്ടർ ടെങ്ങിന് മുന്നിൽ കീഴടങ്ങി. ആ ടീമും കൂടി ഹെക്ടറിന്റെ ഭാഗമായതും ഹെക്ടർ മൂന്നാമത്തെ ടീമിനെ ആക്രമിച്ചു. അവരും അതിവേഗം കീഴടങ്ങി. ഒരു പകല് കൊണ്ട് തന്നെ 4 ടീമിന് വരെ ഹെക്ടറും ടീമും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ്. ആ പ്രക്രിയ അനുസ്യൂതങ്ങനെ തുടരുകയാണ്. മാർക്ക് ഫെല്ലർ ഈ സതേൺ മേഖലയിൽ നിന്ന് നോർത്തേൺ മേഖലയിലേക്ക് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോ 8 ദിവസമായി. ഇടയ്ക്ക് മാർക്കിന് റെസ്റ്റ് എടുക്കേണ്ടി വരും. മാർക്കിന് വേണ്ടിയല്ല, ആ ബ്ലാക്ക് ഈഗിളിന് വേണ്ടി. ആ ബ്ലാക്ക് ഈഗിൾ ഒന്ന് ക്ഷീണിച്ചെന്ന് തോന്നുമ്പോൾ മാർക്ക് കയ്യിൽ കരുതിയിരിക്കുന്ന ചില പിൽസുകൾ ബ്ലാക്ക് ഈഗിളിന് കൊടുക്കും. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയം റെസ്റ്റ് എടുത്താലേ ആ ഈഗിളിന് പിന്നീട് പറക്കാൻ പറ്റും. അതിനാവശ്യമായ ഊർജം അതിന് കിട്ടണമല്ലോ, അതിനാവശ്യമായ ആഹാരവും അതിന് കിട്ടണം. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെയാണ് മാർക്കിന്റെ യാത്ര. ഈ 8 ദിവസം കൊണ്ട് ഹെക്ടർ ടെങ് ശരിക്കും സതേൺ മേഖല ഏതാണ്ട് പിടിച്ചെടുത്തു എന്ന് പറയാം. ശക്തമായ ഒരു സെക്ഷൻ സതേൺ മേഖലയിൽ പുതുതായി രൂപം കൊണ്ടുവന്ന് സകല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി. ആ സെക്ഷന് ഒരു പേരുണ്ട്, ടെങ് സെക്ഷൻ. ആ ടെങ് സെക്ഷൻകാരുടെ യൂണിഫോമിനും കറുത്ത നിറമാണ്. കറുത്ത നിറത്തുള്ള വസ്ത്രത്തിൽ വളരെ വലിയ അക്ഷരത്തിൽ ടെങ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ടെങ് എന്ന് എഴുതിയിരിക്കുന്നത് ചുവന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ആ ചുവന്ന ലെറ്ററിന്റെ പുറകിലായി ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. എവിടെ നിന്ന് നോക്കിയാലും ഹെക്ടർ ടെങ്ങിന്റെ ആ ടെങ് സെക്ഷന്റെ ആ കറുത്ത യൂണിഫോമും ആ ചുവന്ന ലെറ്ററും വ്യക്തമായി കാണാം. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ മാർക്ക് നോർത്തിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നോർത്തേൺ ലാൻഡിനകത്ത് ചില സംഭവവികാസങ്ങൾ നടക്കുകയാണ്. അവിടെ ബാരോയും ഹാരിസ് ഫെങ്ങും യോങ്ജിയും സീമബായും ടീമായി നിന്ന് സംസാരിക്കുകയാണ്. സീമബായി യോങ്ജിയോടും കൂടെയുള്ള ആളുകളോടും പറഞ്ഞു, നോക്ക്, നിങ്ങൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ചയിൽ കൂടുതലായി. നിങ്ങൾക്ക് നോർത്തേൺ സൈഡിനോടുള്ള കൂറ് പ്രകടിപ്പിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. അത് കേട്ടതും യോങ്ജി സീമബായോട് ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആ സതേൺ മേഖലയിലേക്ക് ഇറങ്ങണം. അവിടെ അതിർത്തിയിൽ ശ്രീഹരി വലിയ പ്രശ്നമുണ്ടാക്കുകയാണ്. അയാളെ നമുക്ക് തീർത്തേ പറ്റൂ. ശ്രീഹരി അതിശക്തനാണെന്നുള്ള കാര്യം യോങ്ജിക്കും ബാരോയ്ക്കും അതുപോലെ ഹാരിസ് ഫെങ്ങിനും അറിയാം. പക്ഷേ അവരും ശക്തരാണല്ലോ. അവർ 3 പേരും ഒന്ന് പരസ്പരം നോക്കിയിട്ട് സീമബായോട് പറഞ്ഞു, ഓക്കെ, ആ ശ്രീഹരിയുടെ കാര്യം ഞങ്ങൾ ഏറ്റു. അവർ 3 കൂടി ഒന്നിച്ച് അറ്റാക്ക് ചെയ്താൽ ശ്രീഹരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. യോങ്ജി അങ്ങനെ പറഞ്ഞിട്ട് യോങ്ജിയുടെ ആ വളർത്തു മക്കളെ നോക്കി. ആ വളർത്തു മക്കളും യോങ്ജിയും ബാരോയും ഹാരിസിനും അതുപോലെ ബാരക്കൊപ്പം എത്തിയ ആളുകളും എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു വലിയ ടീമായി. ആ എൻ്റെ ടീമും നോർത്തേൺ ലാൻഡിന് വേണ്ടി അവരുടെ ജന്മദേശമായ സതേൺ ലാൻഡിനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. സീമബായോട് യാത്ര പറഞ്ഞിട്ട് അവര് ആ ഓൾഡ് ഗേറ്റ് വഴി അതിവേഗം സതേൺ മേഖലയിലേക്ക് തിരിച്ചു. ഇപ്പുറത്ത് നിൽക്കുന്ന യോജിക്കും കൂട്ടർക്കും അങ്ങോട്ട് തിരിക്കുന്നതിന് മുമ്പ് തന്നെ മറുഭാഗത്ത് നടക്കുന്ന യുദ്ധം കാണാം. സതേൺ മേഖലയും നോർത്തേൺ മേഖലയും വേർതിരിക്കുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു നദിയാണ്. ആ നദിയെ എല്ലാവരും വിളിക്കുക ഡെഡ് റിവർ എന്നാണ്. ആ നദിയിൽ ആരും ഇറങ്ങാറില്ല. ആ നദിയാണ് ശരിക്കും സതേൺ മേഖലയ്ക്ക് ഒരു തടസ്സമായിരിക്കുന്നത്. സതേൺ മേഖലയിലേക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്താൻ നോർത്തേൺകാർക്ക് പറ്റും, സതേൺകാർക്ക് പറ്റത്തില്ല. സതേൺ മേഖലയിലുള്ള ആളുകൾക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകാൻ ടെലിപ്പോർട്ടേഷൻ സംവിധാനം വേണം. ടെലിപ്പോർട്ടേഷൻ ഒരു പ്രശ്നമുണ്ട്. പോകുന്ന സ്ഥലത്തും യാത്ര തുടങ്ങുന്ന സ്ഥലത്തും പ്ലാറ്റ്ഫോം വേണം. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ടെലിപ്പോർട്ടേഷൻ വഴി അയക്കാൻ പറ്റും. നോർത്തേൺ മേഖലയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലേ അവർക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റൂ. നോർത്തേൺ മേഖലയിൽ ചിലപ്പോൾ പ്ലാറ്റ്ഫോമുകൾ കാണും, പക്ഷെ ആ പ്ലാറ്റ്ഫോമുകളുടെ കോർഡിനേറ്റേഴ്സ് എന്താണെന്ന് സതേൺ മേഖലയിൽ അറിയണം. ആ കോർഡിനേറ്റേഴ്സ് സതേൺ മേഖലയിലെ ആ പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്താലേ അവർക്ക് സതേൺ മേഖലയിൽ നിന്ന് നോർത്തിലേക്ക് അങ്ങനെ ആ
ടെലിപ്പോർട്ടേഷൻ സംവിധാനത്തിലൂടെ വരാൻ പറ്റും. നോർത്തിലുള്ള ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകളുടെ കോർഡിനേറ്റേഴ്സ് എന്താണെന്ന് സദേൺ മേഖലയിലെ ആർക്കും അറിയില്ല. അത് അവരുടെ പ്രധാന പ്രശ്നമാണ്. എന്നാൽ ഈ പ്രശ്നമൊന്നും നോർത്തേൺ മേഖലക്കാർക്കില്ല. അവര് ഈ പ്ലാറ്റ്ഫോം അല്ല ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്നത് ആ ഓൾഡ് ഗേറ്റ് ആണ്. ഓൾഡ് ഗേറ്റിന് നോർത്തേൺ മേഖലയിൽ നിന്ന് സദേൺ മേഖലയിലെ ഏത് മേഖലയിലേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ശരിക്കും ഒരു ട്യൂബിലൂടെ അവർ വന്ന് ഇറങ്ങുകയാണ്. ആ ട്യൂബ് അദൃശ്യമാണ്. ഒരു വല്ലാത്ത ടെക്നോളജിയാണ് നോർത്തേൺകാർ ഉപയോഗിക്കുന്നത്. സദേൺകാർ പെട്ടു നിൽക്കുന്നതും അവിടെയാണ്. ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും നോർത്തേൺകാർക്ക് എത്താം. ആ നോർത്തേൺകാർ കൂടുതൽ എത്തുന്നത് പലപ്പോഴും നോർത്തേൺ അതിർത്തിയിലാണ്. അതുകൊണ്ടാണ് അവിടെ ശ്രീഹരി തമ്പടിച്ചിരിക്കുന്നത്. ആ ശ്രീഹരിയുടെ അവിടെയുള്ള ആ കിടപ്പ് അത് നോർത്തേൺ മേഖലക്കാർക്ക് ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് സീമബൈ യോങ്ജിൻ ടീമിനെയും ശ്രീഹരിയെ ആക്രമിക്കാനായി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. യോങ്ജിയും ബാരോയും അതുപോലെ ഹാരിസ് ഫെങ്ങും അവരുടെയൊക്കെ അനുയായികളും അതിവേഗം ഓൾഡ് ഗേറ്റ് വഴി നോർത്തേൺ ലാൻഡിൽ നിന്ന് സദേൺ ലാൻഡിലേക്ക് പറന്നിറങ്ങുമ്പോൾ സീമബൈയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. സദേൺ മേഖലയിലെ ആളുകളെ ഉപയോഗിച്ച് ഇതാ അയാൾ സദേൺ മേഖലയിലെ ആളുകളെ തന്നെ കൊലപ്പെടുത്താൻ പോവുകയാണ്. ഈ സംഭവവികാസങ്ങളൊന്നും അറിയാതെ ശ്രീഹരി തന്റെ മുന്നിൽ വന്നുപെടുന്ന നോർത്തേൺ ലാൻഡിലെ ആ ഭടന്മാരുമായി ശക്തമായ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീഹരിയുടെ സമീപത്തേക്ക് വരുന്ന എല്ലാവരും ശ്രീഹരി അവസാനിപ്പിക്കുകയാണ്. ശ്രീഹരിക്കൊപ്പം ഇപ്പോൾ ഒരു വലിയ ടീമുണ്ട്. ആ ടീമിൽ നല്ലൊരു ഭാഗവും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളുകളാണ്. അവർക്ക് പുറമെ മറ്റു വലിയ സെക്ഷനുകളിൽ നിന്നും ആളുകൾ ഇപ്പോൾ ശ്രീഹരിയെ സപ്പോർട്ട് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. ആ ടീം ഉള്ളത് കൊണ്ട് ശ്രീഹരിക്ക് കാര്യങ്ങൾ കുറിച്ച് എളുപ്പമാണ്. ശ്രീഹരിയുടെ അതിശക്തമായ ആക്രമണത്തിൽ നോർത്തേൺ ലാൻഡിന് ഒരു വൻ നഷ്ടം സംഭവിച്ച ആ നിമിഷത്തിലാണ് പെട്ടെന്ന് നോർത്തേൺ ലാൻഡിൽ നിന്ന് യോങ്ജിയും ടീമും അവിടേക്ക് പറന്ന് ഇറങ്ങുന്നത്. യോങ്ജിയും ടീമും അവിടെ എത്തിയതും അവരാ കാഴ്ച കണ്ടു. ശ്രീഹരിയുടെ ശക്തമായ പ്രഹരത്തിൽ നോർത്തേൺ മേഖലയിലെ ആളുകൾ കൊല്ലപ്പെടുന്ന ആ കാഴ്ച കണ്ടതും യോങ്ജി ഉറക്കെ ഒന്ന് അലറി. ശ്രീഹരി, നിന്റെ അന്ത്യം അടുത്തടാ. ശബ്ദം കേട്ട് ശ്രീഹരി തിരിയുമ്പോൾ ശ്രീഹരി യോങ്ജിയെ കണ്ടു. യോങ്ജി, നീയും എനിക്കെതിരെ തിരിഞ്ഞു അല്ലേ? അത് കേട്ടതും യോങ്ജി ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, നീ അതിശക്തനാണ്. നീ എന്തിനാ ഈ അതിർത്തി കിടന്ന് അടിയുണ്ടാക്കുന്നത്? നിനക്ക് നോർത്തിന്റെ ഭാഗമായി കൂടെ? അങ്ങനെ വന്നാൽ നോർത്തും സൗത്തും ഒന്നു ചേരുന്ന ഈ മേഖലയിൽ നിന്നെ വെല്ലാൻ ആരും ഉണ്ടാവില്ല. അത് കേട്ടതും ശ്രീഹരി യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, അതിന് നീ അല്ലല്ലോ ഞാൻ. ആ പറച്ചിലിൽ എല്ലാം ഉണ്ട്. യോങ്ജിയെ പോലെ വ്യക്തിത്വമില്ലാത്ത ഒരാളല്ല താനെന്ന് ശ്രീഹരി വ്യക്തമാക്കിയതും ശ്രീഹരിയുടെ വലത് ഭാഗത്തുനിന്ന് മുഴക്കമുള്ള ഒരു ശബ്ദം, ശ്രീഹരി, നീ മാത്രമാണ് വലിയ സംഭവം എന്നുള്ളതിന്റെ ഈ ധാരണയുണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. ശബ്ദം ബാരോയുടെയാണ്. ബാരോയ്ക്ക് മറുപടി പറയാനായി ശ്രീഹരി ഒന്ന് തിരിയുമ്പോൾ ശ്രീഹരിയുടെ മുന്നിലായി സാക്ഷാൽ ഹാരിസ് ഫെങ് എത്തി. ശ്രീഹരി, നീ ഇന്ന് അവസാനിക്കും. ആ ശബ്ദം കൂടി കേട്ടപ്പോൾ ശ്രീഹരിക്ക് കാര്യം വ്യക്തമായി. തന്നെ 3 ദിക്കിൽ നിന്ന് ആക്രമിക്കാനാണ് അവർ പരിപാടിയിടുന്നത്. 3 പേരും അതിശക്തരുമാണ്. യോങ്ജിയും ബാരോയും ഹാരിസും ഒന്നിച്ച് തന്നെ ആക്രമിക്കുകയാണ്. ആ നിമിഷത്തിലാണ് ശ്രീഹരി മറ്റൊരു കാഴ്ച കണ്ടത്. അയാളുടെ പുറകിലായി യോങ്ജിയുടെ ആ പുത്രന്മാർ അണിനിരക്കുകയാണ്. ഇപ്പോ കഥ വ്യക്തമാണ്. സകല സ്ഥലത്തുകൂടിയും ശ്രീഹരിയെ ആക്രമിക്കുക എന്നുള്ളതാണ് ആ ടീമിന്റെ ടാർഗറ്റ്. ബാരോയുടെയും ഫെങ്ങിന്റെയും ആളുകൾ അതേ സമയത്ത് നോർത്തേൺ ലാൻഡിലെ ആളുകൾക്കൊപ്പം ചേർന്ന് സദേൺ മേഖലയിലെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെയും മറ്റ് സെക്ഷനുകളുടെയും ആളുകളെ ആക്രമിക്കാൻ തുടങ്ങി. ശക്തമായ ഒരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. താൻ വളയപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യമായ ശ്രീഹരി ഒന്ന് ചിരിച്ചു. നിങ്ങൾ എല്ലാവരും കൂടി എന്നെങ്കിലും വളഞ്ഞാൽ ഞാനങ്ങ് അവസാനിച്ചു പോകുന്നു എന്നൊരു ധാരണയുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ആ ധാരണ തെറ്റാണെന്ന് ഞാൻ പ്രൂവ് ചെയ്യട്ടെ. വളരെ കൂളായിട്ടാണ് ശ്രീഹരി ആ ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചുകൊണ്ട് ശ്രീഹരി കൈമുറിക്ക് ഒരു അച്ചയിടി. ശ്രീഹരി കൈമുറിക്കുന്നത് ബാരോയും അതുപോലെ ഹാരിസും യോങ്ജിയും കണ്ടു. അതുപോലെ ശ്രീഹരിയുടെ പുറകിലുള്ള യോങ്ജി പുത്രന്മാരും. ശ്രീഹരി അവരിൽ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുമ്പോഴേക്കും സാക്ഷാൽ ഹാരിസ് ഫെങ് ഒരുപാട് ദൂരേക്ക് തെറിച്ചു കഴിഞ്ഞു. കൈമുറുക്കിയ ശ്രീഹരി കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ മുന്നിലേക്ക് ഒരു അച്ചയിടി. ശ്രീഹരിക്കും ഹാരിസ് ഫെങ്ങിനും ഇടയിലുള്ള സ്ഥലം, ആ വായു പെട്ടെന്ന് അങ്ങ് ചിതറുകയായിരുന്നു.
ആ ചിതറിയ വായുവിന് ഇടയിലൂടെ ശ്രീഹരിയുടെ ശക്തമായ ആ പവർഫുൾ പഞ്ച് ഹാരിസ് ഫെങ്ങിന്റെ ബോഡിയിൽ വന്നിടിച്ചതും ഹാരിസ് ഫെങ് ദൂരേക്ക് തെറിക്കുകയായിരുന്നു. ഈ കാഴ്ച കണ്ടതും ബാരോ കൈയെന്നുയർത്തി. അതേ നിമിഷത്തിൽ യോങ്ജി രണ്ടുപേരുടെയും ഡിവൈൻ സ്പെല്ലുകൾ ഒരേ നിമിഷം ശ്രീഹരിക്ക് നേരെ പാഞ്ഞു വന്നു. അതേ നിമിഷത്തിൽ തന്നെ ശ്രീഹരിയുടെ പുറകിൽ ഉണ്ടായിരുന്ന ആ യോങ്ജിയുടെ പുത്രന്മാർ ശ്രീഹരിയുടെ പുറകിൽ നിന്ന് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളുകൾക്ക് നേരെ കുതിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ ഹാരിസ് ഫെങ്ങും ആ നിമിഷത്തിൽ തന്നെ ശ്രീഹരിയെ വിട്ടിട്ട് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ നേരെ കുതിച്ചു. അത് അവർ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു തന്ത്രമാണ്. ശ്രീഹരിയെ രക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ശ്രീഹരിക്ക് മറ്റാളുകളെ രക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരുത്തണം. എന്നാൽ മാത്രമേ അവരുടെ ആ ടെക്നിക്ക് വിജയിക്കത്തുള്ളൂ. ശ്രീഹരി നോക്കി നിൽക്കേ ഹാരിസ് ഫെങ്ങും യോങ്ജി പുത്രന്മാരും ഹാരിസിന്റെയും ബാരോയുടെയും ആളുകളും ഒന്നിച്ചു ചേർന്ന് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെയും മറ്റ് സെക്ഷന്റെയും ആളുകളെ ആക്രമിച്ചതും ശക്തമായ ഒരു യുദ്ധം അവിടെ ആരംഭിക്കുകയാണ്. യോങ്ജിയുടെ പുത്രന്മാരും ഹാരിസ് ഫെങ്ങും ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ അതിശക്തമായി നോർത്തേൺ ലാൻഡുകാർക്കൊപ്പം ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെയും മറ്റാളുകളുടെയും മുകളിലേക്ക് ഇടിച്ച് കയറിയതും പെട്ടെന്നാണ് അവിടെ ബാലൻസ് ആകെ തെറ്റുന്നത്. ശക്തമായ ആ യുദ്ധത്തിൽ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെയും ബാക്കിയുള്ള സെക്ഷന്റെ ആളുകൾ ഒത്തിരി ദൂരേക്ക് പിന്തള്ളപ്പെട്ടു. അവരെ ഈ ടീം സ്ലാട്ടർ ചെയ്യുമെന്ന് തോന്നിയ നിമിഷത്തിൽ തൻ്റെ ഇടതും വലതും നിൽക്കുന്ന ബാരോയും യോങ്ജിയും ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ശ്രീഹരി ആ പിന്തള്ളപ്പെടുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ തൊട്ടുമുന്നിലെത്തി. അവിടെ എത്തിയ ശ്രീഹരി ഇടത് കൈ ഒന്ന് ഉയർത്തിയതും അതിശക്തമായ ഒരു ബാരിയർ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ശ്രീഹരി ആ ബാരിയർ ഉപയോഗിച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെയും മറ്റ് സെക്ഷന്റെ ആളുകളെ തനിക്ക് അടുക്കിലേക്ക് പതുക്കെ വലിച്ചു ചേർക്കുകയാണ്. ശരിക്കും ഒരു കൈ കൊണ്ടോ ശ്രീഹരി അവരെ തൂത്ത് തന്റെ പുറകിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്ക്. ഇപ്പോ ശ്രീഹരിയുടെ തൊട്ടു പുറകിൽ അവരെല്ലാവരും ഉണ്ട്. ശ്രീഹരി അവർക്ക് മുന്നിലാണ്. അത് കണ്ടതും ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെയും ബാക്കി സെക്ഷനിലെ ആളുകൾ ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി ഞങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കണ്ട. അതിന് മറുപടി കൊടുക്കാതെ ശ്രീഹരി ഇടത് കൈ അവിടെ തന്നെ പിടിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ബാരോയെ അതിശക്തമായ ഒരു ഒറ്റ ഇടി. ശ്രീഹരിയുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു പ്രത്യേക സ്പെല്ലുകളുമല്ല, വെറും ബ്രൂട്ട് സ്ട്രെങ്ത് ആണ്. ശക്തമായ പഞ്ച് തനിക്ക് നേരെ വരുന്നത് കണ്ടതും ബാരോ അനവധി സ്പെല്ലുകൾ ഒരുമിച്ച് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ശ്രീഹരിയുടെ ആ പഞ്ചിനെ തടുക്കുകയാണ്. ആ നിമിഷത്തിന് യോങ്ജി അയാളുടെ ട്രിപ്പിൾ കൈ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. അയാളുടെ മാന്ത്രിക സംവിധാനമാണല്ലോ ആ ട്രിപ്പിൾ കൈ. ആ 3 കൈകളും ഒരുമിച്ച് ശ്രീഹരിക്ക് നേരെ പാഞ്ഞു വരികയാണ്. ഈ നിമിഷത്തിൽ ഹാരിസ് ഫെങ് തൊട്ട് പുറകിൽ നിന്ന് അയാളുടെ മാന്ത്രിക ആയുധം പുറത്തെടുത്തു. 3 വശത്തു നിന്നും മാന്ത്രിക ആയുധങ്ങളുമായി ആ ടീം ശ്രീഹരിയെ വളഞ്ഞെന്ന് മാത്രമല്ല ശ്രീഹരിയെ ആ ആയുധങ്ങളുമായി നേരിടുകയും ചെയ്തു. അതിശക്തമായ പ്രഷർ ശ്രീഹരിക്ക് മുകളിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ മാന്ത്രിക ആയുധങ്ങൾ വഴി ശ്രീഹരിയെ ആഞ്ഞു പ്രഹരിക്കുമ്പോൾ ശ്രീഹരി വലത് കൈ ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുകയാണ്. എന്നാൽ ഇടത് കൈ പൂർണ്ണമായി ശ്രീഹരി ആ യോദ്ധാക്കളെ സംരക്ഷിക്കാനായി ഉപയോഗിച്ചിരിക്കുകയാണ്. ശ്രീഹരി ഒരു വല്ലാത്ത പൊസിഷനിലാണ്. ശക്തമായ ഫൈറ്റാണ് നടക്കുന്നത്. ശ്രീഹരിയുടെ ഇടത് കൈയുടെ ആ പവറിനെ മറികടന്നാൽ മാത്രമേ നോർത്തേൺ ലാൻഡുകാർക്ക് ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെയും ബാക്കി സെക്ഷനിലെയും ആളുകളെ നേരിടാൻ പറ്റൂ. അവരെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ബാരിയർ തന്നെ ശ്രീഹരി അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഊർജം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശക്തമായ മതിലാണ് ശ്രീഹരി ഒരുക്കിയിരിക്കുന്നത്. ആ മതിലിനെ മറികടക്കാൻ എത്ര ശ്രമിച്ചിട്ടും നോർത്തേൺ ലാൻഡുകാർക്ക് പറ്റുന്നില്ല. ആ മതിൽ തകർക്കാനായി ഒരു ശ്രമം യോങ്ജിയുടെ പുത്രന്മാരും നടത്തുന്നുണ്ട്. പക്ഷേ പറ്റുന്നില്ല. അവരെല്ലാവരും അതിശക്തമായി ആ മതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഹാരിസ് ഫെങ്ങും ബാരോയും യോങ്ജിയും അവരുടെ മാന്ത്രിക ആയുധങ്ങളുമായി ശ്രീഹരിയെ ലക്ഷ്യമിടുകയാണ്. ശ്രീഹരി ഇടത് കൈ ഇടതുവശത്തേക്ക് മാറ്റി പിടിച്ചിരിക്കുകയാണ്. വലത് കൈ കൊണ്ടാണ് ശ്രീഹരി തനിക്ക് നേരെ വരുന്ന സകല അറ്റാക്കിനെ തടുക്കുന്നത്. നിരന്തരമായി അറ്റാക്ക് ചെയ്യപ്പെടുകയാണ് ശ്രീഹരി. ഈ സമയത്താണ് സാക്ഷാൽ മാർക്ക് ഫെല്ലറുടെ ബ്ലാക്ക് ഈഗിൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ശരിക്കും ദൂരത്തെത്തിയപ്പോൾ തന്നെ മാർക്ക് ഫെല്ലർ ഡിവൈനായി ആക്ടിവേറ്റ് ചെയ്ത് അതിർത്തിയിലേക്ക് ഒന്ന് നോക്കിയിരുന്നു. അപ്പോഴാണ് മാർക്ക് ആ കാഴ്ച കണ്ടത്. അജയനായ ശ്രീഹരി ഒറ്റയ്ക്ക് ആ ശക്തികളെ നേരിടുന്ന ആ കാഴ്ച കണ്ട മാർക്കിന്റെ ബോഡിയിലൂടെ വല്ലാത്തൊരു ഊർജ്ജം അങ്ങനെ കടന്നു വരികയാണ്. മാർക്കിന് തന്നെ അത് കണ്ടപ്പോൾ ഒരു വല്ലാത്ത രോമാഞ്ചം ഉണ്ടാവുകയാണ്. മാർക്കിന്റെ രോമങ്ങളൊക്കെ എണീറ്റ് നിൽക്കുമ്പോൾ മാർക്ക് അതുപോലെ ആ ബ്ലാക്ക് ഹോക്കിന്റെ പുറത്ത് എണീറ്റ് നിൽക്കുകയാണ്. മാർക്കിന് ആ ബ്ലാക്ക് ഹോക്കിന്റെ വേഗത പോരാന്ന് തോന്നിയതും മാർക്ക്
ആ ലൈൻ ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗം മുന്നോട്ട് ആകാശത്തോടെ ഒന്ന് കുതിച്ചു. ആ ലൈൻ ഫോർമുലയിൽ കയറി അതിവേഗം ആ യുദ്ധകളത്തിലേക്ക് നീങ്ങുമ്പോൾ മാർക്ക് ഫെല്ലർ ആ കാഴ്ച കാണുകയാണ്. ശ്രീഹരിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന യോങ്ജിയും അതുപോലെ ബാരോയും ഫെങ്ങിനെയും മാർക്ക് ദൂരന്നേ കണ്ടു. അതോടൊപ്പം മാർക്കിനെ ഒരു ക്ലിയർ പിക്ചറും കിട്ടുകയാണ്. ശരിക്കും ശക്തമായ ഫൈറ്റാണ് അവിടെ ആ നദീതീരത്ത് നടക്കുന്നത്. യോങ്ജിയുടെ ആ ട്രിപ്പിൾ കൈ ആക്ടിവേറ്റ് ചെയ്ത് 3 പ്രതലങ്ങളിലൂടെ ശ്രീഹരി ആക്രമിക്കുമ്പോൾ അതേ സമയത്ത് ഒരു വലിയ അരിവാളുകൊണ്ട് ബാരോ ശ്രീഹരിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി ആഞ്ഞു വെട്ടാനുള്ള ശ്രമത്തിലാണ്. അതേ സമയത്ത് തന്നെ ശക്തമായ ഒരു വാളുമായി ഫെങ് ശ്രീഹരിയെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ 3 ആളുകളെയും ശ്രീഹരി നേരിടുമ്പോൾ ആ 3 പേരും ശക്തമായ ഇന്റേണൽ എനർജി ഉപയോഗിച്ച് വൻ പ്രഷർ കൂടി ശ്രീഹരിക്ക് കൊടുക്കുകയാണ്. പക്ഷെ അതൊക്കെ തന്റെ വലത് കൈകൊണ്ട് തടുത്ത് ഇടത് കൈകൊണ്ട് ബാക്കിയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ് ശ്രീഹരി. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ശ്രീഹരിക്ക് നേരെ പാഞ്ഞെടുത്ത യോങ്ജിയുടെ ആ 3 പ്രതലങ്ങൾ അടങ്ങിയ കൈ ശ്രീഹരി ശക്തമായി ഒറ്റ പഞ്ചിൽ ഏതാണ്ട് പുറകോട്ട് തെറിപ്പിച്ചു. യോങ്ജി ഏതാനും അടി പുറകോട്ട് മാറി. ആ നിമിഷത്തിലാണ് ആ അരിവാള് ശ്രീഹരിയുടെ കഴുത്തിന് നേരെ വന്നത്. ശ്രീഹരി ശക്തമായി ഒന്നുകൂടി പഞ്ച് ചെയ്തതും ആ അരിവാളും ബാരവും കൂടി ഏതാനും അടി പുറകോട്ട് മാറി. ഏതാണ്ട് കബഡി അടിക്കും പോലെയാണ് ബാരോയും ഫെങ്ങും യോങ്ജിയും ഇപ്പോ ശ്രീഹരി നേരിടുന്നത്. തൊട്ടു തൊട്ടില്ല എന്ന് പറയുന്ന ശൈലിയിൽ അവര് ശ്രീഹരിയുടെ അടുത്ത് നിൽക്കുകയാണ്. ശ്രീഹരി ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയുമ്പോൾ മറുഭാഗത്തൂടെ അറ്റാക്ക് ചെയ്യുക, അതാണ് അവരുടെ ടാർഗറ്റ്. ശ്രീഹരി ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാരെ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുന്ന കണ്ട നോർത്തേൺ ലാൻഡിലെ ബാക്കി ആളുകൾ കൂടി ശ്രീഹരിയെ ലക്ഷ്യമാക്കി അറ്റാക്ക് തുടങ്ങി. ഇപ്പോ 4 ഭാഗത്തുനിന്നും ശ്രീഹരി അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ശ്രീഹരി അറ്റാക്ക് ചെയ്യുന്ന നോർത്തേൺ ലാൻഡുകാർ താഴെ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. മുകളിൽ നിൽക്കുന്ന ശ്രീഹരിയുടെ 3 വശത്തായിട്ട് യോങ്ജിയും ബാരോയും അതുപോലെ ഫെങ്ങും ഉണ്ട്. ഫെങ് യോങ്ജിയോട് പറഞ്ഞു, നമുക്ക് ഒരേ നിമിഷം ഇവനെ അറ്റാക്ക് ചെയ്താലേ ഇവനെ തകർക്കാൻ പറ്റൂ. ശ്രീഹരി അവർക്ക് എല്ലാവർക്കും അറിയാം. അവരെ ആരെക്കാളും ശക്തനാണ് ശ്രീഹരി എന്നുള്ള കാര്യം അവര് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവർക്ക് ഒരിക്കലും ശ്രീഹരിയെ തോൽപ്പിക്കാനാവില്ല. ഇതുവരെ അവർ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുകയാണെങ്കിലും യഥാർത്ഥത്തിൽ അറ്റാക്ക് എന്ന സമയത്ത് സിംഗിൾ അറ്റാക്കാണ് നടക്കുന്നത്. അത് അപകടമാണെന്നാണ് ഫെങ് യോങ്ജിയോട് പറഞ്ഞത്. യോങ്ജിക്കും അത് മനസ്സിലായി. യോങ്ജി ബാരോ ഒന്ന് നോക്കുമ്പോൾ ബാരോ ഫെങ്ങിനെയും നോക്കി. ഇപ്പോ ഒരു ത്രികോണത്തിന്റെ ശൈലിയിൽ ആ 3 പേരും 3 കോണിലായിട്ട് നിൽക്കുമ്പോൾ ആ കൃത്യം ത്രികോണത്തിന് നടുക്ക് തന്നെയാണ് ശ്രീഹരി. ശ്രീഹരിയുടെ തൊട്ട് താഴെ അനവധി ആളുകൾ ശ്രീഹരിയെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ 3 അംഗ സംഘം പെട്ടെന്ന് ഒരു ലൈറ്റനിങ് ആക്ടിവിറ്റിയിലൂടെ പരസ്പരം കോർഡിനേറ്റ് ചെയ്തതുപോലെ അതിവേഗം ഒന്നിച്ച് ആ 3 കോർണറിൽ നിന്നും ശ്രീഹരിക്ക് നേരെ ഒരൊറ്റ പാച്ചിൽ. അങ്ങനെ പായുമ്പോൾ യോങ്ജിയുടെ കോണിൽ നിന്ന് വരുന്നത് ഒരു ട്രിപ്പിൾ കൈയാണ്. മറ്റൊരു കോണിൽ നിന്ന് വരുന്നത് ശക്തമായ ഒരു അരിവാളാണ്. 3ാമത്തെ കോണിൽ നിന്ന് അതിശക്തമായ ഒരു വാളാണ്. അത് 3ഉം ഒരുമിച്ച് 3 കോണിലൂടെ ശ്രീഹരിയുടെ പുറത്തേക്ക് പാഞ്ഞു കയറുമ്പോൾ ആ അരിവാളിന്റെ ലക്ഷ്യം കൃത്യമായിട്ടും ശ്രീഹരിയുടെ കഴുത്താണ്. ഈ സമയത്ത് താഴെ ഉണ്ടായിരുന്ന നോർത്തേൺ ലാൻഡുകളിൽ പലരും മുകളിലേക്ക് പൊങ്ങിക്കഴിഞ്ഞു. അവരുടെ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് പൊങ്ങി വന്ന അവർ ഇപ്പോ ശ്രീഹരിയുടെ ഇടുപ്പിന്റെ തൊട്ട് താഴെ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് അവർ ശ്രീഹരിയെ അറ്റാക്ക് ചെയ്തു തുടങ്ങി. ശ്രീഹരിക്ക് എങ്ങോട്ടും തിരിയാൻ പറ്റാത്ത ശൈലിയിൽ ശ്രീഹരിയെ ആ ഇടുപ്പിന് താഴെ നിൽക്കുന്ന ആളുകൾ ഏതാണ്ട് വളഞ്ഞു എന്ന് പറയാം. അവർ ഒരുപാടുണ്ട്. ആ കാഴ്ച കണ്ടതും താഴെ നിൽക്കുന്ന ഹെവൻലി ക്ലൗഡിലെ ആളുകൾ ഉറക്കെ ശ്രീഹരിയോട് വിളിച്ചു പറഞ്ഞു, ശ്രീഹരി ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളെ വിട്ടേക്ക്. ശ്രീഹരിയുടെ ഒരു കൈ അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ടാണ് ശ്രീഹരി ആ മുഴുവൻ അറ്റാക്കിൽ തടുക്കുന്നത്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ശ്രീഹരിക്കുണ്ട്. ആ നിമിഷത്തിലാണ് ഉറക്കെ ഒരു ശബ്ദം എല്ലാവരും കേട്ടത്. ഏയ്, 3 പേരും ചേർന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുന്നു. ശബ്ദം കേട്ട് ആ എൻറ്റയർ ആളുകളുടെയും തല മുകളിലേക്ക് തിരിയുമ്പോൾ മുകളിൽ നിന്ന് ഒരു മിന്നല് പോലെ ഒരാൾ പാഞ്ഞു വരുന്നതാണ് അവർ കണ്ടത്. ലൈൻ ഫോർമുലയിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ആ മൂവർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ കാഴ്ച കണ്ടതും യോങ്ജി അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഇവനിവിടെ എത്തിയ? അതേ ചോദ്യം സ്വാഭാവികമായും ശ്രീഹരിയുടെ മനസ്സിലുണ്ട്. ശ്രീഹരി ഉറക്കെ വിളിച്ചു, മാർക്ക്, നീ എത്തിയോ? ശ്രീഹരി ആ ചോദ്യം ചോദിക്കുമ്പോൾ നദിയുടെ മറുവശത്ത് ഈ കാഴ്ച കണ്ട് സുഖിച്ചു നിൽക്കുകയായിരുന്ന സീമബായിയുടെ മുഖം ഒന്ന് മങ്ങി. യോങ്ജിയും ബാക്കിയുള്ള ആ 2 വട്ടന്മാരും ചേർന്ന് ശ്രീഹരിയെ അവസാനിപ്പിക്കുമെന്ന് സീമബായി മനസ്സിൽ കരുതിയ ആ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ സ്ഥലത്തെത്തിയത്. സീമബായിയുടെ ക്രോണിനെ മാർക്ക് ഫെല്ലർ വകവരുത്തിയതിന്റെ ദേഷ്യം സീമബായിക്ക് ഇതുവരെയും പോയിട്ടില്ല.
മാർക്കിനെ കണ്ട സീമബൈ ഉറക്കെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു പോവുകയാണ്, ഷേ അവർ ഇവിടെയും വന്ന. അങ്ങനെ സീമബൈ ചോദിക്കുമ്പോഴേക്കും മാർക്ക് ശ്രീഹരിയുടെ തൊട്ട് അടുത്തെത്തി. മാർക്ക്, നീ എന്താ ഇങ്ങോട്ട് പോകുന്നത്? സീനിയർ ശ്രീഹരി അങ്ങിവിടെ ഇവരുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാ ഇങ്ങോട്ട് വരാതിരിക്കുക? മാർക്ക് ഫെല്ലറുടെ ചോദ്യം കേട്ടതും ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിനക്ക് എന്നെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ അവരെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യും. താഴെയുള്ള ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻകാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശ്രീഹരി അത് പറഞ്ഞത്. അവരെ മാർക്ക് പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ ശ്രീഹരിയുടെ രണ്ടാമത്തെ കൈയും ശ്രീഹരിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ, എനിക്ക് പക്ഷേ ഈ യോങ്ജിയെ ഇങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റില്ല. മാർക്ക്, അയാൾ ശരിക്കും ശക്തനാണ്, നീ അയാൾക്ക് തരമല്ല. അത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് പറഞ്ഞു, സീനിയർ വിഷമിക്കണ്ട, ഇവനെ ഞാൻ നേരിട്ടോളാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ശ്രീഹരിയുടെ നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് നേരെ മുകളിലേക്ക് കുതിച്ചു. മുകളിൽ ഈ സമയത്ത് സക്ഷൽ യോങ്ജിയും ആ ബാരോയും ഫെങ്ങും ഒരു വല്ലാത്ത അസ്വസ്ഥതയിൽ നിൽക്കുകയാണ്. അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിച്ച നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ അവിടേക്ക് വന്നത്. മാർക്ക് യോങ്ജിയുടെ അടുത്തേക്ക് തിരിയുന്ന കണ്ടതും ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, നീ യോങ്ജിയെ നേരിട്ടോ, യുവമാരുടെ കാര്യം ഞാൻ ഏറ്റു. ബാരോയും ഫെങ്ങും ശക്തരാണെങ്കിലും ശ്രീഹരിക്ക് മുന്നിൽ അവർ രണ്ടുപേരും ഒന്നുമല്ല എന്നുള്ള കാര്യം അവന്മാർക്കും അറിയാം. ശ്രീഹരി അവന്മാരെ നേരിടാൻ തുടങ്ങിയതും മാർക്ക് ഫെല്ലർ യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, നിന്നെ ഞാൻ നോട്ടമിട്ടിട്ട് കാലം ഒരുപാടായി, ഇന്ന് നിന്നെ ഞാൻ അവസാനിപ്പിക്കും. അത് കേട്ടതും ദേഷ്യം കൊണ്ട് ചുവന്ന യോങ്ജി അലറുകയാണ്, മാർക്ക്, നീ ഒരുപാട് വളർന്നു എന്ന് നിനക്ക് സ്വയം തോന്നുന്നെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ആ ട്രിപ്പിൾ കൈ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തതും ശക്തമായ ആ ട്രിപ്പിൾ കൈ മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വന്നു. മാർക്ക് ഫെല്ലർക്ക് നേരെ ആ ട്രിപ്പിൾ കൈ പാഞ്ഞു ചെല്ലുന്നത് തൊട്ട് താഴെയുള്ള ശ്രീഹരി കണ്ടായിരുന്നു. ശ്രീഹരിക്ക് മാർക്കിനെ സംരക്ഷിക്കണമെന്ന് ഒരു തോന്നൽ ആ നിമിഷം ഉണ്ടായി. ശ്രീഹരി ബാരോയും ഫെങ്ങിനെയും ഒറ്റ വീശിന് ദൂരേക്ക് തെറിപ്പിച്ചിട്ട് മുകളിലേക്ക് നോക്കുന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ വലത് കൈപ്പത്തി കൊണ്ട് ഒരൊറ്റ തള്ള്. ശരിക്കും മാർക്ക് ആ വായുവിൽ സൃഷ്ടിച്ച കാറ്റിൽ യോങ്ജിയുടെ പ്രസിദ്ധമായ ആ കൈപ്പത്തികൾ ചിതർന്നത് വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ശ്രീഹരി കണ്ടത്. ശ്രീഹരിക്ക് മാർക്കിന്റെ കപ്പാസിറ്റിയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ആ സംശയം കുറച്ചങ്ങ് മാറുകയാണ്. ശ്രീഹരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞ അതേ നിമിഷത്തിൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഫെല്ലർ തന്റെ ഓറ അങ്ങ് വർദ്ധിപ്പിച്ചു. മാർക്കിന്റെ ഓറ ശക്തമായി വർദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും മുകളിലുള്ള യോങ്ജിയും താഴെയുള്ള ശ്രീഹരിയും കണ്ടു. ശ്രീഹരിയോട് എതിരിടുന്ന ബാരോയും അതുപോലെ ഫെങ്ങും അത് അനുഭവിച്ചറിയുകയും ചെയ്തു. ഇവൻ ശരിക്കും ശക്തനായോ? അങ്ങനെ ഒരു ചോദ്യം അവിടേക്ക് മനസ്സിൽ വരുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ ലൈൻ ഫോർമുലയിൽ യോങ്ജിയുടെ തൊട്ടു മുന്നിൽ എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് യോങ്ജിക്ക് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലർ ഇടത് കൈ ഉയർത്തി ഒരു അച്ചിയ ആടി. മാർക്ക് തൊട്ടു മുന്നിൽ എത്തിയപ്പോ പ്രൊട്ടക്ട് ചെയ്യാനായി കൈ യോങ്ജി ഉയർത്താൻ ശ്രമിച്ച ആ നിമിഷം തന്നെ മാർക്കിന്റെ ഇടത് കൈ യോങ്ജിയുടെ പുറത്ത് പതിച്ചു കഴിഞ്ഞു. അടിയേറ്റ യോങ്ജി ഒരു ബുള്ളറ്റ് പായും പോലെ ആകാശത്ത് നിന്ന് നേരെ താഴേക്ക് ഇങ്ങനെ കുതിച്ചു പാഞ്ഞു വരികയാണ്. മാർക്ക് ഒറ്റ അടിക്ക് ആകാശത്ത് നിന്ന് യോങ്ജിയെ ആ തറയിലേക്ക് അങ്ങ് തെറിപ്പിച്ചു. ബുള്ളറ്റ് പോലെ യോങ്ജി തറയിൽ വന്ന് പതിച്ചതും ആ തറയിൽ ഒരു വൻ കുഴി തന്നെ രൂപപ്പെട്ടു. ഇപ്പോ സകലരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു, മാർക്ക്, അത് കൊള്ളാം, അത് കൊള്ളാം. അറിയാതെ ശ്രീഹരി പറഞ്ഞു പോവുകയാണ്. ശ്രീഹരി അങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രീഹരിയുടെ ഇടതും വലതും കൈകൾ ഒരുമിച്ച് ബാരോയും അതുപോലെ ഫെങ്ങിനെയും നേരിട്ട് തുടങ്ങിയിരുന്നു. ശ്രീഹരിയുടെ അതിശക്തമായ രണ്ട് പഞ്ചുകൾ ലൈറ്റനിങ് വേഗതയിൽ ബാരോയ്ക്കും അതുപോലെ ഫെങ്ങിനും നേരെ വീണതും അവർ ഒരുപാട് ദൂരേക്ക് തെറിച്ചു. അവർക്ക് രണ്ടുപേർക്കും ശ്രീഹരിയോട് എതിരിടാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. ഈ കാഴ്ച നദിയുടെ മറുകരയിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന സീമാബൈക്ക് വല്ലാത്തൊരു അരിശം ഉണ്ടാക്കുകയാണ്. സീമാബൈ അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, ആ മാർക്കിനെ നേരിടാൻ ആളിറക്ക്. അങ്ങനെ സീമാബൈ പറയുമ്പോഴേക്കും താഴെ കുഴിയിൽ വീണിരുന്ന യോങ്ജി അവിടുന്ന് എണീറ്റ് കഴിഞ്ഞു. ഇപ്പോൾ യോങ്ജി ഒരു കാഴ്ചയാണ്. അയാളുടെ മുഖത്തിന്റെ ഒരു ഭാഗം ഏതാണ്ട് പൊളിഞ്ഞു എന്ന് പറയാം. മാർക്കിന്റെ ഇടത് കൈ കൊണ്ടുള്ള ആ അടി അയാളുടെ ഒരുമാതിരിപ്പെട്ട പല്ലുകളൊക്കെ തെറിപ്പിച്ചിട്ടുണ്ട്. ശക്തമായ ബോഡിയുള്ള വ്യക്തിയാണ് യോങ്ജി. പക്ഷെ മാർക്ക് ഫെല്ലറുടെ ഇടത് കൈ കൊണ്ടുള്ള അതിശക്തമായ അടി യോങ്ജിയുടെ മുഖത്ത് പതിക്കുന്നത് വളരെ വളരെ അടുത്ത് നിന്നാണ്. തറയിലേക്ക് വീണ് ആ തറ കുഴിഞ്ഞ സമയത്ത് യോങ്ജിയുടെ ബോഡി പല ഭാഗവും മുറിഞ്ഞിട്ടുണ്ട്. അയാളുടെ വായിക്കൂടി
രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. രക്തം കൈകൊണ്ട് വലിച്ചു കളയുന്ന യോങ്ജി വല്ലാത്തൊരു കാഴ്ചയാണ്. ദേഷ്യത്തോടെ അലറിയ യോങ്ജി ആ നിമിഷം മുകളിലേക്ക് അങ്ങ് പൊങ്ങി. അവൻ മാർക്കിന് മുന്നിലെത്തി. ഏയ്, നീ എന്നെ തൊട്ടല്ലേ മാർക്ക്, ഇങ്ങനെ ഞാൻ അവസാനിപ്പിക്കപ്പെടാ. യോങ്ജി, വാചകമടി നിർത്ത്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ട്രംപ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഇറക്ക്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും യോങ്ജിയുടെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതിന്റെ കാരണം മാർക്കിന്റെ തൊട്ടുപുറകിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കറുത്ത വേഷധാരിയാണ്. സീമാബായി ആവശ്യപ്പെട്ട അനുസരിച്ച് സീമാബായിക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരാളെ ആ നിമിഷം തന്നെ നോർത്തേൺ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ആ ഓൾഡ് ഗേറ്റ് വഴി അയച്ചു കഴിഞ്ഞിരുന്നു. പുഞ്ചിരി കണ്ട മാർക്ക് കൺകോഡിലൂടെ ആ കാഴ്ച കണ്ടു. ഒരു കറുത്ത വസ്ത്രധാരി മാർക്കിന്റെ പുറകിൽ നിൽക്കുന്നത്. മാർക്ക് അയാളെ നോക്കിയതും അയാൾ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ശരിക്കും ശക്തനാണെന്ന് സ്വയം ധരിക്കുന്നുവെങ്കിൽ ആ ധാരണ തിരുത്താൻ ഇതാ സമയമായിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ കയ്യിൽ നനയ്ക്കിയതും ഒരു കറുത്ത പുക അയാളുടെ കയ്യിൽ നിന്ന് മാർക്ക് ഫെല്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. അയാൾക്കും മാർക്കിനും ഇടയിലുള്ള പ്രതലം കറുത്ത പുക കൊണ്ട് അയാൾ മൂടുമ്പോൾ മറുഭാഗത്ത് യോങ്ജി രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി താഴേക്കൊരൊറ്റയേറി. ശരിക്കും മാർക്കിന് നേരെ ആ രണ്ട് കൈയും അയാൾ എറിയുമ്പോൾ ശക്തമായ പ്രകാശം മാർക്കെതിരെ പാഞ്ഞു വരികയാണ്. ഒരു ഭാഗത്തുനിന്ന് പ്രകാശവും മറുഭാഗത്തുനിന്ന് ഇരുട്ടും ഒരേ സമയത്ത് മാർക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന പ്രകാശത്തെയും ആ ഇരുട്ട് കലർന്ന പുകയും മൈൻഡ് ചെയ്യാതെ മാർക്ക് ഫെല്ലർ കൈ രണ്ടും പെട്ടെന്ന് പുറകിൽ കെട്ടി. യുദ്ധക്കളത്തിൽ എതിരാളികൾ ആയുധങ്ങളുമായി ഒരാൾ ആക്രമിക്കുമ്പോൾ ആ ആള് കൈകെട്ടി ആ ആയുധങ്ങളുടെ അറ്റാക്കിന് സ്വയം വിധേയമാകാൻ ശ്രമിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ്. താഴെയുള്ള ആളുകൾ ആ കാഴ്ച കണ്ടു. അവർ പലരും അറിയാതെ വിളിച്ചു പോവുകയാണ്, മാർക്ക്. അങ്ങനെ ഒരു വിളിക്കുമ്പോഴേക്കും ആ പ്രകാശവും ആ പുകയും മാർക്കിന്റെ പുറത്ത് തട്ടുകയും ചെയ്തു. ശരിക്കും ശക്തമായിട്ടാണ് അതൊന്ന് ഇടിക്കുന്നത്. അല്പനേരത്തേക്ക് അവിടെ ഒന്നും വിസിബിൾ അല്ല. മാർക്കിനെ ആ കറുത്ത പുക അങ്ങ് മൂടുകയായിരുന്നു എന്ന് പറയാം. ആ കറുത്ത പുകയ്ക്കുള്ളിൽ കൂടി തന്നെ ആ പ്രകാശവും മാർക്കിനെ അങ്ങ് വലയം ചെയ്തു. മാർക്കിന്റെ ഇടതും വലതുമായി യോങ്ജിയും ആ നോർത്തേൺ ലാൻഡുകാരനും അക്ഷമയോടെ ആ പ്രകാശവും പുകയും കൊണ്ട് മൂടപ്പെട്ട പ്രതലത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പതുക്കെ മാർക്കിന്റെ രൂപം അവിടെ വിസിബിളായി. മാർക്കിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള അടയാളം പോലും വീണിട്ടില്ല. മാർക്ക് അപ്പോഴും രണ്ട് കൈയും പുറകിൽ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു രംഗം. അങ്ങനെ ആ കാഴ്ചയെ വിളിക്കാൻ പറ്റൂ. നദിയുടെ മറുകര നിൽക്കുന്ന സീമാബായി അത് കണ്ടു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ ശക്തി പിന്നെയും കൂടിയോ? ഇവനെ ഇപ്പൊ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാളെ നോർത്തേൺ ലാൻഡിന് ഇവനൊരു പണിയാകും. അങ്ങനെ ഒരു ചിന്ത സീമാബായിയുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ കറുത്ത വേഷധാരി പെട്ടെന്നാണ് അവന്റെ കൈയൊന്ന് അനക്കിയത്. ആ കൈയിൽ അനക്കിയതും അനവധി പാമ്പുകൾ അവന്റെ വിരലിൽ നിന്ന് മാർക്കിനെതിരെ പാഞ്ഞു തുടങ്ങി. ഒരു മാജിക് അവിടെ അവൻ കാണിക്കാൻ പോവുകയാണ്. മാർക്കിനെ വിഷം കൊടുത്ത് കൊല്ലാനുള്ള അവന്റെ ഒരു ടാർഗറ്റ്. അതേ സമയത്ത് യോങ്ജിയും മാർക്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. മാർക്കിന്റെ വലത് കൈ ആ നിമിഷത്തിൽ ഒന്ന് ആക്ട് ചെയ്തു. മാർക്കിന്റെ വലത് കൈയിലേക്ക് ഒരു സുവർണ പ്രകാശം കടന്നു വരികയാണ്. ആ സുവർണ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഒരു അറ്റ ഇടി. മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന പാമ്പുകൾ പലതും ആ ഇടിയുടെ ആഘാതത്തിൽ കണ്ടുപിടിക്കാൻ പോലും ആകാത്ത വിധത്തിൽ ചെറു തരികളായി അപ്രത്യക്ഷമാകുന്ന കാഴ്ച താഴെ നിൽക്കുന്ന ആളുകൾ കണ്ടതും ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആളുകളും സദൻ മേഖല ആളുകളൊക്കെ മാർക്ക് മാർക്ക് എന്ന് ഉറക്കെ വിളിച്ചു തുടങ്ങി. ശരിക്കും ഒരു ആവേശം അവർക്ക് ഫീൽ ചെയ്യുകയാണ്. യോങ്ജിയും ബാരോയും ഫെങ്ങും സദൻ മേഖല വിട്ടുപോയപ്പോൾ സദൻ മേഖലയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നത് മാർക്ക് ഫെല്ലറും ശ്രീഹരിയുമാണ്. ആ രണ്ടുപേരും നോർത്തേൺ ലാൻഡുകാരെയും അവരുടെ സിൽബന്തികളായ യോങ്ജിൻ ടീമിനെയും അങ്ങനെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് ഉറക്കെ വിളിച്ചല്ലേ പറ്റൂ. ഈ സമയത്ത് ബാരോയും അതുപോലെ ഫെങ്ങും ശ്രീഹരിയുടെ ശക്തമായ പഞ്ചുകളിൽ ആകെ കുഴങ്ങി ദേഹം മുഴുവൻ പൊട്ടി ഒലിക്കുകയാണ്. അവിടെ പല എല്ലുകളും തകർന്ന് തരിപ്പണമായതും രണ്ടുപേരും ഓൾ ഗേറ്റ് വഴി ആ നിമിഷം തന്നെ നദി കടന്ന് മറുകരയെത്തി. ശ്രീഹരിക്ക് ആ കാഴ്ച കാണാം. ശ്രീഹരി അറിയാതെ പറഞ്ഞുപോയി, അവരും രക്ഷപ്പെട്ടല്ലോ. മറുകരയിൽ സീമാബായിക്ക് സമീപത്ത് ബാരോയും അതുപോലെ ഫെങ്ങും എത്തിക്കഴിഞ്ഞു. അവന് പുറത്തുകൂടി ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. അവരുടെയൊക്കെ കണ്ണുകൾ ഇപ്പോൾ മാർക്ക് ഫെല്ലറിലാണ്. മാർക്കിനെ യോങ്ജിയും ആ കറുത്ത വസ്ത്രധാരിയും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന ആ രംഗം ശരിക്കും രസകരമായ ഒരു രംഗമാണ്. അവരെല്ലാം ശരിക്കും താല്പര്യത്തോടെ ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ഫെല്ലറുടെ കൈ ഒന്ന് ചലിച്ചു. ആ കറുത്ത വസ്ത്രധാരിക്ക് നേരെ മാർക്ക് കൈ ഒന്ന് ചലിപ്പിച്ചതും മാർക്കിനും ആ കറുത്ത വസ്ത്രധാരിക്കും ഇടയിലുണ്ടായിരുന്ന വായു പെട്ടെന്നാണ് അങ്ങ് അപ്രത്യക്ഷമായത്.
എന്താണ് സംഭവിക്കുന്നതെന്ന് ആ കറുത്ത വസ്ത്രധാരിക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങി. അയാൾക്ക് ശരിക്കും ഒരു ഞെട്ടലുണ്ട്. കാരണം അയാളുടെ ബോഡിയിൽ നിന്ന് എന്തൊക്കെയോ നഷ്ടമാകുന്ന പോലെ ഒരു ഫീല് അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. യോങ്ജിയും ആ കാഴ്ച കാണുന്നുണ്ട്. മാർക്കിനെ നേരിടുന്ന ആ കറുത്ത വസ്ത്രധാരി പെട്ടെന്ന് ചുക്കിച്ചുളിയും പോലെയാണ് യോങ്ജിക്ക് തോന്നിയത്. താഴെയുള്ള ശ്രീഹരിയും ആ കാഴ്ച കണ്ടു. മാർക്ക് ആ കറുത്ത വസ്ത്രധാരിയുടെ ഡിവൈൻ സെൻസും അതുപോലെ സ്പിരിച്വൽ എനർജിയും ഒരുമിച്ച് അങ്ങ് വലിച്ചെടുക്കുകയായിരുന്നു. ഒരൊറ്റ വലിക്ക് സെൻസും അതുപോലെ എനർജിയും ആ മനുഷ്യന്റെ ബോഡിയിൽ നിന്ന് മാർക്ക് വലിച്ചെടുത്തതും ബാലൻസ് ഉള്ളത് കുറച്ച് മാംസവും എല്ലും ഒക്കെയാണ്. ജീവനില്ലാത്ത ആ മാംസവും എല്ലും കഷ്ണങ്ങളും താഴേക്ക് വീഴുമ്പോൾ സീമാബായും കൂടെ ഉള്ളവരും അറിയാതെ അവിടെ കാണുന്ന കല്ലിലൊക്കെ പിടിച്ചു പോവുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. ആ നോർത്തേൺ ലാൻഡുകാരന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയും മുമ്പ് അവന്റെ ജീവൻ അവന് നഷ്ടമായിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ കാഴ്ച യോങ്ജിക്ക് ഒരു ഞെട്ടലുണ്ടാക്കിയെങ്കിലും അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കയ്യും നനക്കിയതും യോങ്ജിയുടെ പുറകിൽ ശക്തമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. നല്ല പൊക്കമുള്ള അതിശക്തമായ ഒരു രൂപം. യോങ്ജിയേക്കാൾ ഒരുപാട് വലിപ്പമുള്ള ആ രൂപത്തെ കണ്ടാൽ ഒരു ന്യായാധിപന്റെ ലുക്കുണ്ട്. ആ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടതും മാർക്കിന് ശരിക്കൊരു പ്രശ്നം അനുഭവപ്പെട്ടു തുടങ്ങി. ആ രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ടതും യോങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ ഇപ്പോ നീ അവസാനിക്കും. അങ്ങനെ യോങ്ജി പറഞ്ഞതും ആ രൂപത്തിന്റെ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർന്നതും ഒരേ നിമിഷത്തിലാണ്. ആ രൂപത്തിന്റെ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർന്നതും ആ കരങ്ങളിൽ നിന്ന് ഒരു പ്രകാശം കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്ക് ഫെൽഡെ പുറത്തു വീണു. മാർക്കിന്റെ പുറത്ത് ആ പ്രകാശം വീണതും മാർക്ക് ഒരു ചങ്ങലയിൽ ബന്ധിതനായി. ഒരു റെസ്റ്റോറന്റിന്റെ അകത്ത് വെച്ച് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ മാർക്കിനെ ബന്ധിച്ചത് ഇതുപോലെയാണ്. മാർക്കിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചങ്ങലയുടെ മറെൻഡ് ആ പൊക്കമുള്ള ആ രൂപത്തിന്റെ കയ്യിലാണ്. ആ കാഴ്ച കണ്ടതും ചിരിച്ചുകൊണ്ട് യോങ്ജി പറഞ്ഞു, മാർക്ക്, ഈ സ്പെല്ല് ആർക്കും മറികടക്കാനാവില്ല. സൃഷ്ടിച്ച എനിക്ക് പോലും ഇതിനെ ഇനി നിയന്ത്രിക്കാൻ പറ്റില്ല. മാർക്ക്, നീ ചോദിച്ചു വാങ്ങിച്ചതാണിത്. ഈ കാഴ്ച താഴെയുള്ള ശ്രീഹരി കണ്ടു. ശ്രീഹരി ഉറക്കെ യോങ്ജിയോട് പറഞ്ഞു, യോങ്ജി, മാർക്കിനെ തുടരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിച്ച ശ്രീഹരി ഒരൊറ്റ ഇടിയേറ്റ് യോങ്ജി ഒരുപാട് ദൂരേക്ക് തെറിക്കുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർക്കും ആ രൂപത്തിനും ഇടയിലുള്ള ആ ഗ്യാപ്പ് അങ്ങ് കുറഞ്ഞു. ആ രൂപം മാർക്കിനെ അടുത്തേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. വലിച്ചടിപ്പിക്കുന്ന ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റുമായി ഒരു തീജ്വാലയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ രൂപത്തിന്റെ ഒരു ആക്ഷന്റെ ഫലമായിട്ട് മാർക്ക് ഇപ്പോൾ ഒരു തീക്കുണ്ടത്തിന് അകത്തായതുപോലെയാണ്. ആ കാഴ്ച ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, മാർക്ക് ആ തീയിൽ വെന്ത് വെണ്ണീറാകും. ആകാശത്ത് ജ്വലിക്കുന്ന ഒരു തീക്കുണ്ടത്തിന് നടുക്ക് മാർക്ക് നിൽക്കുകയാണ്. മാർക്കിന്റെ ദേഹം മുഴുവൻ ചങ്ങലകളാൽ ബന്ധിതമാണ്. ശരിക്കും ആ ചങ്ങലകൾ ആളുകൾക്ക് ദൃശ്യമാണ്. ആളുകൾക്ക് കാണാം ആ ചങ്ങല മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ആ രൂപത്തിന്റെ കയ്യിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മാർക്ക് ആ തീജ്വാലയ്ക്കുള്ളിലാണ്. തെറിച്ചു വീണ യോങ്ജി ഈ സമയത്ത് ശ്രീഹരിയോട് പറഞ്ഞു, ശ്രീഹരി, എനിക്ക് പോലും മാർക്കിനെ രക്ഷിക്കാൻ ഇനി പറ്റില്ല. അങ്ങനെ ശ്രീഹരിയോട് യോങ്ജി പറയുമ്പോൾ ശ്രീഹരിയും ആകെ പെട്ടതുപോലെയായി. മാർക്കാണെങ്കിൽ ജ്വലിക്കുന്ന തീക്കുള്ളിലാണ്. പക്ഷെ മാർക്ക് ശരിക്കും ശാന്തനാണ്. ഒരു പരിഭ്രമവും മാർക്കിന്റെ മുഖത്തില്ലെങ്കിലും മാർക്ക് രണ്ട് കൈയും കൊണ്ട് ആ തീജ്വാലയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മാർക്കിന്റെ ബോഡി ബന്ധിതമാണെങ്കിലും കൈ ഏതാണ്ട് സ്വതന്ത്രമാണെന്ന് പറയാം. ആ കൈ ഉപയോഗിച്ച് മാർക്ക് ചുറ്റുമുള്ള തീജ്വാലയിൽ ഇടിക്കുന്നുണ്ട്. പക്ഷെ ആ തീജ്വാലയെ ബ്രേക്ക് ചെയ്യാൻ മാർക്കിന് പറ്റുന്നില്ല. മാർക്കിന് ചുറ്റും കിണർ പോലെ ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. മാർക്ക് ആ കിണറിനകത്താണെന്ന് പറയാം, പക്ഷേ സീത്രൂ ആണ്, ആളുകൾക്ക് കാണാം. താഴെ നിൽക്കുന്ന ആളുകൾ ആ കാഴ്ച കണ്ട് വല്ലാതെ അസ്വസ്ഥരായി. ആ സമയം മുതലാക്കിയ നോർത്തേൺ ലാൻഡിലെ ഫൈറ്റേഴ്സ് അവർക്ക് നേരെ തിരിഞ്ഞതും ശ്രീഹരി ശക്തമായ പ്രഷർ ഉപയോഗിച്ച് അവരെ ഒന്ന് പുറകോട്ട് തള്ളി. പക്ഷെ ആ നിമിഷത്തിൽ ഒരു അമ്പരപ്പിക്കുന്ന കാഴ്ച ആളുകളൊക്കെ കണ്ടു. മാർക്ക് ഫെൽഡർ മൂടിയിരിക്കുന്ന ആ തീ കിണറിനകത്തുനിന്ന് അതിശക്തമായ ഒരു രൂപം മുകളിലേക്ക് കുതിച്ചു വരുന്നതാണ് ആളുകൾ കണ്ടത്. മാർക്ക് കോസ്മിക് ഫോം ആക്ടിവേറ്റ് ചെയ്തതാണ്. കോസ്മിക് ഫോം ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് തീജ്വാലയുടെ മുകൾ ഭാഗം പൊളിച്ച് മുകളിൽ വന്നിരിക്കുകയാണ്. മാർക്കിന് ചുറ്റുമുള്ള തീജ്വാലകൾ ആ നിമിഷം തെറിച്ചു. അത് കണ്ട ശ്രീഹരി ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതുകൊള്ളാം. ശരിക്കും വല്ലാത്തൊരു ആവേശം ഇപ്പൊ ശ്രീഹരിക്ക് തന്നെ അനുഭവപ്പെടുകയാണ്. മാർക്ക് ആ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെട്ടത് യോങ്ജിയും കണ്ടു. അത് കണ്ട യോങ്ജി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതുകൊണ്ടൊന്നും കാര്യമില്ല. അങ്ങനെ യോങ്ജി പറയാൻ ഒരു കാരണമുണ്ട്. ആ സമയത്ത് ആ രൂപം ചങ്ങലയിൽ പിടിച്ച് മാർക്കിനെ അടുത്തേക്ക് വലിക്കുകയാണ്. മാർക്കും ആ രൂപം നമ്മൾ അകലം കുറഞ്ഞു വരികയാണ്. മാർക്ക് ആ രൂപത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ രൂപം മാർക്കിനെ അവസാനിപ്പിക്കും.
ആ കാര്യം യോങ്ജിക്ക് അറിയാം. അതിൻ്റെതായ ഒരു സന്തോഷം യോങ്ജിയുടെ മുഖത്തുണ്ട്. മറുകരയിൽ നിൽക്കുന്ന സീമബായും ബാരോയും അതുപോലെ ആ ഫെങ്ങും ഒക്കെ അതിൻ്റെതായ സന്തോഷത്തിലാണ്. നോർത്തേൺ ലാൻഡുകാർ മുഴുവൻ സന്തോഷത്തിലാണ്. അതേസമയത്ത് സദേൺ ലാൻഡുകാര് വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ്. അവരുടെ വലിയ പ്രതീക്ഷ മാർക്കിലാണ്. ആ മാർക്കാണ് ഇതാ യോങ്ജി സൃഷ്ടിച്ച ആ അപൂർവ രൂപത്തിന് മുന്നിൽ പെട്ടുപോയിരിക്കുന്നത്. പക്ഷെ ഇപ്പോ മാർക്കിന്റെ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയുണ്ട്. മരണം തൊട്ടു മുന്നിലെത്തുമ്പോൾ അലറി വിളിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. യോദ്ധാക്കൾക്കൊക്കെ അതറിയാം. അതിശക്തനായ യോദ്ധാവായ മാർക്കിനും അതറിയാമെന്ന് താഴെ നിൽക്കുന്ന ആളുകൾ ആ ശാന്തഭാവത്തെ വിലയിരുത്തുമ്പോഴേക്കും മാർക്ക് ആ രൂപത്തിന്റെ തൊട്ടടുത്തെത്തി. ആ കാഴ്ച കണ്ട യോങ്ജിയുടെ സന്തോഷം ഇങ്ങനെ വാനോളം ഉയരുമ്പോൾ പെട്ടെന്ന് അയാൾ ആ കാഴ്ച കണ്ടു. മാർക്ക് ഫെലറുടെ കൈ ഒന്ന് പുറകോട്ട് മാറി മുന്നോട്ട് കുതിക്കുന്ന ആ കാഴ്ച യോങ്ജി കണ്ട ആ നിമിഷത്തിൽ ആ രൂപം ഇടിയേറ്റ് ഒരുപാട് ദൂരേക്ക് തെറിച്ചു. ഒരൊറ്റ ഇടിയിൽ ആ രൂപം തെറിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധ്യത തൻ്റെ ആ സ്പെല്ലിനുണ്ടെന്ന് യോങ്ജിക്ക് അറിവുള്ള കാര്യമായിരുന്നില്ല. യോങ്ജി ശരിക്കും വാ പൊളിച്ച് ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ ശ്രീഹരി സന്തോഷം കൊണ്ട് അലറി വിളിക്കുകയാണ്, മാർക്ക് അത് കൊള്ളാം. അങ്ങനെ ശ്രീഹരി പറയുമ്പോൾ മാർക്ക് ഇടത് കൈകൊണ്ട് ആ ചങ്ങലയെ പിടിച്ചൊരൊറ്റ വലി. മാർക്ക് ചങ്ങലെ പിടിച്ച് വലിച്ചതും ആ രൂപം മാർക്കിനടുത്തേക്ക് പാഞ്ഞു വന്നു. അടുത്തേക്ക് പാഞ്ഞെത്തിയ രൂപത്തെ വലത് കൈകൊണ്ട് മാർക്ക് ഒരൊറ്റ ഇടിയേറ്റ് വീണ്ടും ആ രൂപം പുറകോട്ട് മാറിയതും മാർക്ക് ചങ്ങലെ പിടിച്ച് പിന്നെയും വലിക്കുകയാണ്. മാർക്കിന്റെ മൂന്നാമത്തെ ഇടി ആ രൂപത്തിന്റെ പുറത്ത് പതിച്ചതും ആ രൂപം ചെറു കഷ്ണങ്ങളായി അങ്ങ് ചിതറി. ആ രൂപം ഒരിക്കലും അത്തരത്തിലൊരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. ആ രൂപം ചിതറിയതും മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന ചങ്ങലയും ആ നിമിഷം അപ്രത്യക്ഷമായി. പക്ഷെ ആ നിമിഷത്തിൽ യോങ്ജി ആ വോയിഡ് ഗേറ്റ് വഴി മറുകരയ്ക്ക് എത്തുകയും ചെയ്തു. സീമബായിക്ക് അടുത്തെത്തി യോങ്ജി ഇപ്പൊ ഒരു കാഴ്ചയാണ്. അയാളുടെ ദേഹത്തൂടി രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന്റെ അടിയേറ്റ് താഴെ വീണ യോങ്ജിക്കാണ് ശ്രീഹരിയുടെ രണ്ടാമതൊരു പഞ്ച് കിട്ടിയത്. തൽഫലമായി അയാളുടെ ദേഹത്ത് ഒട്ടുമുക്കാലെല്ലും ഒടിഞ്ഞ് നുറുങ്ങിയിട്ടുണ്ട്. അതേ അവസ്ഥ തന്നെ ബാരോയ്ക്കും അതുപോലെ ഫെങ്ങിനും. ശ്രീഹരി അവസാന നിമിഷത്തിൽ ബാരോയും അതുപോലെ ഫെങ്ങിനെയും അതിശക്തമായിട്ടാണ് ഇടിച്ചത്. ആ മൂവർ സംഘം മറുഭാഗത്ത് നിൽക്കുന്നത് ഇപ്പുറത്ത് മുകളിലുള്ള മാർക്ക് ഫെലർ കണ്ടു. മാർക്ക് സാവധാനം താഴേക്ക് താഴുമ്പോൾ ശ്രീഹരിയും താഴേക്ക് താന്നു. ഈ നിമിഷത്തിൽ ആ നോർത്തേൺ ലാൻഡുകാർ പലരും ഓയിൽ ഗേറ്റുകൾ വഴി മറുഭാഗത്തേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു. നോർത്തേൺ ലാൻഡുകാർ മുഴുവൻ സ്ഥലത്തുനിന്ന് അപ്രത്യക്ഷമായതും ആളുകളെല്ലാം മാർക്കിനെയും ശ്രീഹരി അങ്ങ് വളയുകയാണ്. അവർക്കൊക്കെ വല്ലാത്തൊരു ആവേശം. മാർക്ക്, നിങ്ങൾ ശ്രീഹരിക്കൊപ്പം കൂടിയപ്പോ ശരിക്കും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. അവർ ശരിക്കും സന്തോഷം പ്രകടിപ്പിച്ചപ്പോ ശ്രീഹരി മാർക്കിനെ വിളിച്ചുകൊണ്ട് ശ്രീഹരിയുടെ മുറിയിലേക്ക് നടന്നു. ഈ സദേൺ മേഖലയിൽ ഡെഡ് സീയുടെ ഒരു കരയിലായി ശ്രീഹരി താമസിക്കാൻ ഒരു മുറിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഭടന്മാരും ഒക്കെ അവർക്ക് താമസിക്കാൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നോർത്തേൺ ലാൻഡിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവരെ എതിരിടാനായിട്ട് അവരുടെ തമ്പടിച്ച് കിടക്കുകയാണെന്ന് അർത്ഥം. മാർക്കിനൊപ്പം മുറിയിലേക്ക് കയറിയ ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, ഹേ മാർക്ക്, ഇപ്പൊ നീ ശരിക്കും ശക്തനായിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നീ എന്നേക്കാൾ ശക്തനായെന്നാണ്. സീനിയർ, അങ്ങനെ പറയാതെ. ഞാൻ ചില സ്പെല്ലൊക്കെ ഉപയോഗിച്ച് പിടിച്ചു നിന്നേ ഉള്ളൂ. മാർക്ക്, ഈ സ്പെല്ലും ശക്തിയിൽ പെടും. അത് കേട്ടതും മാർക്ക് ചോദിച്ചു, അല്ല സീനിയർ, എന്നിട്ട് സീനിയർ എന്താ സ്പെല്ല് ഉപയോഗിക്കാത്തത്? മാർക്ക്, സ്പെല്ല് ഇല്ലാതെയും നമുക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. മാർക്കിന് ശ്രീഹരി പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല. മാർക്ക് ഈ മാർഷൽ ആർട്സ് മേഖലയിലേക്ക് ഇറങ്ങിയ നിമിഷം മുതൽ മാർക്കിന്റെ കയ്യിൽ ചില സ്പെല്ലുകളുണ്ട്. മാർക്ക് ആദ്യം പഠിച്ചെടുത്ത ഒരു സ്പെല്ല് ഈ അബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് മാർക്കിന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ സുവർണ്ണ നിറത്തുള്ള ലൈറ്റ് ഉണ്ടാക്കുന്ന ടെക്നിക്ക്, അതുപോലെ പച്ച നിറത്തിലുള്ള ടെക്നിക്കും ഒക്കെ വിവിധ സ്പെല്ലുകളാണ്. അനവധി സ്പെല്ലുകൾ മാർക്കിന്റെ കയ്യിലുണ്ട്. ആ സ്പെല്ലുകളുടെ പച്ചയിലാണ് മാർക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കുക. പക്ഷെ ഇവിടെ ശ്രീഹരി പറയുന്നത് സ്പെല്ലൊന്നും ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാമെന്നാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജൂവിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിക്കും ആ ഇഞ്ചുറി ഒക്കെ മാറിയോ? ജൂവിന് ഇഞ്ചുറി ഉണ്ടായിരുന്നുവെന്ന് മാർക്കിന് അറിവുള്ള കാര്യമല്ല. അത് കേട്ടത് മാർക്ക് അമ്പരപ്പോടെ ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ, ജൂവിന് പരിക്ക് പറ്റിയായിരുന്നു? അതെ മാർക്ക്, ഇവിടെ ഫൈറ്റ് നടക്കുമ്പോൾ പരിക്ക് പറ്റിയത് കൊണ്ടാ ജൂ ഇവിടെ തിരിച്ചു പോയത്. മാർക്കിന് അതൊരു പുതിയ അറിവാണ്. ജൂവിനെ മാർക്ക് അവസാനം കണ്ടപ്പോൾ മാർക്കിന് എന്തോ ഒരു സംശയം തോന്നിയിരുന്നു. പക്ഷേ അത് പരിക്കിന്റെ ഫലമായിട്ടുണ്ടായ പ്രശ്നമാണെന്നുള്ള കാര്യം മാർക്ക് ഇപ്പോഴാണ് അറിയുന്നത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശ്രീഹരി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ജൂ ശരിക്കും സീമാബായിയുടെ ക്ലോണുമായി ഏറ്റുമുട്ടുമ്പോഴാണ് ആ പരിക്ക് ഉണ്ടായത്. പക്ഷേ ജൂവിന്റെ കപ്പാസിറ്റി അനുസരിച്ച് അങ്ങനെ സംഭവിക്കേണ്ടതല്ല. എന്തോ സംഭവിച്ചു, അതുകൊണ്ടാ ജൂവിന് പരിക്കേറ്റത്. എന്താണ് സംഭവിച്ചതെന്ന് ശ്രീഹരിക്ക് കൃത്യമായി അറിയില്ല. എന്തോ സംഭവിച്ചു, അത് ശ്രീഹരിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ആ ആബ്സല്യൂട്ട് ഡാൻസിന്റെ കപ്പാസിറ്റി അനുസരിച്ചാണെങ്കിൽ
അങ്ങനെ ഒരു പരിക്ക് ഏൽക്കേണ്ട കാര്യമില്ല. ജൂവിന്റെ പരിക്കിനെ കുറിച്ച് ആലോചിച്ച് മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ ഇപ്പോ എങ്ങനെയാ പൊതുവെ കാര്യങ്ങൾ? മാർക്ക്, അവിടെയാണ് വിഷയം. നമുക്ക് പിടിതരാത്ത ഒരു ടെക്നോളജി അവന്മാരുടെ കയ്യിലുണ്ട്. അവന്മാരുടെ ആ ഓൾഡ് ഗേറ്റ് ഒരു വല്ലാത്ത ന്യൂസൻസ് തന്നെയാണ്. ഈ സദേൺ പ്രോവിൻസിനകത്ത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാൻ പറ്റും. നമ്മൾ അവന്മാരെ കണ്ടുപിടിച്ച് അവന്മാരെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവന്മാർ ആ ഓൾഡ് ഗേറ്റ് വഴി രക്ഷപ്പെടുകയും ചെയ്യും. നമ്മുടെ ഊർജവും സമയവും വേസ്റ്റ് ആകും. അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് ചെല്ലണം. സീനിയർ പറയുന്നത് നമ്മൾ നോർത്തേൺ ലാൻഡിലേക്ക് പോകണമെന്നാണ്. അതേ മാർക്ക്, അവിടേക്ക് പോവുക തന്നെ വേണം. അവിടെ പോയാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. സീനിയർ അവിടെ ചെന്നാൽ എന്ത് ചെയ്യാന്നാണ്? മാർക്ക്, ഈ സംഭവങ്ങളുടെയൊക്കെ കേന്ദ്ര ബിന്ദു അവരുടെ ആ രാജാവാണ്. അയാൾ അവിടെ സെക്ലൂഷണൽ ധ്യാനത്തിലാണ്. അയാള് നെക്സ്റ്റ് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ അയാളെ കൊല്ലണം, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. സദേൺ ലാൻഡിലെ ആരെക്കാളും ശക്തനാണ് ഇപ്പോൾ തന്നെ ആ നോർത്തേൺ ലാൻഡിലെ ആ രാജാവ്. അയാള് ധ്യാനത്തിൽ ഇരിക്കുന്ന ആ സമയത്ത് അയാളെ കൊന്നില്ലെങ്കിൽ അയാൾ ഒരു പുതിയ തലത്തിലേക്ക് കടന്നാൽ നോർത്തേൺ ലാൻഡിലെയോ സദേൺ ലാൻഡിലെയോ ആർക്കും അയാളെ തൊടാൻ പറ്റില്ല. അത് കേട്ടതും മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, സീനിയറിന് വേണമെങ്കിൽ എവിടേക്ക് വേണമെങ്കിലും പോകാമല്ലോ, പിന്നെന്തിനാ അങ്ങ് ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്? മാർക്കിന്റെ ആ ചോദ്യം കേട്ടപ്പോ ശ്രീഹരി ഒന്ന് ചിരിച്ചു. മാർക്ക്, നിന്റെ ചോദ്യം ശരിക്കും നല്ലൊരു ചോദ്യമാണ്. എനിക്ക് മാത്രമല്ല, നിന്റെ ഈ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലെ ആ സെക്ഷൻ മാസ്റ്റർക്കും അതുപോലെ യോഗ്ജി പോലുള്ള മറ്റനവധി ആളുകൾക്കും വേണമെങ്കിൽ ഈ സദേൺ റീജിയൻ മറികടന്ന് മറ്റെങ്ങോട്ടെങ്കിലൊക്കെ പോകാം. പക്ഷേ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ബാക്കിയുള്ള ആളുകളെ ആരാ രക്ഷിക്കുക? ശ്രീഹരി ആ ചോദ്യം ചോദിച്ചപ്പോൾ മാർക്ക് ശരിക്കും സ്റ്റക്കായി അങ്ങനെ നിന്നു പോവുകയാണ്. മാർക്ക് ഇതുവരെ ആലോചിക്കാതിരുന്ന ഒരു ചോദ്യമാണ് ശ്രീഹരി ചോദിച്ചത്. മാർക്കിന് വേണമെങ്കിൽ ശക്തി നേടിക്കഴിയുമ്പോൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാം. പക്ഷെ അങ്ങനെ പറ്റാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. വെറും സാധാരണക്കാരാണ് അവർ. അവരാര് രക്ഷിക്കും? നോർത്തേൺ ലാൻഡിൽ നിന്ന് 1 മില്യണോളം ആളുകൾ സദേൺ ലാൻഡിലേക്ക് പാഞ്ഞു വന്നാൽ പിന്നെ നടക്കുക കൂട്ടക്കുരുതിയാണ്. ആ കൂട്ടക്കുരുതി തടുക്കാൻ എന്താണ് മാർഗമെന്നാണ് ശ്രീഹരി യഥാർത്ഥത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, നോർത്തേൺ ലാൻഡിനെ ആ രാജാവിനെ കൊല്ലുക. ശ്രീഹരിയും മാർക്കും തമ്മിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മാർക്ക് ശ്രീഹരിയോട് ചോദിച്ചു, സീനിയർ, ഈ ഡെഡ് റിവർ നമുക്ക് കടക്കാൻ പറ്റില്ലല്ലോ, അപ്പോ പിന്നെ എന്താ ചെയ്യുക? മാർക്ക്, എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയയാണ്? മാർക്ക്, ഈ സദേൺ ലാൻഡും നോർത്തേൺ ലാൻഡും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ നദി അപ്രത്യക്ഷമാകും. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നദി ഉണ്ടായിരുന്ന സ്ഥലത്തുകൂടി ആളുകൾക്ക് ഈസിയായി നടന്നു പോകാൻ കഴിയും. പണ്ട് വളരെ വിശാലമായ ഒരു നദിയായിരുന്നു ഈ ഡെഡ് റിവർ. അത് മണ്ണിനുള്ളിലേക്ക് വലിയുന്നു എന്നാണ് അത് കാണുന്ന ആർക്കും തോന്നുക. സദേൺ റീജിയനും നോർത്തേൺ റീജിയനും കവർ ചെയ്യുന്ന ആ നദി അവിടുത്തെ കടങ്ങി വെസ്റ്റേൺ റീജിയൻ വഴി ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് വരെ എത്തുന്നുണ്ട്. മറുഭാഗത്തും അതുപോലെ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ് വരെയാണ് ആ നദി എത്തുക. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ആ നദിയിലെ ബേസ്. ആ നദിയുടെ വീതിയാണ് കുറഞ്ഞു വരുന്നത്. ആ നദിയുടെ വീതി കുറഞ്ഞ് നദിയിലൂടെ അക്കരെ കടക്കാൻ സദേൺ ലാൻഡുകാർക്ക് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. അവർക്ക് നോർത്തേൺ ലാൻഡിനകത്ത് കയറി ആക്രമണം നടത്താം. ഇപ്പോൾ അവരുടെ പ്രശ്നം അവർക്ക് അതിന് കഴിയത്തുമില്ല. അപ്രതീക്ഷിതമായ സമയത്ത് അവർ നോർത്തേൺ ലാൻഡിന്റെ ആക്രമണത്തിന് വിധേയമാകുകയും ചെയ്യുമെന്നാണ്. മാർക്ക് ഫെല്ലറും സീനിയർ ശ്രീഹരിയും കൂടി ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മറുഭാഗത്ത് സീമാബായിയുടെ അടുത്ത് 3 ആളുകൾ നിപ്പുണ്ട്. അവർ 3 പേരും കൈകൾ പുറകിൽ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. അവര് സീമാബായിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ സീമാബായിയോട് പറഞ്ഞു, ഏയ് സീമ, നമ്മൾ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ആക്രമിക്കേണ്ട എന്നാണോ നീ പറയുന്നത്? അതാ ഞാൻ പറയുന്നത്. അത് എന്റെ മാത്രം അഭിപ്രായമല്ല, ലോഡും അതാ പറയുന്നത്. നോർത്തേൺ ലാൻഡിലെ ആ കൾട്ടിവേറ്റേഴ്സിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ഏറ്റവും മുകളിലുള്ളത് അവരുടെ രാജാവാണ്. രാജാവിന് കീഴിൽ 4 ആളുകൾ. അവരെ ഗോഡ്ലി മൊണാർക്ക് എന്നാ വിളിക്കുക. ആ ഗോഡ്ലി മൊണാർക്കിൽ ഒരാളാണ് സീമാബായി. പക്ഷെ സീമാബായിയേക്കാൾ ശക്തരാണ് ബാക്കിയുള്ള 3 ഗോഡ്ലി മൊണാർക്കുകളും. ആ 3 മൊണാർക്കുകളാണ് ഇപ്പോ സീമാബായിയോട് സംസാരിക്കുന്നത്. ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ അടുത്തേക്ക് പോകണ്ട എന്ന് സീമാബായി പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഒരു ചോദ്യം അവർ ഉന്നയിച്ചതും സീമാബായി അവരോട് പറഞ്ഞു, ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ അതിശക്തനാണ്, അയാളെ നമുക്കൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ടാണ് ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ആക്രമിക്കേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് കേട്ടതും ആ ഗോഡ്ലി മൊണാർക്കിൽ ഒരാൾ സീമാബായിയോട് പറഞ്ഞു, ഏയ് സീമാബായി, നിനക്ക് ഭയമുണ്ടെങ്കിൽ നീ മിണ്ടാതിരിക്കും. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഏയ് ഞാൻ പറയുന്ന കേക്ക്.
ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സെക്ഷൻ മാസ്റ്റർ നിങ്ങൾ വിചാരിക്കുന്ന ശൈലിയിലുള്ള ആളല്ല ഈ സീമബായി. ഞാൻ പറഞ്ഞില്ലേ വാടയ്ക്കാൻ. അങ്ങനെ അയാൾ പറയുമ്പോൾ അയാളുടെ ബോഡിയിൽ നിന്ന് അതിശക്തമായ ഒരു ഇന്റേണൽ എനർജി അങ്ങനെ പുറത്തേക്ക് വരികയാണ്. അയാൾ ശരിക്കും സീമബായിയെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് അയാളുടെ ആ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുന്നുണ്ട്. സീമബായി അത് കണ്ടതും അങ്ങ് നിശബ്ദനായി. അല്പസമയം കഴിഞ്ഞതും ആ മൂവർ സംഘം അവിടെ നിന്ന് ഓൾ ഗേറ്റ് വഴി നേരെ സൗത്തിലേക്ക് തിരിച്ചു. ഈ കാര്യം അറിയാതെ മാർക്ക് ഫെല്ലറും ശ്രീഹരിയും നോർത്തേൺ സൈഡിൽ അവരുടെ മുറിയിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും അങ്ങനെ കടന്നു പോവുകയാണ്. നോർത്തേൺ ലാൻഡിൽ നിന്ന് ആരും ഇപ്പോ സൗത്തിലേക്ക് വരുന്നതേയില്ല. മറുഭാഗത്തേക്ക് പോയ യോങ്ജിയും ബാരുയും ഫെങ്ങിനെയും കാണാനുമില്ല. ശരിക്കും അവർ 3 പേരും അവിടെ ചികിത്സയിലാണ്. നോർത്തേൺ ലാൻഡുകാരെ കൊണ്ട് സതേൺ മേഖലയിൽ ഒരു തരത്തിലുള്ള അക്രമവും നടക്കുന്നില്ല. ഒരു കുഞ്ഞു പോലും നോർത്തേൺ ലാൻഡിൽ നിന്ന് സൗത്തിലേക്ക് വരുന്നില്ല. 3ാമത്തെ ദിവസമായിട്ടും സംഭവം അങ്ങനെ തന്നെ, ഒരു അനക്കവുമില്ല. പക്ഷേ 3ാമത്തെ ദിവസം ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ തൊട്ടു മുന്നിൽ ആ 3 മൊണാർക്കുകളും എത്തിയിരിക്കുകയാണ്. അവര് ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ഗേറ്റിന് മുന്നിൽ അങ്ങനെ വന്നു നിന്നിട്ട് ആ ഗേറ്റിലേക്ക് ഒന്ന് നോക്കി. ആ കൂട്ടത്തിൽ ഒരാൾ ഉറക്കെ പറയുകയും ചെയ്തു, ഓ ഇതാണല്ലേ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ, സംഭവം എന്തായാലും കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ ഗേറ്റിന് നേരെ കൈയൊന്നുയർത്തിയതും ആ ഗേറ്റ് 2ആയി മലർക്കെ തുറക്കപ്പെട്ടു. പ്രത്യേക ഫോർമേഷൻ വഴി ആ ഗേറ്റ് ശരിക്കും സീൽഡ് ആയിരുന്നു. ആ ഗേറ്റ് ബലമായി തുറക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് ഒരു ഇൻഫർമേഷൻ ലഭിക്കും ശബ്ദത്തിന്റെ രൂപത്തിൽ. ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ബാക്കി എൽഡേഴ്സും ഒക്കെ അകത്തേക്ക് നടന്നു വരുന്ന ആ മൂവർ സംഘത്തെ കണ്ടു. കറുത്ത വസ്ത്രം ധരിച്ച ആ 3 പേരും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ കണ്ടപ്പോൾ അയാളുടെ മുന്നിൽ നിന്നു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഉറക്കെ അവരോട് ചോദിച്ചു, ഏയ് ആരാ നിങ്ങൾ? ആരാ? അനുവാദമില്ലാതെ നിങ്ങൾ എന്തിനാ അകത്തേക്ക് കയറിയത്? അങ്ങനെ ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ചോദിച്ചതും ആ 3 പേരിൽ മുന്നിൽ നിന്ന ആള് കൈ ഒന്ന് ചലിപ്പിച്ചതേ ഉള്ളൂ. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ഒരു ബുള്ളറ്റ് പായും പോലെ പുറകോട്ട് പാഞ്ഞ് പുറകിലുള്ള ഒരു മരത്തിലിടിച്ച് മൂക്കടിച്ച് താഴേക്ക് വീണു. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ ആകാശത്തോടെ പാഞ്ഞുപോയി ആ മരത്തിലിടിക്കുന്നതും താഴെ വീഴുന്നതും. ആ മരം ശരിക്കും ഒന്ന് കുലുങ്ങുന്ന ശബ്ദം എല്ലാവരും കേട്ടു. ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്റർ അങ്ങനെ തറയിലേക്ക് അങ്ങനെ വീണതും ആ മൂവർ സംഘത്തിൽ ഒരാൾ അവിടേക്ക് ഓടി വന്ന ആളുകളോട് ചോദിച്ചു, സെക്ഷൻ മാസ്റ്റർ എവിടെയാണ്? ഭയന്നുപോയ അയാൾ വലതു ഭാഗത്തേക്ക് ഒന്ന് വിരൽ ചൂണ്ടി. വലതു ഭാഗത്തായി ഒരു കൂറ്റൻ മല കാണുകയാണ്. ആ മല ഏതാണ്ട് പൂർണ്ണമായും മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ ക്ലൗഡ് അവിടെ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഈ സെക്ഷന് ക്ലൗഡ് സെക്ഷൻ എന്ന് പേര് വന്നത് തന്നെ. ആ മേഘങ്ങളിൽ മൂടി നിൽക്കുന്ന മലയിലേക്ക് നോക്കിയ ആ മൂവർ സംഘം മറ്റൊന്നും പറയാതെ ആ മലയ്ക്ക് നേരെ നടന്നു തുടങ്ങി. ശബ്ദം കേട്ട് അവിടേക്ക് ഓടി വന്ന പല എൽഡേഴ്സിനും ആ മൂവർ സംഘത്തെ തടുക്കണമെന്നുണ്ട്. സെക്ഷൻ മാസ്റ്റർ അവിടെ ധ്യാനത്തിലാണ്. അദ്ദേഹത്തെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഒരാളും ശല്യപ്പെടുത്താൻ പാടുള്ളതല്ല. ആ മൂവർ സംഘം അങ്ങോട്ടേക്ക് കടന്നു ചെന്നാൽ അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് വിഘ്നമുണ്ടാവും. അക്കാര്യം പലർക്കും അറിയാം. പക്ഷെ അവരെ തടുക്കാൻ അവർക്ക് കഴിയില്ല എന്നൊരു ഫീൽ അവർക്കുള്ളത് കൊണ്ട് സകലരും വല്ലാത്തൊരു ഭയത്തോടെ സങ്കടത്തോടെ ആ മേഘം മൂടി നിൽക്കുന്ന മലയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ മൂവർ സംഘം ആ മേഘങ്ങൾക്കിടയിലൂടെ ആ മലയിലേക്ക് നടന്നു കയറുകയാണ്. അങ്ങനെ നടന്നു കയറുമ്പോൾ അതിലൊരാൾ കൂടുതലുള്ള ആളോട് പറഞ്ഞു, ഇത് കൊള്ളാം, നമുക്ക് ഈ സെക്ഷൻ പിടിച്ചെടുത്തിട്ട് നമ്മുടെ ആസ്ഥാനം ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. ഇവിടെ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. കൾട്ടിവേഷൻ ഇവിടെ ആക്കിയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും. ഈ സതേൺ പ്രൊവിൻസിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ആ മല തിരഞ്ഞെടുത്ത് അവിടെ തന്നെ സെക്ഷൻ സ്ഥാപിക്കാൻ ഈ സെക്ഷൻ മാസ്റ്റർ തീരുമാനിച്ചത് തന്നെ ആ മലയിലുള്ള കട്ടി കൂടിയ ആ സ്പിരിച്വൽ എനർജി കണ്ടിട്ടാണ്. മേഘങ്ങളുടെ രൂപത്തിൽ സ്പിരിച്വൽ എനർജി അവിടെ അങ്ങനെ പരന്നു കിടക്കുകയാണ്. അത് ഏതൊരു കൾട്ടിവേറ്റർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു രംഗമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ആ മൂവർ സംഘം നടന്ന് മുകളിലേക്ക് വരുമ്പോൾ അവര് ഒരു മരം കണ്ടു. ആ മരത്തിനടുത്ത് ഒരു മനുഷ്യൻ ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. അയാൾ തിരിഞ്ഞായിരിക്കുന്നത്. അയാളുടെ തലമുടി താഴോട്ട് വീണ് കിടക്കുകയാണ്. നല്ല നീളമുള്ള തലമുടിയുള്ള കരുത്തുറ്റ ബോഡിയുള്ള ഒരാൾ ധ്യാനത്തിലിരിക്കുന്ന കാഴ്ച ദൂരെ നിന്നേ ആ മൂവർ സംഘം കണ്ടു. ആ മൂവർ സംഘം സാവധാനം നടന്ന് ആ രൂപത്തിന്റെ പുറകിലെത്തി. അതിലൊരാൾ ഉറക്കെ ആ ധ്യാനത്തിലിരിക്കുന്ന ആളോട് പറഞ്ഞു, ഏയ് നിങ്ങളാണോ സെക്ഷൻ മാസ്റ്റർ? ശബ്ദം കേട്ടിട്ടും സെക്ഷൻ മാസ്റ്റർ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഉടൻ രണ്ടാമൻ ഉറക്കെ പറയുകയാണ്, നിങ്ങൾ അവസാനിപ്പിക്കാനാ ഞങ്ങൾ എത്തിയത്. അങ്ങനെ രണ്ടാമനും പറഞ്ഞതും സെക്ഷൻ മാസ്റ്റർ കണ്ണുകൾ ഒന്ന് തുറന്നു. ഇപ്പോഴും ആ സെക്ഷൻ മാസ്റ്റർ അങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ടതും ആ മൂന്നാമത്തവൻ അലറുകയാണ്, ഏയ് നിനക്കെന്താ ചെവി കേട്ടൂടെ? ആ ചോദ്യം കേട്ടതും സെക്ഷൻ മാസ്റ്റർ ആ ചമ്രം പണിഞ്ഞിരുന്ന പൊസിഷനിൽ നിന്ന്
ഒന്ന് മാറി എണീറ്റ് അങ്ങനെ തന്നെ നിന്നു. ഇപ്പോഴും സെക്ഷൻ മാസ്റ്റർ തിരിഞ്ഞു നിൽക്കുകയാണ്. തിരിഞ്ഞു നിൽക്കുന്ന സെക്ഷൻ മാസ്റ്റർ നോക്കി ആ മൂവർ സംഘം ഒന്ന് ചിരിച്ചു. അപ്പോ നിനക്ക് ചെവി കേൾക്കാമല്ലേ? ഒന്ന് തിരിഞ്ഞേ, നിന്റെ ആ സുന്ദരമുഖം ഞങ്ങളൊന്ന് കാണട്ടെ. ആ ചോദ്യം കേട്ടതും സെക്ഷൻ മാസ്റ്റർ ഒന്ന് തിരിഞ്ഞു. നീളമുള്ള തലമുടി ഇരു ഷോൾഡറിലേക്ക് മാറ്റിയിട്ടിട്ട് സെക്ഷൻ മാസ്റ്റർ തിരിഞ്ഞ് അവരെ നോക്കി. വളരെ നീളമുള്ള കൈകളാണ് സെക്ഷൻ മാസ്റ്റർ പ്രത്യേകത. ആ കൈകളുമായി സെക്ഷൻ മാസ്റ്റർ അങ്ങനെ നിന്നിട്ട് അവരും നോക്കുമ്പോൾ അവർ സെക്ഷൻ മാസ്റ്റർ നോക്കി. ഓഹോ, നിങ്ങളാണല്ലേ സെക്ഷൻ മാസ്റ്റർ? ഏയ്, നിങ്ങൾ ആരായാലും ഞങ്ങൾക്കൊരു വിഷയവുമല്ല. ഇന്ന് ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ മൂവർ സംഘത്തിൽ ഒരാൾ വലത് കൈ ഒന്ന് ഉയർത്തി. ആ നിമിഷത്തിൽ ശക്തമായ ഒരു കറുത്ത പുക സെക്ഷൻ മാസ്റ്റർക്ക് നേരെ പാഞ്ഞു വന്നു. ആ കാഴ്ച കണ്ട സെക്ഷൻ മാസ്റ്റർ ആ പുക തന്നെ സമീപിക്കുന്നതുവരെ കണ്ണ് അനക്കാതെ അവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ പുക അടുത്തെത്തിയതും സെക്ഷൻ മാസ്റ്റർ കൈയൊന്നുയർത്തി സാവധാനം ഒന്ന് വീശി. ആ നിമിഷത്തിൽ സെക്ഷൻ മാസ്റ്റർക്ക് മുമ്പിലുണ്ടായ ആ പുക അങ്ങ് അപ്രത്യക്ഷമായി. അത് കണ്ടതും ആ മൂവർ സംഘം ഒന്ന് ചിരിച്ചു. കൊള്ളാം, ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോ കേട്ടുകേൾവികളിൽ വാസ്തവമുണ്ടെന്ന് ഉറപ്പാണ്. നിങ്ങൾ ശരിക്കും ശക്തനാണ്. ശക്തരായ ആളുകളെ നേരിട്ട കാലം ഞങ്ങൾ മറന്നു. ഇനി നമുക്കൊന്ന് കൈ നോക്കാം. അങ്ങനെ അയാൾ പറഞ്ഞതും അയാളുടെ ഇരു കൈകളും അയാൾ ഒന്ന് അനക്കിയതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ അയാൾക്ക് ചുറ്റും അതിശക്തമായ ഒരു ഓറ അങ്ങനെ ബിൽഡ് ചെയ്ത് വന്നു. ഒരു വല്ലാത്തൊരു ഓറയാണ്, ഒരു പ്രഭാവലയം അയാൾക്ക് ചുറ്റും ഉണ്ടാവുകയാണ്. ശക്തമായ ഒരു പ്രഭാവലയം. ആ പ്രഭാവലയം അയാൾക്ക് ചുറ്റും അങ്ങനെ ഉണ്ടായി വരുമ്പോൾ നിസ്സംഗഭാവത്തിൽ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് സെക്ഷൻ മാസ്റ്റർ. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെൽയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.